സഹൃദകൃതാവായ നാട്ടുകാരെ, ഇന്റർലെസ് പോഡ്കാസ്റ്റിൻ്റെ മിമിക്രി പരേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു കോഴിയുടെ സൗണ്ട് എടുത്തുകൊണ്ട് കാർത്തിക് സൂര്യ. ഓഡിയൻസിന്റെ സൗണ്ട് എടുത്തുകൊണ്ട് വിനു. വൃത്തിയായിട്ട് ഓഡിയൻസ് ആണല്ലോ ഇവിടെ ഉള്ളത്. അടുത്തതായി നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് ലാലു അലക്സ്. പേഴ്സണലായിട്ട് പറയുവാ, സ്ത്രീധന തുകയെന്ന് ഒരു ചില്ലി പൈസ കുറയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല പെണ്ണിന്റെ അപ്പ. അടുത്ത ശ്രീകാന്ത് എന്തെങ്കിലും പറഞ്ഞാൽ മതി. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അതുപോലെ ചിലരതിനെ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിലെ ടാർ എടുത്തു കഴിഞ്ഞാൽ അത് ഇത്രയും വരും. അത് ലാസ്റ്റ് പോയി. ഇനി അടുത്തത് നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ള നീ പറ. എന്നിട്ട് ഞാൻ ഓഡിയൻസ് പറഞ്ഞില്ല, വേറെ ആരെ പറയാ. തവള ഉണ്ടാക്കും. തവള ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സൗണ്ട് ഉണ്ടാക്കിയാൽ മതി. നിശബ്ദ അല്ലെ, ക്ലാപ്പ് ഉണ്ടാക്കാം. അടുത്തതായി ക്ലാപ്പ്. നല്ല ഊത്ത ക്ലാപ്പ്. ഞാൻ ഓഡിയൻസിന് സൗണ്ട് ഉണ്ടാക്കണം. വിഷ്ണുവിന്റെ അടുത്ത എന്തെങ്കിലും കഴിവ്. വിഷ്ണു പട്ടിപ്പൂച്ച ഇത് മറ്റേ ഇത് ആട്. പറ. ഓ വാവ്. പിന്നെ അടുത്ത പട്ടി പൂച്ച. അല്ലെ, ഈ സാധാ ഒരു നാടൻ പട്ടിയും ഒരു പിറ്റ് ബുള്ളും തമ്മിലുള്ള. ഏതെങ്കിലും ഒരു ബ്രീഡ് ഡോഗ്. ഞാൻ സാധാ ഒരു നാടൻ പട്ടിയുടെ സൗണ്ട് എടുത്ത് കാണിച്ചു തരാം. കുട്ടി പട്ടി എടുക്കാം. വലിയ പട്ടി. ഇനി വലിയ പട്ടി. പട്ടി വലുതായി. പട്ടി വളർന്ന് കിളിമകളെ. ഉമ്മൻചാണ്ടി. ഞാൻ തവള എടുക്കാം. തവള ഇട്ടൊരു കളിയില്ല. വേഗം കൊണ്ട് പറയണം. അതൊന്നും തിരിത്തവള. റബ്ബിറ്റ് എന്നൊന്ന് പറയണത്. അങ്ങനെ നിന്റെ തവളയുടെ സൗണ്ട്. അത് മറ്റേ തവള ഇരുന്നിട്ട് മറ്റേ ജാതി ഗിഫ്റ്റിന്റെ പാട്ട്. തവളയാണ്. എടാ ഇങ്ങനെയാ തവള. നമ്മുടെ ഇവിടുത്തെ അല്ല, കുറച്ചുകൂടെ ഫോറിൻ തവളകളൊക്കെ ഇങ്ങനെയാണ്. നമ്മളിവിടെ തവളക്ക് ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. ഇനി അടുത്തത് നേരത്തെ ഉമ്മൻചാണ്ടിയുടെ സൗണ്ട് എടുക്കണുണ്ടല്ലോ. ഉമ്മൻചാണ്ടി ആണെങ്കിൽ ഞാൻ വിനു എന്താ പറയാ, സരിതയുടെ കേസിൽ എനിക്ക് ഒരു കാര്യവും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇത് മാധ്യമം ചെറുതായിട്ടുണ്ടാക്കിയ വലുതായിട്ടുണ്ടാക്കിയ കുറെ ഊഹാപോഹങ്ങളാണ്. അതുള്ളായിരുന്നു. എടാ നീ അച്യുതാനന്ദന്റെ സൗണ്ട് എടുക്കണ്ടായിരുന്നു. അതെടുത്താണ്ട ദാസ. വളരെ വ്യക്തമായും ശക്തമായും പറയുകയാണെങ്കിൽ ബാക്കി ഡയലോഗ് ഓർമ്മയില്ല. വെള്ളാപ്പള്ളിയത്. പക്ഷെ എനിക്ക് ഇങ്ങോട്ട് പിന്നെ പറഞ്ഞോ തവള. ആന്റണി നീ നേരത്തെ ഡയലോഗ് പറഞ്ഞു. 5 പൈസ ഇല്ലെന്ന് പറഞ്ഞു. ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഏതൊക്കെ ദാസനെ കണ്ടപ്പറ്റി. വെള്ളാപ്പള്ളി പ്രസംഗിക്കുമ്പോ അവിടെ കോഞ്ഞാളം കാണിച്ചിട്ട് മാറിയിട്ടാ. ഒരു മതം ഒരു ദൈവം ആരൊക്കെ ഇത് ഏതെങ്കിലും ഒറിജിനൽ മെമ്മറിക്കാർ ഇതൊക്കെ കണ്ടാലേ കവാലതിരിക്കും. ഒന്നാമത് ഇപ്പൊ പ്രോഗ്രാം ഇല്ലാത്തതിന്റെ ദേഷ്യത്തിലും കൂടെ ഇരിക്കും. അല്ല, അവര് പെട്ടെന്ന് തന്നെ അൺസബ്സ്ക്രൈബ്. അയ്യോടാ, ഇത് കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ മറ്റേ ഒറിജിനലോട്ടാണ് അവിടെ മിമിക്രി കാണിച്ചായിരുന്നു. ഇങ്ങ് വന്നേ. നിനക്ക് മറ്റേ റിയൽ ടൈമിൽ മറ്റേ സാധനം ഒഴിച്ച് ആദ്യം നീ കാണി, പിന്നെ നമ്മൾ ചിരിക്കണ വേണ്ടി. 1 ലക്ഷം രൂപയുടെ എന്തോ വന്നില്ലേ? എല്ലാവരും പോയാലോ 1 ലക്ഷം രൂപ. ഇതല്ല, നമുക്ക് വേറെ അടിപൊളി സെറ്റ് ചെയ്ത് പോവായിരുന്നു. ദാസം ഉണ്ടല്ലോ, നമുക്ക് സെറ്റാണ്. എടാ ഒരു സാധനം ട്രെയിൻ അല്ലേ? അങ്ങനെയല്ല, സ്റ്റാർട്ടിങ്
ബസ്സല്ലേ? ചുകു ചുകു എന്ന് പറഞ്ഞ ഏത് ബസ്സാണ് പോണത്? അല്ല കൊള്ളായിരുന്നു കൊള്ളാം. നീ നേരത്തെ ഇത് കുതിര ആ അല്ല ഒരുപാട് നേരമായി. ശരിയാണോ? അയ്യോ ഒരു കാര്യം ഞാൻ മറന്നു സുഹൃത്തുക്കളെ. വെൽക്കം ബാക്ക് ടു ഇയറുടെ എപ്പിസോഡ് ഓഫ് ഇൻലെസ് പോഡ്കാസ്റ്റ്. നിങ്ങളുടെ സ്വന്തം കാർത്തിക് സൂര്യ. ഞാൻ അഖിൽദാസ്. ഞാൻ ശ്രീകാന്ത്. ഞാൻ വിനു. നീ പറയണ്ട, ഇൻട്രോഡക്ഷൻ കൊടുക്കട്ടെ. ഇന്ന് നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ ഹോസ്റ്റുകളുടെ കൂടെ നമ്മുടെ സ്വന്തം വിഷ്ണു അളിയൻ ഗസ്റ്റ് ആയിട്ട് വന്നേക്കാണ്. വിഷ്ണു അളിയനെ നമുക്ക് എല്ലാവർക്കും വെൽക്കം ചെയ്യാം. വെൽക്കം വിഷ്ണു അളിയ. വിഷ്ണുവിനെ പറ്റി 2 വാക്ക് പറയാനായി ഞാൻ വേദിയിലേക്ക് ദാസൻ അളിയനെ വിളിച്ചു കൊള്ളുന്നു. വിഷ്ണുജിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സ്കൂള് തൊട്ടേനോടെ LKG UKG തൊട്ട് നമ്മളെ കൂടെ പഠിച്ച വിഷ്ണുജിത്ത്, ശ്രീകല മേഡത്തിൻ്റെ ട്യൂഷന് നമ്മുടെ കൂടെ പഠിച്ച വിഷ്ണുജിത്ത്. പിന്നെ എന്തോന്നു, പിന്നെ നമ്മുടെ 10ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ അവൻ സ്കൂള് മാറിപ്പോയി. പിന്നീട് നമ്മൾ അറിയുന്നത് അവൻ വലിയ റൈഡർ ആയെന്നാണ് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അറിഞ്ഞത്. വിഷ്ണുവിനെ കുറിച്ച് പറയുമ്പോൾ പണ്ടവൻ ഈ സൈക്കിളിൽ കുറെ അഭ്യാസ മുറകൾ ഇങ്ങനെ കാണിക്കുമായിരുന്നു. എടുത്തു പൊക്കുക, പിന്നെ അവൻ റിപ്പയർ ചെയ്യുമായിരുന്നു. പിന്നെ അവന്റെ ജോമെട്രി ബോക്സ് തുറന്നു നോക്കിയാൽ അതിൽ മറ്റേ പ്ലെയർ, അതിൽ സ്കെയിലും പെൻസിലും ഒന്നും അല്ല മറ്റേ സ്പാനർ ആണ്. ഇവ എൻ്റെ അടുത്ത് ഒരു കുറച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പം ജോമെട്രി ബോക്സ് തുറന്നിട്ട് ഒരു മാങ്ങ കൊണ്ടുവന്നു. മാങ്ങ കൊണ്ടോളിയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എങ്ങനെ ഇത് പൊട്ടിക്കണ്ടേ? ജോമെട്രി ബോക്സ് തുറന്നിട്ട് അതിനകത്ത് കുറെ സാധനങ്ങൾ, ഒരു ടെസ്റ്റർ എടുത്ത് ഒരു കുത്ത്. ക്ലാസ്സിലെന്നോട്ടിങ്ങനെ അവിടെ ഉണ്ണിക്കാരാ പഠിക്കുന്നത്. ടെസ്റ്റർ എടുത്ത് ചില കുത്തിയിട്ട് പൊളന്നിട്ട് അതില്ല. അയ്യോ, വിഷ്ണു പണ്ട് എനിക്ക് എന്റെ സൈക്കിളൊക്കെ സർവീസ് ചെയ്തിട്ടുണ്ട് കൊച്ചില്. നമ്മള് ഉണ്ണിസാറിനോട് പഠിക്കുന്ന സമയം. അന്ന് വിഷ്ണു അവന്റെ ബിസിനസ് ഇതിങ്ങനെ എന്തിനാണ് പറയണ, വള്ളികൾ ഇങ്ങനെ പടർപ്പിച്ചോണ്ട് കരിയർ അങ്ങനെ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ കൂടെ ഉള്ളതിൽ മെക്കാനിക്കൽ പഠിച്ചിട്ട് മെക്കാനിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാള് എനിക്ക് തോന്നുന്നു വിഷ്ണു ആണെന്ന് തോന്നുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് കുറെ നമുക്ക് അറിവുകൾ നമുക്ക് ചോദിച്ചറിയാം വിഷ്ണുജിത്തിനോട്. വിഷ്ണു ഒരു മോട്ടോക്രോസ് റൈഡർ ആണ്. ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് അവന്. വർക്ക്ഷോപ്പ് എത്ര നാളായടാ? എന്റെ 10ാമത്തെ വ്ളോഗ് വിഷ്ണു ഇതിന്റെ വർക്ക്ഷോപ്പിന്റെ ഇനോഗ്രേഷൻ ആയിരുന്നു. എത്ര കാലം? ഇപ്പം 3.5 കൊല്ലമാണ്. ഹോളി പൂപ്പിക്രം. അപ്പോൾ ഇത് ഇത്രയും ആയ ഒരു മഹത് വ്യക്തിയാണ് സുഹൃത്തുക്കളെ നമ്മളെ കൂടെ ഇവിടെ ഇരിക്കുന്നത്. വെൽക്കം. പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ കണ്ണൂരാന്റെ ഉറ്റ സുഹൃത്ത്. കണ്ണൂരാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്ന് ഇവിടെ പറയാറുണ്ടല്ലോ, നിങ്ങൾ അറിയാത്ത ഒരു ലൈഫ് എനിക്കുണ്ട് എന്ന്. ആ ലൈഫിൽ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് വിഷ്ണുവിത്ത്. അപ്പൊ ആ ലൈഫിൽ അവൻ എന്തൊക്കെയാണ് ചെയ്തതെന്നും വേണമെങ്കിൽ വിഷ്ണുവിനെ ചോദിച്ചാൽ പറഞ്ഞു തരും. എല്ലാം ബാംഗ്ലൂർ ഡേയ്സ് ആണ്. അല്ല, അവ സൈലന്റ് ആവണ അവന്റെ അടുത്താണ്. വാ തുറക്കൂല. നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങി വെച്ചെന്ന് പറഞ്ഞോ മതി. ഇത് ഞാനല്ല, ഇത് എന്റെ ഡമ്മിയാണ്. ഒരു ദിവസം ഓർമ്മ ഉണ്ടാടാ? എന്താടാ? നിന്റെ ബർത്ത്ഡേ ആയിരുന്നു. വിഷ്ണുവിത്ത് കണ്ണനെ ഉറക്കിയതാണ്. അത് വിഷ്ണു. ഞാൻ വരണേന് മുമ്പ് ഇവിടെ എന്തൊക്കെയോ എൻ്റെ അടുത്ത് BR ആരും എൻ്റെ തുറഞ്ഞു അടിയാ നീ പെട്ടെന്ന് വാ. അതെങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് കണ്ണ എൻ്റെ അടുത്ത് ചെറിയ ഡയലോഗ് അടിച്ചു, നീ ഒന്നും അങ്ങോട്ട് ചെല്ലുന്നു. ഞാൻ ചെന്നപ്പോ കണ്ണ അടിയാ, പിന്നെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചു, എനിക്ക് ഭയങ്കര ഉറക്കശീലം. പിന്നെ നന്ദു ബിയർ എന്നിട്ട് എന്താടാ? എടാ വിഷ്ണു, ഒന്നുകൂടെ ചെറിയൊരു ഇതാണ്. വിഷ്ണു ഒരു ഡെർട്ട് റൈസ്, മോട്ടോക്രോസ് ബൈക്ക് റൈഡിങ് ഒക്കെ ഉള്ള റേസിന് പോകാറുണ്ട്. അത്യാവശ്യം ട്രോഫികളൊക്കെ അവന്റെ ആവനാഴിയിലുണ്ട്. ബാംഗ്ലൂർ ഡേയ്സിലെ ദുൽഖർ സൽമാനാണ് അളിയെ. അവന് നിനക്ക് എന്താണ്ട് ആഗ്രഹം ഭാവിയില്? ഒപ്പം നടക്കാൻ. അല്ല, ഭാവിയിലളിയാ ഇപ്പൊ എന്താ പറയാ, എനിക്കൊരു അതായത് അടുത്ത ലെവലിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് റേസിംഗ്. ഇപ്പൊ നീ ഏത് ലെവലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളെ ഈ ഇന്ത്യയിൽ തന്നെ നടക്കുന്ന അത്യാവശ്യം, അതായത് ഞാൻ ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ ഞാൻ കോയമ്പത്തൂർ വരെ റേസ് ഓടിച്ചിട്ടുള്ളൂ, കോയമ്പത്തൂർ വരെ പോയിട്ടുള്ളൂ. ഇനി എനിക്ക് MRFന്റെ ഒരു എന്താ പറയുക, ഒരു ചാമ്പ്യൻഷിപ്പ് ഓടിച്ചിട്ടുണ്ട്. അതായത് നോവൈസ് കാറ്റഗറി ഓടിച്ചിട്ടുണ്ട്, ലോക്കൽ ബോയ്സിൻ്റെ കാറ്റഗറി ഓടിച്ചിട്ടുള്ളൂ. ഇനി ആ MRFലോട്ട് പോകണം, അതായത് MRFന്റെ എല്ലാ റേസും അറ്റൻഡ് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ലെവല് നമ്മുടെ പുറത്തോട്ടെങ്കിലും പോയി ചെയ്യാനൊരാഗ്രഹമുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്ലാറ്റ്ഫോം
അത്ര സുഖമായിട്ടുള്ള പ്ലാറ്റ്ഫോം അല്ല. എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ കൂടുതൽ ഈ മോട്ടോക്രോസ് അല്ലെങ്കിൽ ഈ ബൈക്ക് റേസിങ് അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലും ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് ഈ തൃശ്ശൂർ ഭാഗത്താണ്. തൃശ്ശൂർ, എറണാകുളം ഒരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് തൃശ്ശൂർ ആ ഒരു ഇതിനെ കുറിച്ച്. ട്രിവാൻഡ്രത്ത് അങ്ങനെ ഞാൻ ഇങ്ങനെ ട്രിവാൻഡ്രത്ത് ഒരു റേസ് ഇപ്പൊ ലാസ്റ്റ് നമ്മൾ 2018 or 2019 ആണ് നമ്മളെ ഡേർട്രിക്സ് നടത്തിയത്. അത് തന്നെയായിരുന്നു എത്രയോ വർഷങ്ങൾക്ക് ശേഷം നടത്തിയ റേസ്. അതിനു മുമ്പ് പണ്ട് നമ്മുടെ ഈ പുത്തിരിക്കണ്ടം മൈതാനത്ത് പണ്ട് റേസ് നടക്കും, ശംഖുമുഖത്ത് റേസ് നടക്കുമായിരുന്നു. അന്നൊക്കെ നമ്മൾ ഞാൻ കാണാനേ പോവുള്ളൂ. ജസ്റ്റ് അന്നൊക്കെ നമ്മൾ കൊച്ചു പിള്ളേരല്ലേ, അപ്പം കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ 2009 നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ മാറിയില്ലേ, ഞാൻ സ്കൂളിൽ നിന്ന് മാറി ഒരു 10th നമ്മൾ ഈ 10th പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് നമ്മൾ ഈ ചക്കാലമുക്കി തന്നെ നമ്മൾ വീടിനടുത്ത് നോക്കിയപ്പോൾ അതിനകത്തൊരു ബൈക്ക്, അന്ന് മറ്റേ ഈ മോഡിഫിക്കേഷൻ ബൈക്ക് ഞാൻ ആദ്യമായിട്ട് വലിയ ടയറൊക്കെ ഇട്ട വണ്ടികളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് സൈക്കിൾ ഓടിയതേ പോയിരുന്നു. അപ്പോൾ പവർ കട്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു 4 ലൈറ്റ് ഇങ്ങനെ ഇരുട്ടത്ത് ലൈറ്റ് മാത്രം കാണാം, ഫ്രണ്ടിൽ ഒരു ഹെഡ് ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട്, ഒരു 4 ഏതോ ഒരു വണ്ടി ലൈറ്റ്. അപ്പോൾ ഞാൻ ഇത് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ആ വർക്ക്ഷോപ്പിൽ അന്ന് കയറിയതാണ്. കയറി കറണ്ട് വന്നപ്പോഴത്തേക്ക് അവർ 3 പേരുണ്ടായിരുന്നു, പെട്ടെന്ന് ഞാൻ നിൽക്കുന്നു. ഇത് ഇവിടെ നിന്ന് പെട്ടെന്ന് ഇരുട്ടല്ലേ, ഞാൻ ഈ ലൈറ്റ് കണ്ട് പോയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പുറത്താണ് എൻ്റെ വീട്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിയാണ്, അപ്പോൾ നാളെയാണ് എൻ്റെ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞാൽ ഒരു വണ്ടി വെളിയിൽ വയ്ക്കാനുള്ള ഒരു വണ്ടിയൊക്കെ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് തൊട്ട് വർക്ക്ഷോപ്പ് കയറിയതാണ്. ഇപ്പോഴും അതുപോലെ വർക്ക്ഷോപ്പ് അന്ന് കയറിയ വർക്ക്ഷോപ്പ് എങ്ങനെ പോയാലും ഒരു 3-3.5 വർഷം ആ വർക്ക്ഷോപ്പ് അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാറി നമ്മുടെ ഉദയഗിരിയിലോട്ട് ഒരു വർക്ക്ഷോപ്പ് അവരങ്ങോട്ട് ഷിഫ്റ്റായി. പിന്നെ കുറേ ചേട്ടന്മാരെ വർക്ക്ഷോപ്പുകളിലൊക്കെ പോയി കുറേ പേരെയൊക്കെ അറിഞ്ഞ് അവരുടെയൊക്കെ നിന്ന് പണിയൊക്കെ കണ്ട് പഠിച്ച് ഇപ്പം ആ ഒരു ഫീൽഡിൽ ഇങ്ങനെ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഇവന്റെ വർക്ക്ഷോപ്പ് സൂപ്പർ ബൈക്സിനെ സ്പെഷ്യലൈസ് ചെയ്യുന്ന വർക്ക്ഷോപ്പാണ്. അത് നമ്മളെ KTM 200cc എബോ 200cc എബോ ആയിട്ടുള്ള ബൈക്ക്. സാധാ വണ്ടി വളരെ നമ്മളെ വണ്ടി അറിയാന്നുള്ള വണ്ടി മാത്രമേ ചെയ്യത്തുള്ളൂ, അല്ല വേറെ ആരും വണ്ടി. പിന്നെ 2 സ്ട്രോക്ക് ചെയ്യും. 2 സ്ട്രോക്ക് ആണ് ഏറ്റവും കുറഞ്ഞ വണ്ടിയായി ചെയ്യുന്നത്. 2 സ്ട്രോക്ക് കുറഞ്ഞ വണ്ടി എന്നല്ല അതാരും കമ്പറ്റ് ചെയ്യുന്നത്. ഞാൻ ഒരു 2 സ്ട്രോക്ക് ഫാനാണ്. ഈ സ്റ്റണ്ടിങ്ങിലോട്ട് എപ്പോഴാണ് നിനക്ക് സ്റ്റണ്ടിങ് അളിയാ ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ 2009 ആ സമയങ്ങളിൽ പുത്തിരിക്കൺ നമ്മളെ കനകക്കുന്നിൽ ഇതിൻ്റെ കോമ്പറ്റീഷൻ നടക്കുമായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു ഗോസ്റ്റ് റൈഡേഴ്സിൻ്റെ ടീം, പിന്നെ DNA റോഡ്സ്, HTRZ അങ്ങനെ 3-4 ടീമുകളുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷനാണ്. അത് കാണാൻ പോയതാണ്. അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മൾ ഇപ്പോൾ 9th 10th ആ സമയമാണ് കാണാൻ പോയപ്പോൾ സംഭവം കൊള്ളാം. എല്ലാവരും മറ്റേ ഒരു പേരിലെ എയറിലിരിക്കുന്നത് അടിപൊളി. എല്ലാ ദിവസവും എല്ലാ ഈ സ്കൂൾ ഇവൻ്റ് പിന്നെ എക്സിബിഷൻ ഉണ്ട് അവിടെ, ഈ വണ്ടികളുടെയൊക്കെ സൂപ്പർ കാറിൻ്റെയും സൂപ്പർ കാറില്ല അത്യാവശ്യം വിൻറ്റേജ് വണ്ടികളുടെയും ഈ സൂപ്പർ ബൈക്സിൻ്റെ അങ്ങനെയൊക്കെ ചെറിയ ഇതുണ്ട്. അപ്പോൾ അതിന് പോകും. നമുക്ക് വർക്ക്ഷോപ്പിൽ ചേട്ടന്മാർ ഈ മോഡിഫിക്കേഷൻ ചെയ്ത കുറേ വണ്ടികളുണ്ട്. അപ്പോൾ അതും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. RD പിന്നെ അങ്ങനെ കുറേ വണ്ടികളുണ്ട്, ഈ അവഞ്ചറൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതും കൊണ്ട് നമ്മൾ പോവും. അപ്പോൾ വൈകുന്നേരമാണ് ഈ പരിപാടി. അങ്ങനെ ഈ പരിപാടി കണ്ട് കൊള്ളാം, നല്ല രസമുണ്ട്. പിന്നെ ഞാൻ കോളേജിലൊക്കെ അതായത് തമിഴ്നാട്ടിൽ അഡ്മിഷൻ ആയതിനു ശേഷമാണ് നമ്മുടെ ചേട്ടനുണ്ട്, ലീ എന്നൊരു ചേട്ടനുണ്ട്. അപ്പോൾ പുള്ളി പണ്ട് സ്റ്റണ്ട്സൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ചേട്ടൻ ഒരു ദിവസം നമ്മൾ വർക്ക്ഷോപ്പിന് വിടുന്നപ്പോഴത്തേക്ക് എൻ്റെ ചോദിച്ചു വണ്ടി ഉണ്ടോ ആണെന്ന് ചോദിച്ചു, FC വല്ലതും ഉണ്ടാന്ന് ചോദിച്ചു. ഞാൻ ഒരു FC ചേട്ടൻ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് കൊടുത്ത് പുള്ളി അങ്ങോട്ടൊരു പോയിട്ട് തിരിച്ച് മറ്റേ റോളിംഗ് സ്റ്റോപ്പിൽ അടിച്ച് ഒരു വീട്ടിൽ ഇങ്ങനെ ഒന്ന് ലാൻഡ് ചെയ്ത്. കൊള്ളാം പോളി. നമ്മളെ കൂടെ ഉള്ള ഒരാൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇതായി. ഞാൻ പറഞ്ഞു ചേട്ടൻ എനിക്ക് പഠിപ്പിച്ച് തരുമെന്ന് ചോദിച്ചു. ഒന്നും ഇല്ലടാ, നേരെ പൊളിച്ച് വന്നിട്ട് ഈ ബ്രേക്കിങ് പിടിച്ചായെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സൈക്കിളിൽ അന്ന് ചെയ്യുമല്ലോ, അപ്പോൾ ഇനി സൈക്കിളിൽ ഒരു ഐഡിയ എൻ്റെ മൈൻഡിലുണ്ട്. ഞാൻ പറഞ്ഞാൽ സൈക്കിളിലൊക്കെ ചെയ്യുമായിരുന്നു. ഇവിടെ സൈക്കിൾ ചെയ്യുമ്പോൾ അല്ലേ ഇതിന് കുറച്ച് എഫേർട്ടുണ്ട്. അങ്ങനെ ആദ്യം എൻ്റെ അടുത്ത് തമാശയ്ക്കാണ് അങ്ങനെ പറഞ്ഞെങ്കിലും പുള്ളി എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഇങ്ങനെയാണ്, അതങ്ങനെയാണ്, ബ്രേക്കിങ് ഈ സമയത്ത് പിടിക്കണം, കുറച്ച് പുഷ് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ കണ്ണനൊക്കെ ആ സമയത്ത് വണ്ടിയുടെ സൈലൻസറൊക്കെ ചെയ്തിട്ട് അവിടെ നിൽക്കുന്ന സമയം. അപ്പം നമ്മളെല്ലാവരും എക്സിബിഷനൊക്കെ ഒത്താണ് പോകണം. ഞാൻ ഷെഫിൻ, കണ്ണൻ, ജീവൻ ചേട്ടൻ അങ്ങനെ കുറേ പേരുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ വണ്ടിയെല്ലാം സെറ്റ് ചെയ്ത്, അഭിഷേക് എന്നൊരു ഫ്രണ്ടുണ്ട് നമ്മളെ ചേങ്കോട്ടുള്ള, അവൻ്റെ ഒന്ന് FC വാങ്ങിച്ചിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാനും കണ്ണനും നമ്മളെല്ലാവരും കൂടെ നേരെ ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ ഒരു 150 പ്രാവശ്യം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു. പക്ഷേ എനിക്ക് പൊങ്ങുന്നുണ്ട്, പക്ഷേ ഈ വണ്ടി റോളായി പോകുന്നില്ല. അത് ലെങ്ത് ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് ബ്രേക്ക് പിടിക്കാൻ വണ്ടി ബാക്ക് ഇങ്ങനെ പൊങ്ങും. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഒരു 2 മണിക്കൂർ ഇങ്ങനെ ചെയ്ത് ഒരു 15 മിനിറ്റ് ഒരു 10-20 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് വന്നു, ലല്ലു എന്ന് പറയും. അപ്പോൾ വന്നിട്ട് എനിക്ക് പറഞ്ഞു, അല്ലെ ഇങ്ങനെയല്ല, നീ കുറച്ചുകൂടെ സ്പീഡിൽ വന്നൊന്ന് പിടിച്ച് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, കുറച്ചുകൂടെ സ്പീഡിൽ വന്നിട്ട് ബ്രേക്ക് പിടിച്ച് റിലീസ് ചെയ്തു. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് മൂവായി.
അന്ന് തൊട്ട് ഈ ഒരു റോളിംഗ് സ്റ്റോപ്പിൽ മാത്രം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലോട്ട് വന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇത് പഠിച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചേട്ടനെ കൊണ്ട് കാണിച്ചു. ലീ എന്ന് പറഞ്ഞ ചേട്ടനെ കാണിച്ചു പറഞ്ഞു, കൊള്ളാം, ഇനി നീ വീല് ചെയ്യാൻ പഠി എന്ന് പറഞ്ഞിട്ട് അടുത്ത ടാസ്ക് വന്നു. അങ്ങനെ നമ്മൾ ഈ ശനി ഞായറൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഈ പൂന്തി റോഡിലൊരു സ്ഥലമുണ്ട്, ആരും പോകാത്തൊരു സ്ഥലമാണ്. ഫ്ലോട്ട് തിരിച്ച് സെൻട്രലിൽ ടാറൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുൾ ഡേ ശനി ഞായർ അവിടെ ഫുള്ള് പ്രാക്ടീസ് തുടങ്ങി. ഒരു കമ്പും വെട്ടി ഇങ്ങനെ നിൽക്കും ചേട്ടൻ, കാലിൽ ബ്രേക്ക് എടുക്കാതിരിക്കും, അതായത് ബ്രേക്ക് പിടിച്ച് താഴണം, വേണ്ടി വീല് ചെയ്ത് ബ്രേക്ക് ചെയ്യുക. അതാണ് ബ്രേക്കിംഗ് പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ്. അങ്ങനെ ഒരു കമ്പും കൊണ്ട് നിൽക്കും, കാലെടുത്തതിന് അടി കാലിൽ. അങ്ങനെ ലാസ്റ്റ് ബ്രേക്കിംഗ് പഠിച്ച്. കണ്ണനൊക്കെ അന്ന് ബ്രേക്കിംഗ് പാടി കണ്ട് മുട്ടൊന്നുമില്ല കണ്ണന്. അടിയിട്ടണല്ലേ എരഞ്ഞു പോകും. കണ്ണൻ്റെ അടുത്ത് കാര്യം പറയും, എടേ ഇനി അഗ്രസീവ് ആവരുത്, കണ്ണ ഭയങ്കര വെപ്രാളമാണ്. ഞാൻ ഇങ്ങനെ വലിയ പഠിച്ച് ഇനിയിപ്പോൾ എനിക്ക് പഠിക്കണമല്ലോ കണ്ണ എടുത്ത് ഇങ്ങനെ പോക്കും. പക്ഷേ വണ്ടി ഭയങ്കര കണ്ണനെ ഭയങ്കര സമ്മതം എന്നറിയാമോ. കണ്ണൻ നല്ല രീതിയിൽ വണ്ടി ഇങ്ങനെ വീല് ചെയ്താലും കാൽ രണ്ടും താഴെ പോയാലും ഹാൻഡിൽ നിന്ന് വിടൂല. മുട്ടൊക്കെ എഴഞ്ഞ് വണ്ടിയായിട്ട് എവിടെയെല്ലാം പോയി വീണിട്ട് എണീച്ച് വരും. അല്ല, ഞാൻ രണ്ടും ഒരു രീതിയിൽ പറഞ്ഞാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവൻ അത്രയും ഇതാണ്, അതായത് വണ്ടിക്കൊന്നും പറ്റരുത് എന്നുള്ള ഒരു ഇതാണ്. ഇപ്പം ഞാനൊക്കെ അങ്ങനെയല്ല കേട്ടോ. ഞാൻ വണ്ടി വീഴുവെന്ന് ഉറപ്പാണ് ഞാൻ വണ്ടിയും കളയും. അല്ല, എനിക്ക് പറ്റൂല. മുറിവൊക്കെ ഭയങ്കര സീനാണ്. നമുക്ക് ശരിയാക്കാമല്ലോ, വണ്ടി ശരിയാക്കാം. ആ വണ്ടി ഇപ്പം അവൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്നത്. ഇപ്പം ഞാൻ അതിന് ശരിയായി കൊടുക്കണം. ഞാൻ അന്ന് പ്രാക്ടീസ് ചെയ്ത വണ്ടി ഇപ്പോഴും ഒരു ഷെഡിൽ കയറി ഇരിക്കുകയാണ്. ഞാൻ അവൻ ലാസ്റ്റായിട്ട് സംസാരിച്ചപ്പോൾ ശരിയാക്കി എടുക്കണം എന്ന് പറഞ്ഞൊരു FC ആണത്. ഞാൻ ആദ്യം തുടങ്ങി FC-ലാണ്. കണ്ണൻ 220-ലാണ്. പിന്നെ കണ്ണൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണൻ നൈസായിട്ട് ഇതിലോട്ട് സ്കൂട്ടായി. വേണ്ടല്ലയ്യ, ഞാൻ റേസിലോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് കണ്ണൻ കുറേ നാള് മറ്റേ സർക്യൂട്ട് റേസിങ്ങിന് ആശാൻ പോയ അങ്ങനെ അറിയാലോ. പറഞ്ഞിട്ടില്ലേ? അയ്യോ, കണ്ണൻ സർക്യൂട്ട് റേസിംഗ് പോയിട്ടുണ്ട് കണ്ണൻ. സർക്യൂട്ട് റേസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാരി മോട്ടോർ സ്പോർട്സിന്റെ ഒരു ഇതുണ്ട്, ചെന്നൈയിലെന്തോ ആണ്. പുള്ളി അവിടെ ചെന്നിട്ട് ആദ്യം വണ്ടി ഓടിച്ച് അവിടെ അവർ കൊടുത്തത് എനിക്ക് തോന്നുന്നു R15 ആണെന്ന് തോന്നുന്നു. R15 ആണെന്ന് തോന്നി. അങ്ങനെ R15 ആണ് അവന് ആദ്യമായിട്ട് കൊടുത്തത്. അപ്പോൾ കണ്ണൻ അവിടെ ഓടിച്ചപ്പോൾ കണ്ണന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ കണ്ണൻ പറഞ്ഞ് നിങ്ങൾക്ക് ജാക്കറ്റ് മേടിക്കണം, ഹെൽമെറ്റ് മേടിക്കണം, അങ്ങനെ കുറേ സംഭവങ്ങൾ മേടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണൻ പറഞ്ഞു ശരി ഇതെല്ലാം മേടിക്കാം. അങ്ങനെ കണ്ണൻ ഒരു മോട്ടോ ഗിയറിൻ്റെ ഒരു 5000-6000 രൂപയ്ക്ക് അന്നത്തെ ഒരു ജാക്കറ്റ്, ഹെൽമെറ്റ്, കുറേ സംഭവങ്ങൾ ആശാൻ മേടിച്ച്. അതിനുശേഷം പോയില്ല, അതെല്ലാം മേടിച്ച് വാങ്ങിക്കാൻ മാത്രമല്ല എല്ലാം ആശാൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആവുമ്പോൾ അങ്ങനെയാണല്ലോ. ആദ്യം എടുത്ത് ചാടി എല്ലാം വാങ്ങിച്ച് വയ്ക്കും, പിന്നെ പറയും വേണ്ട. അങ്ങനെ ആശാൻ ഇതെല്ലാം ഇപ്പം എൻ്റെ ഉണ്ട്. കാരണം ഞാൻ ഈ സ്റ്റൺസ് അത്യാവശ്യം ഒരു ഇതൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ എക്സ്ട്രീമേഴ്സ് എന്ന ടീമിൽ കയറി. അപ്പോൾ അപ്പം എനിക്ക് ബേസിക്കായി ഞാൻ ചെയ്യുള്ളായിരുന്നു. അപ്പോൾ അവർ അത്യാവശ്യം ഫ്രീ സ്റ്റൈൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് ചെയ്യുമെന്ന് വെച്ചാൽ, അപ്പോൾ ലാസ്റ്റൊക്കെ ആയപ്പോൾ അവരായിട്ടൊക്കെ നമ്മൾ പ്രാക്ടീസൊക്കെ ചെയ്ത് തുടങ്ങി. അപ്പോൾ റോളിംഗ് സ്റ്റോപ്പിയും അത്യാവശ്യം ലെങ്ത് വീലിയും ഒരു ഇതൊക്കെ എത്തി. അങ്ങനെ അന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബുള്ളറ്റുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ തൊഴിലാളിയെ ബുള്ളറ്റിലൊന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചുമ്മാ ഞാൻ വർക്ക്ഷോപ്പിനോട് നിന്നപ്പോഴത്തേക്ക് ജസ്റ്റ് വീൽ ചെയ്തു. ബുള്ളറ്റ് എടുത്ത് വീൽ ചെയ്തപ്പോഴത്തേക്ക് അത്യാവശ്യം ലെങ്തും ഉണ്ട്, ഹൈറ്റും ഉണ്ട്. അന്ന് മറ്റേ ഗോസഡേഴ്സിൽ അബി എന്നോട് ചേട്ടനുണ്ട്. പുള്ളിയാണ് അവിടെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ പുള്ളിയാണ് ആദ്യമായിട്ട് ബുള്ളറ്റ് വീൽ ചെയ്ത് സർക്കിൾസ് അടിച്ചിട്ടുള്ളത്. അങ്ങനെ എനിക്കൊരു ഒരു രീതിയിലോട്ട് പോകാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ബുള്ളറ്റിൽ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് ഷോ മോഹൻദാസ് കോളേജിൽ നമ്മൾ ചെയ്തു. ഫസ്റ്റ് ഷോ ചെയ്ത് അപ്പോൾ കണ്ണൻ എനിക്ക് ജാക്കറ്റൊക്കെ തന്ന് ഹെൽമെറ്റ് എല്ലാം എനിക്ക് തന്നു, നീ എന്നെ വെച്ചുതരാം, നിനക്കത് ആവശ്യം വരും, കാരണം എന്നെ തോന്നി ഇതെല്ലാം നീ വെച്ചേക്ക്. ഞാൻ പറഞ്ഞു കണ്ണൻ അല്ല, ആ സമയത്ത് ജാക്കറ്റൊക്കെ മസ്റ്റാണ്. നമ്മൾ സേഫ്റ്റി ഒക്കെ നോക്കിയിട്ട് കണ്ണൻ അങ്ങനെയുള്ള കുറെ നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അങ്ങനെ കണ്ണൻ ജാക്കറ്റ് തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അങ്ങനെ പോയാലും ഒരു 6-7 വർഷമായും തോന്നുന്നു. 2015 ആ സമയത്ത് തന്നെ 14-15 ആ സമയത്താണ് ഫസ്റ്റ് ഷോ ചെയ്യണം. അത് ഇപ്പോഴും ആ ജാക്കറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഹെൽമെറ്റ് തന്നു MDയുടെ. അങ്ങനെ അന്ന് തൊട്ട് ഞാൻ ഷോ എല്ലാം ചെയ്ത് ബുള്ളറ്റിലൊക്കെ ചെയ്ത് പിന്നെയുള്ള എല്ലാ ഇതിലും കണ്ണൻ എൻ്റെ ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. കണ്ണനായിരുന്നു നമ്മളെല്ലാവരും ഫോട്ടോസ് എടുക്കണം. ലോൺ എടുത്തിട്ട് ക്യാമറ, ട്രൈപോഡ്, അതെല്ലാം കൂടെ ഒരു 3 ലക്ഷം രൂപയുടെ ചെലവുണ്ട്. അങ്ങനെ കണ്ണൻ കുറെ നാള് നമ്മളെല്ലാവരും കൂടെ എവിടെ പോയാലും ഫോട്ടോ എടുക്കും. പിന്നെ ഈ അതിനിടയിൽ വേറെ കുഞ്ഞ് ടീമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാവരും കൂടെ ഈ മോഡിഫിക്കേഷൻ വണ്ടികളെല്ലാം കൊണ്ട് എക്സിബിഷൻ വയ്ക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എക്സ്ട്രീമേഴ്സിലോട്ട് വരണം.
പിന്നെ കണ്ണൻ ഫോട്ടോഗ്രാഫി, പിന്നെ കണ്ണനും സ്റ്റൺസിൻ്റെ ഒരു ഷോയിൽ ഇറങ്ങിയിട്ടുണ്ട് മുസ്ലിം അസോസിയേഷനിൽ. കണ്ണൻ്റെ R15 ആയിട്ട് കണ്ണൻ നമ്മളെല്ലാവരും ബാൻ ഔട്ട് ചെയ്യണം, അതിൻ്റെ ഇടയിൽ കണ്ണൻ കയറി ബാൻ ഔട്ടൊക്കെ ചെയ്ത ഒരു ഷോയെ കണ്ണൻ ചെയ്തിട്ടുണ്ട്. കണ്ണൻ ഇത് കേൾക്കുന്ന കണ്ണൻ കേൾക്കുകയാണെങ്കിൽ ഒന്നും തിരിച്ചു ചോദിക്കരുതല്ലോ. ഇത് മിക്കവാറും ക്ലിപ്പാക്കിയിട്ട് ഇടും. ഞാൻ ഒരു സ്റ്റണ്ടറായിരുന്നു കണ്ട. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, നല്ലൊരു സമയമായിരുന്നു അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ദിവസം 2 ഷോ, അതൊക്കെ ഭയങ്കര ഒരു ഇത് തന്നെയായിരുന്നു. കണ്ണൻ അതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കാനും കണ്ണൻ്റെ വണ്ടി കൊണ്ടുവന്ന്, കണ്ണൻ എല്ലാ കോളേജിലും വണ്ടി കൊണ്ടുവരും. വണ്ടി കൊണ്ടുവന്നിട്ട് അവിടെ ആരെങ്കിലും വല്ല ഷോ കാണിക്കുകയാണെങ്കിൽ അവിടെ കഴിഞ്ഞു വാ, ഞാൻ എന്ത് നമുക്ക് പൊട്ടിക്കണം. നൈസ വന്ന് കണ്ണൻ വണ്ടി താക്കോലിട്ട് ഫുൾ തൊട്ട് കൊട്ട ആടി ഒരു തീ, കണ്ണൻ്റെ വണ്ടിയിൽ നിന്ന് തീ, കോബ്ര ഹെഡ് കണ്ണൻ വെച്ചിരുന്നത്. പാമ്പിൻ്റെ ഒരു ഫേസാണ് എൻ്റെ ബാക്ക് സൈലൻസറിന്. കണ്ണൻ അങ്ങോട്ട് ഇങ്ങനെ അടിച്ച് പീടിച്ച് വെച്ച് ലാസ്റ്റ് കണ്ണൻ എന്താ പറയുമോ, ഇതെല്ലാം കഴിയുമ്പോൾ വണ്ടിയുടെ സൈലൻസർ മൊത്തം പഴുക്കും. കണ്ണൻ മറ്റേ സിനിമ സ്റ്റൈലിൽ ഒന്ന് സിഗരറ്റിൽ കത്തിക്കുന്നു. അല്ല, ഞാനാണ് കത്തിച്ചത്, ഞാൻ ഇപ്പൊ കണ്ണൻ്റെ പേര് പറഞ്ഞതേ ഉള്ളൂ. അല്ല എൻ്റെ അടുത്ത് ചേട്ടന്മാർ പറഞ്ഞാടാ നീ ഒരു കാര്യം ചെയ്യും, ജസ്റ്റ് നീ അതിലൊരു സിഗരറ്റ് കത്തിച്ച് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കത്തിച്ച് കണ്ണൻ്റെയിലാണ് തോന്നുന്നു കൊടുത്തത്. കണ്ണൻ്റെ സൈലൻസർ ഇല്ല, കണ്ണൻ മറ്റേ ഈ ടി വിയിലെ കാണുമ്പോൾ ഓറഞ്ച് കളറിൽ നിൽക്കുകയാണ്. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പഴുത്ത് ഫുള്ള്. ലാസ്റ്റ് കണ്ണൻ്റെ വണ്ടിയിൽ തീ മാത്രമേ വേണുള്ളൂ. അവിടെ നിന്ന് സൂപ്പർ ബൈക്കൊക്കെ ചെയ്ത് അവരെ മിണ്ടാതെ നിൽക്കുന്നു. അയ്യോ വണ്ടി ഇപ്പൊ കത്തോ പൊട്ടി തെറിക്കോ ഒരു പിടിയില്ല. അങ്ങനെ തീ എവിടെ നിന്നാണ് പറഞ്ഞത്? അല്ലെങ്കിൽ ഈ സൈലൻസർ കുറെ നേരം പൊട്ടിച്ച് ഇങ്ങനെ തീ ഇങ്ങനെ പോയണ്ട, ഫ്രീ ഫ്ലോ അല്ലേ. അപ്പോൾ ഇത് വീണ് ഇത് ഫുള്ള് മറ്റേ ചുട്ട് പഴുത്ത് മറ്റേ ലാവ് കണക്കാവും. കണ്ണൻ അതുവരെ അങ്ങനെ അടിച്ച് പിടിച്ച് കണ്ണന് പോയാൽ പോയി, അതൊന്നും തന്നെ കണ്ണൻ ഫുൾ ത്രോട്ട്. അവിടെ അത്രയും ഷോ കാണിച്ചോണ്ട് കണ്ണന് വേവ്, കണ്ണൻ അടിച്ച് പൊട്ടിച്ച് ലാസ്റ്റ് ഈ KGF ഈ കത്തിക്കണ സീൻ വരെ അവിടെ. അത് എനിക്ക് തോന്നുന്നു PA അസീസിൽ എന്തോ ആണ് ലാസ്റ്റ് നടന്നത്. അവിടുത്തെ ഷോയിലാണ് കണ്ണൻ ഈ ഒരു അഭ്യാസം കാണിച്ചത്. കണ്ണനല്ല, ഞാൻ സിഗരറ്റ് നമ്മൾ ഞാൻ വലിക്കൂല, അപ്പോൾ ഞാൻ കത്തിച്ച് കണ്ണന് കൊടുത്തത്. സിഗരറ്റ് പൊടിപ്പത് ആരോഗ്യത്തിന് കാര്യം, നീ കുടിച്ചോളെ. അതൊക്കെ ഒരു കാലം കളിയാ. അത് നല്ല കുറെ സുഹൃത്തുക്കളെ കിട്ടി അങ്ങനെ. ഇപ്പോഴും നീ സ്റ്റണ്ട് ചെയ്യാറില്ലടാ? ഇപ്പൊ സ്റ്റണ്ടിങ് കുറച്ച് പ്രശ്നങ്ങളായിരിക്കുകയാണ്, ഈ റോഡിൽ സ്റ്റണ്ട് ചെയ്യണതും അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കുന്നത് കൊണ്ട് ഇപ്പൊ ഇല്ല. ഇനി ഇൻഡോർ ആയിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. അതായത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ സ്ഥലം എല്ലാം വാങ്ങിച്ച് സെറ്റ് ആക്കി. സേഫ്റ്റി ആദ്യം കണക്കിലെടുത്തിട്ട്. സേഫ്റ്റി ഉണ്ട്, കാരണം നമ്മൾ റോഡിൽ ചെയ്യുമ്പോഴത്തേക്ക് പണ്ടൊക്കെ ഞാൻ റോഡ് ചെയ്തിട്ടില്ല എന്നല്ല, റോഡിലൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 2 സൈഡ് നോക്കും. 2 സൈഡും മറ്റേ ഷോപ്പിന്റെ ഇനോഗ്രേഷന്റെ വീഡിയോയിലും ബൈക്കിന്റെ മണ്ടിയിൽ നിന്ന് പോകണരുതുണ്ട്. ഫ്രണ്ട് റോഡിൽ അല്ല ഫ്രണ്ട് റോഡിൽ കൂടെ അത് നമ്മൾ 2 സൈഡ് ആളെ നിർത്തി 2 സൈഡും ബ്ലോക്ക് ചെയ്തിട്ട് തന്നെയാണ് അത് ചെയ്തത്. അതിൽ വീഡിയോയിലെ ബ്ലോക്കിംഗ് ഇല്ലെങ്കിലും അത് ബ്ലോക്കഡ് ആണ്. അല്ല പക്ഷേ 1 കിലോമീറ്റർ അപ്പുറത്ത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴ് മറ്റേ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഭയങ്കര ഒരു പ്രശ്നമായിട്ട് വരികയാണ്. അത് വരുന്നുണ്ട് ഓവർ സ്പീഡിൽ. ഇപ്പൊ ലാസ്റ്റ് ഒരു ആക്സിഡന്റിൽ 3 പേര് മരിച്ചു. വീഡിയോക്ക് വേണ്ടി എന്തോ സ്റ്റണ്ട് ചെയ്ത് പ്രശ്നം വന്നു. ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്തു 390 ആണോ? അതാണ് 250 അല്ല 150 എന്തോ 150 എത്ര കിലോമീറ്റർ പെർ അവറിലാണ് വന്നതെന്ന് പുള്ളിയുടെ ഗോപ്രോയില് ഇപ്പം ഒരാഴ്ച ആവുന്നേ ഉള്ളൂ. 3 പേരാണ് മരിച്ചത്. അത് 2 പേരും മിസ്റ്റേക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിക്കോൺ പുള്ളി എടുത്ത് റൈറ്റിലോട്ട് എടുത്ത് കയറ്റിയപ്പം വന്ന സ്പീഡിൽ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ എൻ്റെ CCTV ഒന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല, കാരണം വണ്ടിയുടെ സൈഡിലാണ് ഇടി കിട്ടിയിട്ട് പുള്ളി 3 പേര് സ്പോട്ടിൽ മരിച്ചുപോയി. ഒരാളെന്തോ രക്ഷപ്പെട്ടെന്ന് പറയുന്നത്, ഇത് 4 പേരെന്തോ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോഴത്തെ അങ്ങനെ കുറേ പ്രശ്നം നടക്കുന്നുണ്ട്. ഈ സ്റ്റണ്ട് റൈഡേഴ്സിനെ കുറിച്ചും ഇടയ്ക്ക് കുറേ പ്രശ്നം. അതായത് നമ്മൾ റോഡിൽ കിടന്ന് സ്റ്റൺസ് ചെയ്യുന്നു. നമ്മൾ ഈ റോഡിൽ കിടന്ന് സ്റ്റൺസ് ചെയ്ത് പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് അത് ചെയ്യാം. പബ്ലിക് പ്ലേസിൽ ഇപ്പം എന്താ പറയാ ഓപ്പൺ റോഡിലൊക്കെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ കവടിയാർ റോഡായിരുന്നു പണ്ട് ഏറ്റവും കൂടുതൽ ന്യൂസിൽ. അത് റേസിന്റെ അതായത് 2 വണ്ടി വെച്ച് ട്രാക്ക് റേസ് പോലെ ഇപ്പൊ അവിടെ ചെയ്യാൻ പറ്റും. ഇവിടെ 40 പുറത്ത് പോയി കഴിഞ്ഞാൽ അപ്പോൾ ക്യാമറ അടിക്കും. ഇടയ്ക്ക് കവടിയാർ ഒരു പ്രശ്നം ഉള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു, കാരണം അവിടെ ആ റോഡ് മാത്രമേ സ്ട്രെച്ച് ആയിട്ടുള്ളൂ. ശംഖുമുഖത്തും ഉണ്ടായിരുന്നല്ലോ. ശംഖുമുഖത്തുണ്ടായിരുന്നു. അവിടെ ഒരു ഒക്ടാവിയ വന്ന് ഇടിച്ചതാണ്. പിന്നെ ശംഖുമുഖത്തെ ആ റോഡ് റേസ് ചെയ്യാൻ ഭയങ്കര രസമുള്ള. ഡിവൈഡർ വെച്ചപ്പം കുറവാണ്. പണ്ട് ആ ഡിവൈഡറിന്റെ നടുക്കൂടെയായിരുന്നു കിടത്തി എല്ലാവരും. ആ ഒരു വളവ് ഭയങ്കര ഇതായിരുന്നു. ഞാനും നമ്മളൊക്കെ പണ്ട് അവിടെ ഓടിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്തായാലും അവിടെ ചെന്ന് ഓടിക്കാനൊന്നും പറ്റുന്നില്ല, ഡേഞ്ചറാണ്. ഒന്നാമത്തെ ഈ ഡിവൈഡറിന് ആർക്കും അറിയത്തില്ല, അതാണ് ഏറ്റവും വലിയ വിഷയം. പുതിയതായിട്ട് വന്ന് ഓടിക്കുന്ന ഡിവൈഡറിൽ ഇടിച്ചിരിക്കും, അത് ഉറപ്പാണ്. എടാ നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് റേസിന് അധികം പ്രാധാന്യം കിട്ടാതായി പോകാറുണ്ടല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്.
ഇല്ല, കാരണം ഇവിടെ ഒന്നാമത്തെ കാര്യം കഴിവുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതായത് റേസ് ഓടിക്കുന്നവരുണ്ട്, റാലി ഓടിക്കുന്നവരുണ്ട്, ഇഷ്ടം പോലെ. അതായത് ട്രിവാൻഡ്രത്ത് തന്നെ എങ്ങനെ പോയാലും, ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ലാസ്റ്റ് ഒരു ലോക്കൽ റേസ് വന്നപ്പോഴത്തേക്ക് തന്നെ ഒരുപാട് റൈഡേഴ്സ്, അതായത് ബുള്ളറ്റ്, ഞാൻ നേരത്തെ ഒരു വീഡിയോ കണ്ടില്ലേ, അതിൽ ഫുള്ള് ഈ അടുത്തടുത്തുള്ള കുറേ പയ്യന്മാർ ചുമ്മാ ഒന്ന് റേസ് അങ്ങ് ഇറങ്ങിയാണ്. അപ്പോൾ അവർക്ക് അത്രയും മെൻറ്റാലിറ്റി ഉണ്ട്, ഇത് റേസ് ഇറങ്ങാൻ താല്പര്യമുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇവിടെ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അതായത് ഈ ഇവിടെ നിന്നല്ല, കേരളത്തിൽ വളരെ കുറവാണ്. ഇപ്പോൾ തൃശ്ശൂർ അവർ എന്തോ ട്രാക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്, ഇതുപോലെ അക്കാഡമി കണക്ക് തുടങ്ങാൻ വേണ്ടി ട്രാക്ക് എത്രയോ ഏക്കർ സ്ഥലം എടുത്ത് ട്രാക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂരുണ്ട്, ബാംഗ്ലൂർ 2 സ്ഥലത്തുണ്ട്, 2 അത്യാവശ്യം നല്ല ഹെവി ട്രാക്കാണ് അവരുള്ളത്. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റിയ കുറേ ആക്സിഡൻറ്റ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കുറേ പേരെ നമുക്ക് ഇതിലോട്ട് നിന്ന് കയറ്റിക്കൊണ്ടുവരാൻ പറ്റും. റേസ് ഓടിക്കാൻ താല്പര്യമുള്ള പലരും ഉണ്ട്. അവരെയൊക്കെ ഇതിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അത്യാവശ്യം നല്ല ലെവലാണെങ്കിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഇവിടെ ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യണവർ കഞ്ചാവാണ്, വെള്ളം അടിച്ചിട്ട് ചെയ്യണയാണ്, സൈക്കോളാണ് എന്നൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇതിനൊരു ഹാർഡ് വർക്കിംഗ് ഉണ്ട്. ഇഷ്ടംപോലെ വേറെ വർക്കിംഗ്, പ്രാക്ടീസ് നമുക്ക് ചുമ്മാ ചെയ്യാൻ പറ്റത്തില്ല. അത്യാവശ്യം സ്ഥലമെല്ലാം കണ്ട് ഇതിൻ്റെ പിറകെ പോയി പൈസ കുറേ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്, വണ്ടി പണി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്ത് വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. കാരണം അവർക്ക് ഒന്നാമത്തെ ദിവസം ഫിനാൻഷ്യലി അവർ ബാക്കായിരിക്കും, പിന്നെ സ്ഥലമില്ലായ്മ. ഇപ്പോൾ എനിക്കാണെങ്കിൽ പോലും ഇവിടെ പ്രാക്ടീസ് ചെയ്യപ്പോൾ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് അവിടെ എന്തോ അവരെന്തോ കൺസ്ട്രക്ഷൻ്റെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവരിനി അവിടെ എന്തോ ഇത് വയ്ക്കാൻ പോകും, എന്താ അവരുടെ കെട്ടിടങ്ങൾ കൺസ്ട്രക്ഷൻ തുടങ്ങാൻ പോകും. മെഡിസിറ്റി അങ്ങനെ എന്തോ ഒരു തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആ സ്ഥലം പോയി. ഇനിയിപ്പോൾ അടുത്ത സ്ഥലമാണ് ഫൺപ്ലെക്സിന്റെ ബാക്കിലായിട്ട് വരുന്ന ഇടക്കഴക്കൂട്ടത്ത് അവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ ഇത്ര നാൾ ചെയ്തോണ്ടിരുന്നു. അതിപ്പം 7 ഏക്കർ കണ്ട് എടുത്തറ മെഡിസിറ്റി വരെയാണ് അവിടെ പുതിയ ഒരു മെഡിസിറ്റി അവർ പ്രോജക്റ്റ് തുടങ്ങി. അതുകൊണ്ട് ആ സ്ഥലവും പോയി. ഇനിയിപ്പം വേറെ സ്ഥലം കണ്ടുപിടിക്കണം. വിഷ്ണു, എനിക്കും അങ്ങനെയാടാ. ഈ സ്റ്റണ്ട് ചെയ്യണവരല്ലാതെ തന്നെ ഈ പുതിയതായിട്ട് ബൈക്കൊക്കെ എടുക്കൂലേ കുറേ പേര്, ആദ്യം എടുക്കുന്ന ഒരു ഡ്യൂക്കൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള കുറേ പേര് ആദ്യമേ ചുമ്മാ ഈ ഷോ കാണിക്കാൻ വേണ്ടി ഓടിച്ചിട്ട്, അതായത് ആദ്യമായിട്ടൊരു ബൈക്ക് കിട്ടുന്നത് ചിലപ്പോൾ സൂപ്പർ ബൈക്കായിരിക്കും, അത് ഷോ കാണിക്കാൻ വേണ്ടി എടുത്തിട്ട് ഒരു ഒരു റാഷായിട്ട് ഓടിച്ചിട്ട് എന്തെങ്കിലും ആക്സിഡന്റ് വരുമ്പോൾ ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ സ്റ്റണ്ട് കാണിച്ച് പേര് പറഞ്ഞ മിക്കവരും ഈ പ്രൊഫഷണലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അത് അവർക്ക് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഈ സൂപ്പർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക KTM ഡ്യൂക്ക് ബൈക്കുകൾ ഒരു കാലം വണ്ടിയാണ് എന്നുള്ള ഒരു പൊതുവെ ഒരു പറച്ചിലുണ്ട് ആൾക്കാരുടെ ഇടയിൽ. അത് നീ യോജിക്കണുണ്ടോ? അത് ഇല്ല, ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ +1 +2 പഠിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ട് ഓടിച്ച സ്പ്ലെൻഡർ ആയിരിക്കും, അല്ലെങ്കിൽ 100cc ആയിരിക്കും. ഗ്ലാമർ ആയിരുന്നു. അപ്പോൾ അതൊക്കെ 100cc കാറ്റഗറിയാണ്. അപ്പം നമ്മളൊക്കെ 100cc കാറ്റഗറി ഓടിച്ച് പിന്നെ ചിലപ്പോൾ ഒരു 150 യൂണിക്കോൺ, അടുത്ത സെക്ഷൻ ചിലപ്പോൾ യൂണിക്കോൺ ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മളതിലുള്ളത് പൾസർ 180 ഉണ്ട്. പിന്നെ ആ ഒരു സെഗ്മെൻറ്റ് നമ്മൾ ഓടിച്ച് നമ്മൾ ഇതിൻ്റെ പവറുമായിട്ടൊക്കെ ഒന്ന് യോജിക്കണം. അതായത് ഈ വണ്ടി അത്രയും ഇതാണ്. നമ്മളെ ഈ ഡ്യൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അഗ്രസീവാണ്. അതായത് ത്രോട്ടിൽ റെസ്പോൺസ് വളരെ കൂടുതലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കൊടുക്കുന്ന പോലെ വണ്ടി കയറി പോവും. അത്യാവശ്യം നല്ല പവറുണ്ട്, 24 bhp എന്തോ ഉണ്ട് വണ്ടിക്ക്. അപ്പം നമ്മൾ ഞാൻ ആദ്യമേ എടുത്ത എൻ്റെ വണ്ടി ക്രെക്സാണ്. ഒരു എൻ്റെ ചേട്ടൻ്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, 7000 രൂപയ്ക്ക് ഞാൻ ക്രെക്സ് എടുത്ത്. ഞാൻ +1 പഠിക്കുന്ന സമയത്താണ്. അത് കഴിഞ്ഞ് എടുത്ത് RX 135 ആണ്. അപ്പം ഞാൻ ഓടിച്ച് പഠിച്ച വണ്ടികളെല്ലാം 100cc. അപ്പോൾ 100cc നമ്മൾ അന്ന് അങ്ങ് ഏറ്റവും സ്പീഡിൽ ഓടിക്കും. കാരണം അന്നത്തെ നമ്മൾ ആ ഒരു തിളപ്പ് അങ്ങനെയാണല്ലോ. അപ്പം നമ്മൾ ഏറ്റവും സ്പീഡിൽ ഓടിക്കും. അപ്പോൾ നമുക്ക് ഇതായിട്ട് നമ്മൾ അങ്ങ് മാച്ച് ആവും. നമ്മൾ ഈ 100cc 135 120 ആ CC ആയിട്ട് നമ്മൾ അത്യാവശ്യം മാച്ച് ആവും. പെട്ടെന്ന് നമ്മളൊരു 200cc എടുത്ത് ഓടിക്കുമ്പോഴത്തേക്ക് അതും ഇതായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇതിന് കൊടുക്കുന്ന ത്രോട്ടും അതിന് കൊടുക്കുന്ന ത്രോട്ടും തമ്മിൽ രാപ്പൽ വ്യത്യാസം. ഇപ്പോഴത്തെ +1 +2 പിള്ളേർക്ക് ഫസ്റ്റ് വണ്ടി ഡ്യൂക്കാണ്. നമുക്ക് അന്നത്തെ സമയത്ത് സ്പ്ലെൻഡർ ആണെങ്കിൽ അവർക്ക് ഇപ്പോൾ ഏറ്റവും ഫസ്റ്റ് വണ്ടി അവർ കാണുന്ന ഡ്യൂക്കാണ്. നോക്കുമ്പോൾ എല്ലാ ചേട്ടന്മാരുടെ കയ്യിലും ഡ്യൂക്ക് എടുത്തതിന് ഇത്ര സ്പീഡിൽ പോവാം. ഇതിൽ അതായത് ഈ വണ്ടിക്കൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അഗ്രസീവാണ്. ബ്രേക്കിംഗ് അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ആണ് വണ്ടിക്ക്. ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷനിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് വരുന്നത്. അതായത് ഇവരിപ്പം 100-110 സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ വണ്ടി എങ്ങനെ ബ്രേക്ക് ചെയ്ത് നിർത്തണമെന്ന് അവർക്കൊരു ഐഡിയ കാണത്തില്ല. ഫസ്റ്റ് എടുക്കണ ഒരു കാര്യം ഞാൻ പറയുകയാണ്. ചിലപ്പോൾ ഇത് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് അത്യാവശ്യം നല്ല ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ളൊരു ആളുടെ, ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഡ്യൂക്ക്. അപ്പം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കൈ കൊടുത്ത് ഓടിക്കാറുണ്ട്. പക്ഷേ ഇതിനൊരു ആവറേജ് വരെ നമ്മൾ ഇന്ത്യൻ റോഡിൽ, കേരള റോഡായാലും ഇന്ത്യൻ റോഡായാലും ഹൈവേയിൽ ഓടിക്കുന്നത് വലിയ വിഷയം വരത്തില്ല. നമുക്ക് ഓപ്പൺ ആയിട്ട് പോവാം. പക്ഷേ ഈ കർവൊക്കെ വരുന്നത് നമ്മളെ റോഡിനെയും കൂടെ ഡിപ്പെൻഡാണ്. അതായത് ഈ കർവിൽ ചിലപ്പോൾ നമ്മളെ ഈ ടയറും നമ്മൾ ആ റോഡും തമ്മിൽ നല്ല ഇത് കാണും, ടെറേൻ കുറവായിരിക്കും. അപ്പം അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നത്. അതായത് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഇത് കയ്യിൽ നിന്ന് പോകുന്നത്. ഇപ്പം നമ്മളെ ഈ 100cc
കൺട്രോൾ ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് 200cc എടുത്ത് ഓടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ബ്രേക്കിംഗ് ഇതിൻ്റെ ബ്രേക്കിംഗ് പോലെ വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻ്റ് ഉണ്ട്. ഈ ശ്രീകാന്ത് പറഞ്ഞ പോലെ ഫസ്റ്റ് എടുക്കുന്ന വണ്ടി ഡ്യൂക്കാണ്. ഡ്യൂക്ക് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവൻ സാധാ വണ്ടി ഓടിക്കും പോലെ അതിനടുത്ത് ഓടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ കൈ നിൽക്കത്തില്ല, ആക്സിഡന്റ് ഉണ്ടാവും. അതുപോലെ ഇഷ്ടംപോലെ പയ്യന്മാർ പോയിട്ടുണ്ട്, എനിക്കറിയാം. ഡ്യൂക്കിന്റെ പെർസെന്റേജ് ഭയങ്കര കൂടുതൽ തന്നെയാണ്. ഡ്യൂക്ക് അതെ നല്ലൊരു വണ്ടിയാണ്. അതൊരു അഫോർഡ്, എനിക്ക് തോന്നുന്നു ആ ഒരു കാറ്റഗറിയിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ്. വണ്ടി നല്ലൊരു വണ്ടിയാണല്ലേ, നല്ല അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻസ് ചെയ്യാനും കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു രീതിയിൽ കൊണ്ടുപോകാൻ അത്യാവശ്യം. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന വണ്ടിയായതുകൊണ്ട് പോലീസുകാർക്ക് ഒത്തിരി ഇഷ്ടമുള്ള വണ്ടിയാണ്. പോലീസുകാർ എപ്പോൾ കിട്ടിയ ഡ്യൂക്ക് മക്കളെങ്കിൽ ഡ്യൂക്ക് നീ സാറേ ഒരു ഫ്രീക്കനെ കിട്ടിയിട്ടുണ്ട് ഡ്യൂക്ക്. എടാ പക്ഷെ അതേപോലെ തന്നെ ഈ നമ്മുടെ ഇന്ത്യൻ റോഡുകളിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ തന്നെ അവരുടെ ഈ ഡ്രൈവിംഗ് സ്റ്റൈലൊക്കെ ശരിയാണ്, കറക്റ്റ് ആണ്? അതും ഒരു പ്രശ്നമാണ്. കാരണം ഇഷ്ടംപോലെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരും കറക്റ്റായിട്ട് ഓടിച്ചില്ലെങ്കിൽ ഇപ്പൊ സ്പീഡിൽ പോകണമെന്നാണെങ്കിലും. കാരണം നമ്മളെ ഈ പ്രായമുള്ള അത്യാവശ്യം ഒരു 50-60 ഏജ് ഉള്ളവരൊക്കെ ഒന്നും നോക്കാതെ എടുത്ത് നമുക്ക് വെച്ച് തരും റൈറ്റിലോട്ടെ തിരിഞ്ഞ്. അപ്പം ഞാനൊക്കെ വരുന്ന സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാർ റൈറ്റിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതിന് പക്ഷേ ഞാൻ എൻ്റെ സ്പീഡ് കൂടുതലാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവരിടിച്ച് മാറ്റാനേ എനിക്ക് പറ്റത്തുള്ളൂ. ഇതിപ്പം ലാസ്റ്റ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് അതെന്താ ഞാൻ എന്ത് പറയാനോ അളിയാ. അല്ല അങ്ങനെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരെ കിടക്കുന്ന റോഡ് ഞാൻ ഇപ്പം അത്യാവശ്യം കൈ കൊടുത്തു ഒരു 70-80 വന്നാലും എൻ്റെ അടുത്തെത്തുമ്പോൾ അവർ നമ്മൾ വിചാരിക്കുന്നില്ല അവർ പെട്ടെന്ന് എടുത്ത് വെക്കുകയാണ്. അവരെടുത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം നോക്കും, നമ്മളെ കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റുകയാണെങ്കിൽ മാത്രമേ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അവരൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്. കിട്ടിയിട്ടുണ്ട്. ഈ ബൈപ്പാസ് റോഡിലൊക്കെ ഇവർ ഇങ്ങനെയാണ് ഷിഫ്റ്റ് പെട്ടെന്ന് ഒരു എടുത്ത് വെച്ചുതരും. അവർ നോക്കിയൊന്നുമില്ല, വളരെ കുറവാണ്. അതൊരു കാർ പോലെയാണ് പോണെങ്കിലേ ബൈക്ക് പോലെയാണ് തിരിക്കുന്നത്, തിരിച്ചു തരും. ഇഷ്ടംപോലെ ആക്സിഡന്റ്, അതായത് ഇഷ്ടംപോലെ വീഡിയോസിൽ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അതായത് ഈ ഓട്ടോ എടുത്ത് വെക്കുന്നത്, ബൈക്ക് എടുത്ത് വെക്കുന്നത്, കാർ പോലും മറ്റേ ഇൻഡിക്കേറ്റർ ഇടാതെ ഫാസ്റ്റ് ട്രാക്കിലോട്ട് പെട്ടെന്ന് എടുത്ത് കയറ്റിയാണ്. അപ്പോൾ ഈ വരുന്നവർ നേരെ ഡിവൈഡിലോട്ട് ഇടിച്ച് ആക്സിഡന്റ് ഇഷ്ടംപോലെ വളച്ചിട്ടാണ് നോക്കണത്. അവരെല്ലാം കഴിഞ്ഞിട്ടാണ് ഇല്ലല്ലോ ഭാഗ്യം. എന്നിട്ട് ഇവര് ഈ പതുക്കെ എടുത്തായിരിക്കും ഇങ്ങനെ വയ്ക്കണത്. എന്നിട്ട് ഈ ഇപ്പൊ സ്പീഡിന് വന്നവൻ ചിലപ്പോൾ മര്യാദക്കായിരിക്കും ഓടിച്ച് വന്നത്, ഇനി അവന്റെ ഓവർ സ്പീഡ് കാരണം നാട്ടുകാരെല്ലാരും കൂടെ കയറി ഇഷ്ടംപോലെ വരാറുണ്ട്. അതിനാണ് ഇപ്പൊ എല്ലാരും ഈ പയ്യന്മാര് കൂടുതലും ഗോപ്പർ വെക്കും. ഇത് അവരുടെ മിസ്റ്റേക്ക് അല്ല എന്ന് പ്രൂവ് ചെയ്യണവരുണ്ട്. ചിലപ്പോൾ അവരൊരു ഇതുപോലെ യൂട്യൂബേഴ്സ് വെക്കുന്നവരുണ്ട്. അതിലിഷ്ടംപോലെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് പഴി മൊത്തം യവനായിരിക്കും. യവൻ ചിലപ്പോൾ കറക്റ്റ് സ്പീഡ് 60-ലായിരിക്കും വരുന്നത്. യവൻ 120-ലാണോ ഞാൻ കണ്ടു. എന്നെ ഓവർടേക്ക് ചെയ്ത് പോയപ്പോ ഹൂന്ന് പറഞ്ഞു ആൾക്കാർ അപ്പം എന്നിട്ട് അത് ലാസ്റ്റ് അവന്റെ തലയെ കൊണ്ടുപോയി. അങ്ങനെ കുറെ കേസ് നമുക്ക് അറിയാം. അത്യാവശ്യം കുറെ എന്താ പറയാ റോഡ് എടുത്ത് ചാടി, അതായത് ക്രോസ് നോക്കാതെ എടുത്തങ്ങ് ചാടും. എടുത്ത് ചാടുമ്പോഴത്തേക്ക് ഇവൻ വിചാരിക്കും ഇപ്പം ചാടൂല, പിന്നെ ചാടും. അവൻ അടുത്തെത്തുമ്പോഴേക്കും ഇവരെടുത്തങ്ങ് ചാടുന്നു. ഇടിച്ച് കാലൊടിഞ്ഞ ഒരു കേസ് കുറെ എനിക്കറിയാം. എല്ലാം നമ്മളെ എല്ലാവരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. ബാക്കി കൊണ്ടുവന്നിടിക്കണതാ, സിഗ്നലിൽ നിന്നിട്ട് ഒരു ബാക്കി കൊണ്ടുവന്നിടിക്കും. ഇതിൽ ഇഷ്ടം പോലെ അത് നടക്കാറുണ്ട്. അത് പക്ഷെ അത് ബാക്കി കൊണ്ടുപോയി സഡൻ ബ്രേക്കിങ്ങിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ശ്രദ്ധിക്കാതെ ഇങ്ങനെ നോക്കി ഫ്രണ്ട് സിഗ്നൽ ഒരൊറ്റ ചവിട്ട് ഫസ്റ്റ് ഇടി. അതുപോലെ നമ്മുടെ സ്പീഡ് ട്രാക്ക് ഇല്ലേ, അതിൽ കൂടെ ചിലർ പോകാൻ കണ്ടിട്ടുണ്ടോ? പതുക്കെ പോകും. ഒരു സ്കൂട്ടർ മറ്റേ സ്കൂട്ടറല്ല ആക്റ്റീവയിലൊക്കെ ആന്റിമാരിങ്ങനെ പതുക്കെ ഇങ്ങനെ പോടാ. അതിനെ കുറിച്ചൊരു ഐഡിയ നമ്മളെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ ഷിഫ്റ്റ് ചെയ്യൂലേ, അതായത് ലൈൻ ചേഞ്ച് ചെയ്യണ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊന്നും ഇല്ല. കണ്ടിട്ടില്ല? ആ സ്പീഡ് ട്രാക്കിൽ തന്നെ ലൈൻ ഒന്നും ചേഞ്ച് ചെയ്യണ ആരും നോക്കൂല, പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റും. നമ്മൾ ജസ്റ്റ് ലൈൻ ചേഞ്ച് ഇൻഡിക്കേറ്റർ ചെയ്യണത് 2 സെക്കൻഡ്. ഇത് അങ്ങനെയൊന്നും ഇല്ല, ജസ്റ്റ് എടുത്ത് വെച്ചേരും. അതേപോലെ ഫ്രണ്ടിലൊക്കെ കിടന്ന് എഴയും വണ്ടികൾ ചിലതൊക്കെ. കാരണം എടാ ചില സമയത്ത് നമ്മളാണെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. കാരണം അവർ സിഗ്നലൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഒരു കോൺഫിഡൻസിൽ പോകുമ്പോഴായിരിക്കും അവന്മാർ ഇൻഡിക്കേറ്റർ ഇട്ടാ തിരിഞ്ഞു വരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ തീർന്നില്ലേ? ഈ ഒരു കാൽക്കുലേഷൻ വെച്ചാൽ നമ്മൾ പോകുന്നത്. നമ്മളെല്ലാം കാൽക്കുലേഷനാണ്. ഒരു അവരുടെ കാൽക്കുലേഷൻ തെറ്റിയാലും നമ്മൾ തെറ്റിയാലും പ്രശ്നം ആണ്, രണ്ടുപേർക്കും പ്രശ്നമാണ്. ഇപ്പം നോർത്തിലാണെന്ന് തോന്നുന്നു ഒരു വീഡിയോ ഉണ്ട്. അതായത് ഒരു സ്കൂട്ടറുകാരൻ വരെയായിരിക്കും, അപ്പോഴത്തേക്കും ഒരു കണ്ടത് ഇത് പോലീസുകാരൻ്റെ ഡോർ അടി. അപ്പം ഇവൻ പതുക്കെ വലിയ സ്പീഡൊന്നും ഇല്ല, ഡോറിൽ വന്ന് ഇടിച്ച് അവങ്ങ് വീഴും. ഇവൻ വീണിട്ട് അവൻ ഇങ്ങനെ എണീക്കുമ്പോഴത്തേക്കും പോലീസുകാരൻ പറയുന്നില്ല ആത്തി എടുത്തുകൊണ്ട് വന്നു അടി. ഇവനെ തന്നെ തിന്നും അടിച്ചുകൂടാ. അവന്റെ പ്രശ്നമാണ്. അത് പഴയ വീഡിയോ വീണ്ടും അത് കുത്തി പൊക്കിയാണ്. വീട് പഴയതാണ്. പ്രശ്നം ആ പോലീസുകാരൻ്റെ ആണ്, നോക്കാതെ ഡോർ തുറന്നത്. അടി കിട്ടുന്നത് മറ്റവന്. ലാത്തി എടുത്ത് വെച്ച് തന്നെ തുന്നു അടിച്ചോളാം. നമ്മുടെ ഈ ട്രാഫിക് എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ആയിട്ടല്ല പോകുന്നത്, എല്ലാം
കുത്തിക്കയറ്റി എങ്ങനെയെങ്കിലൊക്കെ അങ്ങ് ശാന്തമായ ഡ്രൈവിംഗ് തന്നെയാണ്. ഇന്ത്യയിലെ ഡ്രൈവിംഗ് പൊതുവേ ഇന്ത്യയിൽ ഓടിക്കുന്നവർക്ക് പുറത്ത് അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റുമെന്ന് പുറത്തുനിന്ന് വന്നവരൊക്കെ ഇവിടെ കണ്ടല്ലോ, ഇവിടുത്തെ ട്രാഫിക് കാണുമ്പോഴത്തേക്ക് അയ്യോ തല ഇറങ്ങുന്നതെന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ പിന്നെ കുഴപ്പമില്ല. നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡൽഹി ഹരിയാന സൈഡിലോട്ട് പോകുമ്പോൾ ബൈക്കൊക്കെ ബുമ്മെന്നും പറഞ്ഞു വരും. ഇപ്പോൾ ഒരു കാർ ഇങ്ങനെ പോകുന്നു, സ്കൂട്ടർ ഇങ്ങനെ പോകണം, നല്ല ഓട്ടിക്കാമാരിൽ ഇങ്ങനെ പോകണം. കുറച്ച് കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും പശു, ആട്, പോത്ത്, ഒരു സൈഡിൽ ഒരു ലോഡ് ചാണക റോഡിന്റെ നടുക്ക് ഇതിലൊക്കെ കൊണ്ടുപോയി പോകേണ്ടത്. അത് ബാംഗ്ലൂർ ഞാൻ പോയപ്പോഴും കണ്ടിട്ടുണ്ട്, സ്ട്രീറ്റിൽ കൂടെ പശുക്കളൊക്കെ ചുമ്മാ അത് കൂടെ നടന്നു. ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇത് ഞങ്ങൾ അവിടെ ആയിരുന്നു, ഇതിപ്പോ പ്ലേറ്റിലായിരുന്നു പറഞ്ഞോ. അവ ഇങ്ങനെ മിക്കവാറും പ്ലേറ്റിലായിരുന്നു. ഇങ്ങനെ പറയണവര് നമ്മൾ ഇവിടെ പ്ലേറ്റിലാക്കാറുണ്ട്. അയ്യോ എടാ ചുമ്മാ കറങ്ങി കിടക്കണടാ ഒരു ഇതും ഇല്ലാത്ത. ആ ഡൽഹിയിലൊക്കെ ആണെങ്കിലേടാ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന രോഹിണി എന്ന് പറഞ്ഞ സ്ഥലത്ത് അകത്തൊരു റോഡുണ്ട്, അതിലെ കൂടെയാണ് അപ്പാർട്ട്മെൻറ്റിൽ പോകുന്നത്. അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് ഈ സൈഡിൽ വേസ്റ്റ് കൂട്ടിയിട്ടേക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് വേണ്ട അവിടെ ഉള്ള ആ പശുവും ഇതുമൊക്കെ ഫുഡ് തിന്നണത്. അത് കണ്ടാൽ തന്നെ, അത് കണ്ടു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ പാലും കുടിക്കാൻ തോന്നൂല. അങ്ങനത്തെ രീതിയിലാണ് അവിടെ പശുവൊക്കെ വളരണത്. അത് പോട്ട്. എടാ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിനെന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും? നിനക്ക് എന്താണ് തോന്നണം? ചേഞ്ച് കൊണ്ടുവരാൻ 2-3 ഇവന്റ് ഇവിടെ നടത്തണം. എങ്ങനെയാണ് ഈ മോട്ടോക്രോസ് റേസിങ്ങിൻ്റെ ഇപ്പം ലാസ്റ്റ് ഗ്രീൻഫീൽഡിൽ നടത്തിയതുപോലെ റേസ് നടത്തണം ഇവിടെ. അതായത് ഇവിടുത്തെ പോലീസുകാർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഒരു കാണിച്ച് കണ്ണന്തിരുവാണ്, ഒരു സ്റ്റഫ് ബോയ്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതായത് ബൈക്ക് ഓടിക്കുക അല്ലല്ല കുറെ ലാസ്റ്റ് എന്നെ കണ്ട എല്ലാരും പറയും ബൈക്ക് ഓടിച്ചു വന്ന് കയറുമ്പോഴത്തേക്ക് കണ്ണൊക്കെ ചുവന്നിരിക്കും. അല്ല അത് നമുക്ക് ഈ ടോട്ടലറാണ് ആണാണ്. യവൻ സത്യം പറയാൻ വെള്ളം അടിക്കൂല, അങ്ങനെയുള്ള ഒരു ദുശീലല്ലോ, പുകവലിയൊന്നുമില്ല. എന്നാ യവനെ കണ്ടു കഴിഞ്ഞാലാണ് എല്ലാരും പറയണം യവനാണ് ഈ കൂട്ടത്തിലുള്ളതില് കണ്ണൊക്കെ ചോദിച്ചു. നല്ല അഭിനയമാണ്. അന്ന് ഹാഷിമിനെ അടിയടാ. അത് മറ്റേ നമ്മുടെ സ്കൂളിൽ ഒരു ഇതിൽ എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഫാൻസി ഡ്രസ് കള്ളുകൂടി എന്നെ ഞാൻ നോക്കുമ്പോ എനിക്ക് ബെസ്റ്റ് ആക്ടർ എന്ന് ഞാൻ പോലും അറിഞ്ഞില്ല. അതിപ്പോഴും ഇരിപ്പുണ്ട് വീട്ടിൽ. ഞാൻ എന്തിനാണ് തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല അത് ഞാൻ പറഞ്ഞു, അത് ഇപ്പം കുറേയൊക്കെ മാറി. അതായത് കുറച്ച് കാലം മുമ്പ് ഇങ്ങനെ കുറേ ഒരു ദുഷ്പേരുണ്ടായിരുന്നു ഈ റൈഡേഴ്സിനെ കുറിച്ച്. ഇപ്പം കുറേ, അതായത് കുറച്ച് പയ്യന്മാരൊക്കെ ഇപ്പം SI-മാരൊക്കെ ആയിട്ടുണ്ട്. അവർക്ക് ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അവർക്ക് കുറേയൊക്കെ മനസ്സിലാവും. കുറച്ച് പ്രായമുള്ളവർക്കാണ് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ലാതെ അവൻ്റെ റേസ് ബൈക്ക് മറ്റേ മൽഗാടും പൊക്കി വരുമോ അവൻ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും. അങ്ങനെ നമ്മൾ അത്യാവശ്യം നല്ല SI-മാരുണ്ട്. അവിടുത്തെ സംസാരിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് നടത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണെങ്കിൽ നിങ്ങൾക്ക് പെർമിഷൻ കിട്ടും, നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ ഈ കാണാൻ വരുന്നിട്ട് തിരിച്ചു പോകുന്ന പയ്യന്മാരുണ്ട്, അവന്മാർ റോഡിൽ കിടന്ന് കുറച്ച് ഷോ കാണിക്കും. ആ സമയത്താണ് ഈ പോലീസിന് സീനാവുന്നത്. അവനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇവൻ്റ് കൊണ്ടുവന്ന് നീയൊക്കെ റേസിങ് കഴിഞ്ഞ് പോയി അന്ന് രാത്രി അവിടെ കിടന്ന് അലിമുണ്ടാക്കിയമാർ നമ്മളെ തലയിൽ കയറി എന്നും പറഞ്ഞ് അവർ കുറേ പ്രശ്നം ഉണ്ടാകും. മനസ്സിലായി? അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ ഈ റേസ് പരമായിട്ടുള്ള കാര്യങ്ങളിലുണ്ട്. ഈ റേസ് ഓർഗനൈസ് ചെയ്യണവർ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാതെ കൂടെ ശ്രദ്ധിക്കേണ്ടത്. അത് റോഡിലെ പ്രശ്നം അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇവന്റ് കഴിയുമ്പോൾ ഒരു ഓളം വരുമല്ലോ, ഇതെല്ലാം കാണുമ്പോഴേ മൈൻഡ് അഡ്രിനാലിൻ റേസ് ചെയ്തവരൊക്കെ പ്രൈസും വാങ്ങി വീട്ടിൽ പോയി കാണും. അത് കണ്ടോണ്ടുന്നവരായിരിക്കും. അല്ല നമുക്ക് ഈ ചില സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ആവേശം അല്ല നമുക്ക് എനിക്ക് ഇപ്പോഴും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തുണ്ടെങ്കിലും നൈസായിട്ട് ഒരു വണ്ടി എടുത്ത് ട്രാക്കിലോട്ട് വരിക. അത് നമ്മൾ റോഡിൽ കാണിക്കുന്നതും ഈ ട്രാക്കിൽ കാണിക്കുന്നതും നല്ല വ്യത്യാസമുണ്ട്. കാരണം ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞാനൊക്കെ ആദ്യമേ റോഡിൽ കിടന്ന് ഇഷ്ടം പോലെ പൊളിച്ച് പോയിട്ടുണ്ട്. അപ്പം ആ ഒരു ഇതിൽ കണ്ടതിന് ശേഷം ഞാൻ റേസ് കാണാൻ പോയി. റേസ് കാണാൻ പോയപ്പോഴത്തേക്കാണ് അപ്പോഴും ഇത് സിമ്പിൾ പോലെയല്ലേ എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. നമ്മൾ ഈ റോഡ് ഓടിക്കും പോലെ അത് മണ്ണിൽ ഓടിക്കുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിനായിട്ട് നല്ല വ്യത്യാസമുണ്ട്. നല്ല രീതിയിൽ മോട്ടോർ ഓഫ് റോഡ് റേസ് ഓടിക്കുന്ന എല്ലാവർക്കും അറിയാം. അത് നല്ലൊരു റോഡും ഈ രണ്ട് ടെറൈനാണല്ലോ, അപ്പോൾ എന്തായാലും വ്യത്യാസങ്ങൾ വരും. ഇത് ഓടിക്കുമ്പോൾ അത്യാവശ്യം സ്റ്റാമിന വേണം, ഹാൻഡ് പവർ, സ്റ്റാമിന. പിന്നെ ഇത് കുറേ കാൽക്കുലേഷനാണ്. ഇങ്ങനെ ടേൺ എടുത്താൽ നമുക്ക് ടേൺ കിട്ടുള്ളൂ, വരണ സ്പീഡിൽ ടേൺ എടുത്ത് പോകണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് കണ്ടു നിൽക്കുന്നവർക്കൊക്കെ ഒരു ഇതായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ വീട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കാണ്
ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ ഒന്ന് പഠിക്കാനുണ്ട്. പഠിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടം പോലെ മെസ്സേജ് വരും, എങ്ങനെയാണ് ചേട്ടാ ഇതിലോട്ട് വരുന്നത്, ഇത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപയോഗമുണ്ടോ. അവർ ചോദിക്കുന്ന ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഫിനാൻഷ്യൽ എന്തെങ്കിലും കിട്ടുമോ, ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് വന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ നല്ല പെർഫോമർ ആയിരിക്കണം. പക്കയായിട്ട് പ്രാക്ടീസ് എല്ലാം ചെയ്തത് ഫുൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് പ്രോഫിറ്റ് കിട്ടുള്ളൂ. കാരണം ഞാൻ ഒരു റേസിന് പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് എൻ്റെ ചിലവ് തന്നെ 8,000-9,000 രൂപയാണ്. ഇവിടെ നിന്ന് ഇപ്പം കോഴിക്കോടല്ല, പാലക്കാട്, പിന്നെ കോയമ്പത്തൂർ, എറണാകുളം, തൃശ്ശൂർ, കോട്ടയം, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ റേസ് നടക്കുന്നത്. ഞാൻ പോയിട്ടുള്ള റേസുകൾ അങ്ങനെയാണ്. അവിടെയൊക്കെ അത്യാവശ്യം പോയിട്ട് നല്ലൊരു എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് എല്ലാം നമ്മൾ വണ്ടിയും കൊണ്ടല്ലേ പോകണം. നമ്മളെ വണ്ടി കൊണ്ടുപോകണം. നമ്മളെ വണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ഇന്നോവ പിടിച്ച് റെൻ്റ് എടുത്ത് അതിനകത്ത് വണ്ടി പൊളിച്ച് കയറ്റി അവിടെ ചെന്ന് വീണ്ടും ഈ വണ്ടി ഇറക്കി ഫുൾ അസംബിൾ ചെയ്ത് വീണ്ടും റേസ് ഓടിക്കുന്നു. റേസ് കഴിഞ്ഞിട്ട് ഇതെല്ലാം വീണ്ടും പൊളിച്ച് വീണ്ടും ഇതിനകത്ത് അത് നല്ലൊരു മെനക്കേടാണ്. അതിനിപ്പം നമുക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ വല്ല പിക്കപ്പോ അങ്ങനെ വലിയ അത്യാവശ്യം ലോങ് ഓടാൻ പറ്റിയ നല്ലൊരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ടപ്പനെ പോയി റേസ് ഇറങ്ങി. അപ്പോൾ അത്രയും എക്സ്പെൻസ് കുറയും, കുറച്ച് എക്സ്പെൻസ് കുറയും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതിപ്പം നീ പറഞ്ഞ പോലെ 2-3 റേസ്, അതായത് കേരളത്തിൽ ട്രിവാൻഡ്രത്ത് ഒരു വർഷത്തിൽ 2-3 റേസ് സീസൺ വരുമ്പോഴത്തേക്ക് നടത്തിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റും. ഇതൊരു സ്പോട്ടാണ്. അതായത് ഇപ്പം ഇതിനെ ഒരു സ്പോട്ടാക്കി വരുന്നുണ്ട്. ഇപ്പോൾ FMSC എന്നൊരു ഓർഗനൈസേഷൻ ഫെഡറേഷൻ ഉണ്ട്. അപ്പോൾ അവർ ഇതിന് എന്തോ ഗവൺമെൻറ്റിൻ്റെ ജോബിൻ്റെ എന്തോ ഒരു ഇതിലോട്ട്, അതായത് ഇതുണ്ടെങ്കിൽ ജോബ് കിട്ടും എങ്ങനെ എന്തോ ഒരു ഇത് ഇപ്പം റീസെൻ്റ്ലി വന്നിട്ടുണ്ട്. എന്നാലും ജോബ് കിട്ടണമെന്ന് ഉണ്ടെങ്കിലേ ആൾക്കാർ വരും കേട്ടോ. അല്ല പക്ഷേ കുറച്ചുകൂടെ എഡ്യൂക്കേഷൻ കിട്ടും. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ഇങ്ങനെയാണ് പിള്ളേർക്ക് എമൗണ്ട് വേണോടാ, കാരണം ഒന്നും ഇല്ലാത്തതെന്നൊക്കെ ആയിരിക്കും ഇവിടെ പറഞ്ഞത്. അപ്പോൾ അവരുടെ ജോലി എല്ലാം കളഞ്ഞതിലോട്ട് ഇറങ്ങുമ്പോൾ അവർക്ക് തിരിച്ച് എന്തെങ്കിലും കാരണം ജീവിക്കണ്ടേ, അതിനെന്തെങ്കിലും അതൊന്ന്. പിന്നെ ഇത് കുറെ പേര് ഇതൊരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന, ഇത് വേറെ വർക്കുണ്ട് അതിന്റെ കൂടെ ഇത് പാഷനായിട്ട് കൊണ്ടു നടക്കുന്നവരാണ്. ഒരു പോലീസുകാരനുണ്ട്, പുള്ളിയുടെ പേര് ജീമോൻ എന്താണ്. പുള്ളി റേസ് ഓടിക്കണം, ഇപ്പോഴും റേസ് ഓടിക്കണം. ടി വിയിൽ പത്രത്തിലൊക്കെ പുള്ളിയെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അതായത് ജോലി ചെയ്യുന്നുണ്ട്, റേസ് സമയത്ത് പുള്ളി റേസ് ഓടിക്കാതെ വരുന്നുണ്ട്. ട്രിവാൻഡ്രം റേസ് ഓടിച്ചിട്ടുണ്ട് പുള്ളി. അപ്പം ഇത് പല ഫീൽഡിലുള്ള ആൾക്കാരും നമ്മളെ ഈ ഒരു റേസിംഗ് ഫീൽഡിലുണ്ട്. കാരണം ഇതൊരു പാഷനേറ്റഡ് ആണ്. പാഷനുള്ളവർ മാത്രമല്ല, പാഷനാണ് മെയിൻ. അത്യാവശ്യം പാഷൻ ഉള്ളവരാണ് കൂടുതൽ ഓടിക്കുന്നത്. കാരണം ഇത് അത്രയും ഇവിടെ നിന്നൊക്കെ അങ്ങ് അറ്റം വരെ പോയി റേസ് ഓടിക്കുന്നത് തലയ്ക്ക് വട്ടല്ലേ എന്നൊക്കെ വീട്ടുകാരൊക്കെ ചോദിക്കും. എൻ്റെ വീട്ടിൽ സപ്പോർട്ടൊന്നുമില്ല. ആദ്യമൊക്കെ ഭയങ്കര സീനാണ്, ഇപ്പോഴും അത്യാവശ്യം സീനുണ്ട്. എന്നാലും ഞാൻ പോകും, എനിക്കത് നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇപ്പോഴും ഇപ്പോൾ ലാസ്റ്റ് ഈ കൊറോണ ആയതുകൊണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ റേസ് സീസണാണ്. ഈ ഓണസമയം, ക്രിസ്മസ് ഒക്കെ റേസ് സീസണാണ്. ഇതെവിടെ ഓൾ ഇന്ത്യ ലെവലിലാ? അല്ലല്ലേ, ഇപ്പം ഓൾ ഇന്ത്യ ലെവൽ MRFന്റെ ഒരു റേസ് വരുന്നുണ്ട്. അതിപ്പം ലാസ്റ്റ് 2 റേസ് ക്യാൻസലായി. അതിനൊക്കെ നല്ല പ്രൈസ് മണി ആയിരിക്കും അല്ലേ? അതിനൊക്കെ നല്ല പ്രൈസ് മണിയുണ്ട്. അത് ചാമ്പ്യൻഷിപ്പ് കണക്കാണ്. അതായത് അത് ഫുള്ള് കിടിലൻ ട്രാക്കാണ്. ലാസ്റ്റ് സിയാൽ കൺവെൻഷൻ സെൻറ്ററിൽ ഒരു റേസ് ഉണ്ട്. ഞാൻ അതിലാണ് ആദ്യമായിട്ട് MRF റേസ് ഇറങ്ങുന്നത്. എൻ്റെ വണ്ടി ഇമ്പൾസ് സെറ്റ് ചെയ്ത് ഫസ്റ്റ് റേസ് അതായിരുന്നു. 2017-ലോ 18-ഓ ആയിരുന്നു ആ റേസ്. അത് കിടില റേസായിരുന്നു. അത് നല്ല അത്യാവശ്യം നല്ല ഒരു ട്രാക്കായിരുന്നത്. അത് ഫോറിൻ ക്ലാസ് എല്ലാം ഉണ്ടായിരുന്നു. മോട്ടോക്രോസ് വണ്ടികളെല്ലാം വെച്ച് ഓടിക്കാൻ പറ്റും. പിന്നെ കിഡ്സ് ഉണ്ടായിരുന്നു, കൊച്ചു പിള്ളേരൊക്കെ ഓടിക്കുന്ന ഒരു റേസാണത്. നല്ല റേസാണ്. അതുപോലത്തെ ഒരു ഇവൻറ്റ് നമ്മളെ ട്രിവാൻഡ്രത്ത് കൊണ്ടുവരണം. അത് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് സ്ഥലമില്ലായ്മയാണ് ഏറ്റവും വലിയ. ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് റേസ് കണ്ടക്ട് ചെയ്യാം. അത്യാവശ്യം നല്ല സ്പോൺസേഴ്സിനെയൊക്കെ വെച്ചിട്ട് റേസൊക്കെ കണ്ടക്ട് ചെയ്യാം. അതായത് നല്ലൊരു ആശയമാണത്. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേ പേർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുന്നുണ്ട്. നീ ഓടിക്കുന്ന ഇതല്ലേ ഓഫ് റോഡ് അല്ലേ? ഓഫ് റോഡ് അല്ലാതൊരു റേസ് ഉണ്ടല്ലോ നമ്മൾ സാധാരണ നമ്മൾ ടിവിയിലൊക്കെ കാണൂല്ലേ, MotoGP. ആ സംഭവം ചെന്നൈയിലുണ്ടെന്ന് തോന്നല്ലേ? ചെന്നൈ, അതിനാണ് ഞാൻ പറഞ്ഞത് കണ്ണൻ പോയെന്ന് പറഞ്ഞില്ലേ. അതിന്റെ ട്രെയിനിങ്ങിനാണ് കണ്ണൻ പോയത്. അത് കേരളത്തിലൊരിടത്തും ഇല്ലല്ലോ. കേരളത്തിലില്ല. എടാ നമ്മുടെ സാധാ റോഡിന്റെ മുട്ട് ഇങ്ങനെ അതാണ് കുറച്ചുകൂടി സ്പീഡിന് പോണത്. അത് അത് ഇന്റർനാഷണൽ, അതൊക്കെ അത് കേരളം വിട്ടൊക്കെ പോയി. അല്ല, അത് ചെന്നൈയിലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ചെന്നൈയിലുണ്ടല്ലോ. അതാണ് കണ്ണൻ പോയെന്ന് പറഞ്ഞത്. കാരി മോട്ടോ സ്പോർട്സ് അങ്ങനെ ഒരു വേ ഉണ്ട്. അതിൽ ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു ലേഡി ഉണ്ട്, ലേഡി റോവർ എന്നാണ് അവളുടെ പേര്, സിംകി. നമ്മളെ നെടുമങ്ങാട് ഭാഗത്തുള്ളതാണ്. അവൾ ഓടിക്കുന്നത്. അവൾ നല്ല 2-3 പ്രൈസ് അടിച്ച TVS റൈഡറാണ് അവളിപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഗേൾസാണ് അത്യാവശ്യം ട്രിവാൻഡ്രത്ത് നിന്ന് ആ സർക്യൂട്ട് റേസ് ഇറങ്ങുന്നത്. ബോയ്സ് ഉണ്ട്. ബോയ്സിൽ വന്നിട്ട് ട്രിവാൻഡ്രത്തിന് ആരുമില്ല. എറണാകുളത്തുണ്ട്, തൃശ്ശൂർ,
തൊടുപുഴ അവിടെ നിന്നൊക്കെ പയ്യന്മാരുണ്ട്. അതിനൊക്കെ ഇറങ്ങാൻ പക്ഷെ കുറച്ചുകൂടെ നല്ല അതും കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ് ആണല്ലേ? ബൈക്കും സൂപ്പർ എക്സ്പെൻസീവ് അല്ലേ? ആ ബൈക്ക് നമ്മളിൽ ബൈക്ക് കൊണ്ടുപോയി കൊണ്ടുപോകാം. നല്ല എക്സ്പെൻസീവ് അല്ലേ ആ ബൈക്കൊക്കെ? അല്ലടാ ആ ബൈക്കല്ല, നമുക്ക് ഇവിടെ 160 150 കാറ്റഗറി ഉണ്ട്. നമ്മളെ സാധാ R15 ഒക്കെ വെച്ച് ഓടിക്കുന്നവരുണ്ട്. അത് പിന്നെ 300cc ഉണ്ട്, പിന്നെ നിഞ്ച 650 ഉണ്ട്, സൂപ്പർ ബൈക്ക് കാറ്റഗറി ഉണ്ട്. അതൊക്കെ കൊണ്ടുപോകാം. അത് ഓരോന്നിനും ഓരോ കാറ്റഗറി ഉണ്ട്. അതിൽ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു അവളാണ് ഫസ്റ്റ് ഇവിടുന്ന് ട്രിവാൻഡ്രത്തുള്ള ഫസ്റ്റ് ലേഡി റൈഡർ അവളാണ്. അവള് അത്യാവശ്യം നല്ല ഓടിക്കും. സിംക്കി അത് കൊള്ളാം. ഇത് നമ്മള് പുതിയ ഇൻഫർമേഷൻ അല്ല, നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം വിളിക്കാം. അത്യാവശ്യം നല്ല റൈഡറാണ്, അത്യാവശ്യം ഫെമിലിയർ ആണ്. TVS റൈഡറാണ്, TVS സ്പോൺസേർഡ് ആണ് ഇപ്പം. അത് കഴിഞ്ഞിട്ട് ഇപ്പം വേറൊരു കൊച്ചുങ്ങളുണ്ട്, സഞ്ജു എന്നാണ് അവളുടെ പേര്. അവളിപ്പം എനിക്ക് തോന്നുന്നു ഒരു ലെവൽ എന്തോ എത്തി, ഫസ്റ്റ് ലെവൽ എന്തോ കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി. TVS തന്നെയാണ് അവളുടെയും സ്പോൺസർ. ഇപ്പം TVS കുറേ പേരെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ടാലൻ്റ് ഉള്ളവർ മാത്രമേ അവർ എടുക്കുന്നുള്ളൂ. ട്രിവാൻഡ്രത്ത് അവൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു വേറെ ലേഡി ഇല്ല, അവൾ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2-3 പേര് വന്നത്. അതിലാണ് ഈ സഞ്ജു എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് വന്നത് സിംകിയാണ്. അത്യാവശ്യം നല്ല റൈഡറാണ്. പക്ഷെ ആർക്കും അറിഞ്ഞൂടാ അവൾ ഒരു ഹെവി റൈഡറാണെന്ന്. TVS അത്രയും നല്ലൊരാളെ മാത്രമേ അവിടെ എടുക്കുള്ളൂ. നല്ല സ്പോൺസർ, നല്ല രീതിയിൽ പ്രൈസ് 2-3 പ്രൈസ് അടിച്ചിട്ടുണ്ട് ഓൾറെഡി. എത്ര 150 കാറ്റഗറി എന്തോ ആദ്യം TVS ആണ്. 150 കാറ്റഗറിയിൽ TVS റൈഡർ ആയിരുന്നു. പിന്നെ R15 എന്തോ ആയിരുന്നു, എനിക്ക് വലിയ ഐഡിയ ഇല്ല. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു 390 ഒരു RC 390 എടുത്തിട്ടുണ്ട്. അടുത്ത റേസിന് വേണ്ടിയിട്ട് എന്തോ ആണ്. എനിക്ക് തോന്നുന്നു 400 കാറ്റഗറിയിൽ ഓടിക്കാനായിരിക്കണം. വേറെ പിന്നെ അവർ ഈ ഓഗസ്റ്റ് 11 ഒരു ഇവന്റ് നടത്തുന്നുണ്ട് ഇവിടെ ഫൺപ്ലെക്സിൽ. ഇത് തന്നെ ഇതിന്റെ ഒരു ട്രെയിനിങ് ക്ലാസ് കാര്യങ്ങളൊക്കെ ആയിട്ട് 11 നടത്തുന്നുണ്ട്. ഞാൻ അതിൽ ഇറങ്ങാൻ വേണ്ടിട്ട് ഇരിക്കുകയാണ്. ഞാനും വരാം കാണാൻ. ഈ റേസിംഗ് ഒക്കെ വരുമ്പോഴേ ഈ റോഡിലുള്ള ബൈക്ക് ആക്സിഡന്റ് ഒക്കെ കുറേ സംഭവം എന്ന് പറഞ്ഞാൽ ഇവരെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൽ പോണവനെ കട്ട് ചെയ്തതിന് അവനാണ് എല്ലാം എന്നുള്ള ഒരു മൈൻഡാണ്. അത് പയ്യന്മാർ എനിക്ക് ആ പണ്ടൊക്കെ എനിക്ക് ആ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം കൈ കൊടുത്തൊക്കെ ഓടിച്ചിട്ടുള്ളതാണ്. അന്ന് നമ്മൾ നോക്കുമ്പോൾ എന്നെ കട്ട് ചെയ്തു, എനിക്ക് അവനെ കട്ട് ചെയ്യണം, അവൻ കൊള്ളാല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ അടിച്ച് കളയും. പക്ഷെ അതൊന്നും അല്ല എന്നുള്ളത് ട്രാക്കിൽ വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവും. പക്ഷേ ഈ റോഡിൽ ഓടിക്കണേന് നമ്മളെ പൈസ മാത്രം പെട്രോൾ പൈസ ആവുള്ളൂ, നമ്മൾ ജീവൻ പണയം വെച്ച് ഓടിക്കണം. മറ്റേത് ഫുൾ ബോഡി കിറ്റാണ്. ഫുൾ ബോഡി കിറ്റ് നമുക്ക് ഒന്നും സംഭവിക്കില്ല. ചിലപ്പം അഥവാ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഹെൽമെറ്റ് അഥവാ ഊരി പോകണമെങ്കിലേ ഉള്ളൂ. അങ്ങനെ ഊരി പോകില്ല, ക്ലിപ്പും ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഊരിയൊന്നും പോകില്ല. ഫുൾ സേഫ്റ്റിയാണ്. ഇതിൽ അത്യാവശ്യം വേണ്ട സേഫ്റ്റിയാണ്. ഈ സർക്യൂട്ട് ഓടിക്കണമെങ്കിലും മോട്ടോക്രോസ് ഓടിക്കണമെങ്കിലും സേഫ്റ്റി. എനിക്ക് ആദ്യം ഒന്നുമില്ല. ഞാൻ ആദ്യം ഹെൽമെറ്റ് മാത്രം കണ്ണൻ്റെ ഹെൽമെറ്റും വെച്ചാണ് ഞാൻ ഇപ്പോഴും ആ റേസ് ഫോട്ടോ എൻ്റെ ഇപ്പോഴും ഉണ്ട്. ഞാൻ ആദ്യം 2016 സ്വന്തമായിട്ട് ബൈക്ക് ഇറക്കി ഞാൻ ഓടിച്ച് 2014 അടൂർ റേസായിരുന്നു. അന്ന് എനിക്ക് കണ്ണൻ്റെ ഒരു ഹെൽമെറ്റും സാധാ ഒരു ഷൂ, ഒരു ജീൻസ്, ഒരു ഷർട്ട് ഇതിട്ടാണ് ഞാൻ ഫസ്റ്റ് റേസ് ഓടിക്കണം. അപ്പോൾ കണ്ണൻ്റെ മറ്റേ 46-ൻ്റെ ജാക്കറ്റൊക്കെ എനിക്ക് തന്നു. ആ ഒരു ജാക്കറ്റും ഉണ്ട്. പിന്നെ ആ ജാക്കറ്റ് മാത്രമേ ഉള്ളൂ. ആ ജാക്കറ്റ് പിന്നെ വീണ്ടും ജീൻസ്, ആ ഹെൽമെറ്റ്, സാധാ ഒരു ഗ്ലൗ. അന്ന് യമഹ ഒരു RX ഞാൻ തമിഴ്നാടിന് നിന്ന് എടുത്തൊരു വണ്ടി ഉണ്ടായിരുന്നു. അതിലാണ് ഞാൻ ഫസ്റ്റ് റേസ് വണ്ടിയാക്കി ഞാൻ ഇറക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് എല്ലാ റേസും ഞാൻ പോയി തുടങ്ങി. എറണാകുളം നോർത്ത് പരൂർ റേസ്, അങ്ങനെ ഓരോ റേസിന് പോയി ലാസ്റ്റ് എനിക്ക് അവർ പറഞ്ഞ് ബൂട്ടില്ലാതെ ഓടിക്കാൻ പറ്റൂല എന്നൊരു സ്റ്റേജായി. റൈഡിങ് ബൂട്ട് വേണം. അപ്പം ഞാൻ വിലയൊക്കെ ചോദിച്ചപ്പോൾ അന്ന് സ്റ്റാർട്ടിങ് ഒക്കെ 20,000 രൂപ അത്രയൊക്കെ ആവും. അത് ഇതുവരെയുള്ള ബൂട്ടിൻ്റെ തൊട്ട് താഴെയുള്ള ബൂട്ടിന്. അപ്പോൾ 30 രൂപ. അപ്പോൾ അത്രയൊന്നും എൻ്റെ കയ്യിലില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഷെഫിൻ, പറയാറില്ലേ എൻ്റെ അടുത്ത്. അപ്പം അവൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് നമുക്ക് ബൂട്ട് ഒപ്പിക്കാളിയാ, അപ്പോൾ എന്നാ വെച്ചാൽ നോക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ജേഴ്സി, ഇതിൻ്റെ ഒരു ഡ്രസ്സുണ്ട്, അതായത് ഒരു പാൻറ്റ്, ഒരു ടീഷർട്ട്, ഇതൊക്കെ ഒപ്പിക്കണം. അങ്ങനെ ഞാൻ ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെയാണ് റേസ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നീട് ഒരു ഇത് പറഞ്ഞാൽ അവർ അത്യാവശ്യം ഒരു പ്രൊഫഷണൽ ലുക്കിന് വേണ്ടിയിട്ടാണ് ആ ഒരു ജേഴ്സിയൊക്കെ ഞാൻ വിചാരിച്ചത് അങ്ങനെയാണ്. അല്ലടാ, എനിക്കൊരു റെഡാണ് എൻ്റെ ജേഴ്സി, ഫ്ലൈഡ് എന്ന് പറയും. അങ്ങനെ നമ്മളൊരു ചേട്ടൻ ഉണ്ട് ഇവിടെ. അങ്ങനെ പുള്ളിയെടുത്ത് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഉണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതൊരു 5,000 രൂപയ്ക്ക് അന്നങ്ങ് മേടിച്ചു. അത് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. 2016 ഞാൻ അത് മേടിക്കുന്നത്. അതിപ്പോഴും ഞാൻ 2017 ആ സമയത്ത് ഞാൻ മേടിക്കുകയാണ്. ബൂട്ട് വേണമെന്ന് പറഞ്ഞു. അത് MRF റേസിൻ്റെ ഞാൻ പറഞ്ഞില്ലേ കൊച്ചിയിൽ, അതിന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ബൂട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേറെ ഇവിടെ ഒരു പയ്യൻ്റെ ചോദിച്ചപ്പോഴത്തേക്ക് അവൻ്റെ ബൂട്ട് കൊടുക്കാൻ വെച്ചേക്കണം. അത് റൈഡിങ് ബൂട്ടാണ്. ഈ മറ്റേ നമ്മളെ സാധാ ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്ക് എല്ലാവരും ഇടുന്ന ഒരു ഫ്ലൂറസെൻറ്റ് കളർ ഒരു ബൂട്ടുണ്ട്, മോട്ടോ ഗിയറിൻ്റെ. അങ്ങനെ ഞാൻ അത് മേടിച്ചാൽ വേണ്ടി 5,000 രൂപ കൊടുത്ത് അത് മേടിച്ച് ഈ ജേഴ്സി മേടിച്ച്. അന്ന് ഹെൽമെറ്റ് എനിക്ക് തോന്നുന്നു ഹെൽമെറ്റ് എൻ്റെ ഇല്ലെന്ന് തോന്നുന്നു. ഹെൽമെറ്റ് ഇല്ലെന്ന്, കണ്ണൻ്റെ ഹെൽമെറ്റ് തന്നെ അന്ന് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അത് സാധാ മോട്ടോക്രോസ് ഹെൽമെറ്റ് അല്ല, സാധാ ഹെൽമെറ്റാണ്.
ആ ഹെൽമെറ്റ് ഗ്ലൗസ് ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഗോസ്റ്റ് റൈഡേഴ്സിലുള്ള ആനന്ദ് എന്ന് പറയും. അപ്പോൾ അവനും ഇടയ്ക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ഒരു ചെസ്റ്റ് പാഡ് കൊണ്ടുവന്നു. അവൻ എനിക്ക് ചെസ്റ്റ് പാഡ് തന്നിട്ട് പറഞ്ഞാൽ നീ ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ അതെല്ലാം ഇട്ടാണ് റേസ് ഇറങ്ങുന്നത്. അതെല്ലാം ഇട്ട് ഓടിച്ച് കുറേ നാൾ ഞാൻ ആ ബൂട്ടിട്ട് ഓടിച്ച്. അന്ന് സേഫ്റ്റി ഭയങ്കര സീനായിട്ട് വന്ന റേസാണ് ഈ MRF. അവർക്ക് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് വേണം, ഗൂഗിൾസ് വേണം, പിന്നെ വണ്ടി ഫുൾ ചെക്ക് ചെയ്യുക. അവർ സ്ക്രൂട്ടിനി എന്ന് പറയും. വണ്ടിയിലെ എല്ലാ A to Z കാര്യങ്ങൾ പക്കയായിരിക്കണം, പേപ്പേഴ്സ് ക്ലിയർ ആയിരിക്കണം, അതെല്ലാം സെറ്റാക്കി വരാം. അപ്പോൾ അതിന് അത്രയും, അതായത് ഞാൻ ഈ സെക്കൻഡ്സ് വാങ്ങിയ സാധനങ്ങൾക്ക് നല്ല റേറ്റ് ഉണ്ട്. അപ്പം അന്ന് എനിക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പഴയ സാധനങ്ങൾ അന്ന് തലേ ദിവസം, നാളെ റേസാണ്, നാളെ അല്ല മറ്റന്നാൾ റേസ്, എനിക്ക് ഇന്ന് തന്നെ പോകണം. ഇന്ന് പോയാൽ മാത്രമേ സെലക്ഷൻ റൗണ്ട് ഉണ്ട്. സെലക്ഷൻ റൗണ്ടിൽ സെലക്ട് ആയാൽ മാത്രമേ എനിക്ക് പിറ്റേ ദിവസം റേസ് ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൊണ്ട് പോയാൽ മാത്രമേ എനിക്ക് റേസ് ഓടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇത് കുറേ സാധനം അവൻ ഗൾഫിലാണെന്ന്. അന്ന് അവൻ പറഞ്ഞാൽ എനിക്ക് കുറച്ച് പൈസ അയച്ചതെന്ന് പറഞ്ഞാൽ എല്ലാം മേടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം ഓരോന്ന് റേസായിട്ട് ഓരോരോ സാധനം ഓരോരുത്തരും ഇങ്ങനെ മേടിച്ച് ആണ് ഈ റേസ് ഞാൻ ഇറങ്ങുന്നത്. എന്നിട്ട് അത്രയും നാൾ ഞാൻ ഈ ഡേർട്രിക്സ് റേസ് നടത്തിയില്ലേ, ആ റേസ് വരെ ഞാൻ ഓടിച്ച് എൻ്റെ ആ ബൂട്ടിട്ട്. കാരണം അതില്ല, അത്രയും പോയി ഞാൻ വീണ്ടും ഒട്ടിച്ച് ഞാൻ അത്രയും ഇത് ചെയ്തു. അപ്പം എല്ലാവരും എന്നെ ഐഡൻറ്റിറ്റി ചെയ്യണത് ഈ ബൂട്ടിലാണ്. ഈ ഹെൽമറ്റും പിന്നെ അവൻ ഈ ഹെൽമറ്റ് ഒരു 8500 എന്തോ ആയി. സൗദിയിൽ നിന്ന് നമ്മൾ ചേട്ടൻ കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് അതെല്ലാം അവനാണ് ഈ മേടിച്ചതെന്ന്. അതെല്ലാം വെച്ച് ലാസ്റ്റ് റേസ് അറിയാൻ തുടങ്ങി. ലാസ്റ്റ് ബൂട്ടെല്ലാം പോയി. പിന്നെ റേസ് ഓടിക്കാൻ ബൂട്ടില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട് കണ്ണൻ എന്ന് പറയും, അനിയൻ പയ്യനാണ്. അവന് അപ്പോൾ ട്രിവാൻഡ്രത്തുള്ളതാണ്. അവന് അത്യാവശ്യം വണ്ടിയെല്ലാം സെറ്റ് ചെയ്ത് റേസ് ഓടിക്കാനുള്ള എല്ലാ സാധനങ്ങളും അവൻ ആദ്യമേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ബൂട്ടിട്ടാണ് ഞാൻ 2 ദിവസം ഓടി. അത് ഞാൻ ഇടയ്ക്ക് മറ്റേ മരത്തിടിച്ച് വീണ സമയത്ത് ആ ബൂട്ടിട്ട് തന്നെ ഓടിച്ചത്. ഞാൻ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഈ വർഷമാണ് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ബൂട്ട് വാങ്ങിച്ചത്. അവ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന് 12,500 രൂപയായി. ഇപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട്. അന്ന് സാധനം ഇല്ല. അന്ന് ഞാൻ എത്രയോ ദിവസം ഓർഡർ ചെയ്താൽ മാത്രമേ എനിക്ക് സാധനം. ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ വാങ്ങിയാൽ നമ്മുടെ ഇവിടെ കടയിലുണ്ട്. അങ്ങനെയാണ് ഞാൻ ഓരോരോ സാധനങ്ങൾ. അതാണ് ഞാൻ പറയുന്നത്, ഇത് സ്ട്രഗ്ലിംഗ് ആണ്. കുറേ, അതായത് പൈസ ഉള്ളവർക്ക് വലിയ വിഷയം വരത്തില്ല. ഇതെല്ലാം വാങ്ങിച്ച് വെച്ചിട്ട് അങ്ങ് ഓടിച്ചാൽ മതി. ഇത് ഇത്രയും സ്കോർ ചെയ്ത് വരെ എനിക്ക് ഇത്രയും സമയം എടുത്ത്, മനസ്സിലായി. ഇത് സംഭവം പാഷനായിട്ട് ഓടിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അതല്ല ഇതിന് വേണ്ടിയിട്ട് ഇതിൽ ഇറങ്ങുകയാണെങ്കിൽ, പക്ഷേ അത്രയും നമ്മളിവിടെ നിന്ന് ഞാൻ പോകണം. വല്ല കർണാടകയിലോ അവിടെയൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര സ്കോപ്പാണ്. അവിടെയൊക്കെ ട്രാക്ക് ഉണ്ട് ഓൾറെഡി. അവിടെ ചെന്നിട്ട് അവരെ കൂടെയൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയണ്ട, അവിടെ ചെന്ന് ഓടിച്ചാൽ മതി. ഒരു ട്രാക്ക് കൊണ്ടുവരാൻ തന്നെ ആളില്ലാത്ത എന്ത് കഷ്ടമാണോ നോക്കണം. ഇവിടെ സീനാണ് കളിയാ. ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ കുറേ പേർക്ക് ഞാൻ സംസാരിച്ച്, പക്ഷെ അവർക്കൊന്നും ഒരു സക്സസ് ആവോ ഇല്ലേ എന്ന് ഒരു ഇല്ല. നമുക്ക് സ്ഥലം മാത്രം മതി. സ്ഥലം ഉണ്ടെങ്കിൽ റേസ് കണ്ടക്ട് ചെയ്യാൻ ആളുണ്ട്. ഈ റേസ് ട്രാക്കിടെ ആളുണ്ട്. ഈ എറണാകുളത്ത് ജോബ് എന്നൊരു ചേട്ടനുണ്ട്, ജോബ് ആശാൻ. പുള്ളിയാണ് ഇവിടുത്തെ ട്രാക്ക് ഇട്ട് നമ്മുടെ ട്രിവാൻഡ്രം റേസിൻ്റെ. പുള്ളിയായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, നീ വിളിയടാ, നമുക്ക് റേസ് ട്രാക്ക് ഇടാടാ. അവരെ ഒരു സ്ലാഗ് ഒക്കെ അവർ ഭയങ്കര സപ്പോർട്ടാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എറണാകുളം തൃശ്ശൂർ അവരുടെ റേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ അമ്മച്ചിമാർ വരാ, ഓ മോനെ അടി കേറ്, ആ ഒരു സീനാണ്. നമ്മളെ ഇവിടെ അവന്താ പോണ് അവിടെയൊക്കെ ഭയങ്കര ഒരു ഇതാണ്. അവർക്ക് ഈ റേസിനെ കുറച്ച് ഇതായി. നമ്മളിവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ കൊല്ലത്ത് റേസ് നടത്തിയിട്ടുണ്ട്. ഇവിടെ റോഡിൽ മാത്രമേ റേസ് ഉള്ളൂ. ഇവിടെ റോഡ് റേസാണ്. ഇവിടെ ഇപ്പൊ ഹൈവേയിലോട്ട് കയറാൻ പറ്റില്ല. റോഡിൽ സ്പീഡില് ബൈക്കിൽ പോകും, ഒരു ഗ്യാരണ്ടി ഇല്ല. ഒരു പട്ടി കുറുക്കേ ചാടിയാൽ മതിയല്ല. സേഫ് അല്ലടാ, കംപ്ലീറ്റ്ലി റിസ്ക് ഫ്രീ അല്ല, ഭയങ്കര റിസ്ക് ആണ്. ഒരു ആരെങ്കിലും നോക്കാതെ എടുത്ത് ചാടി തന്നാ മതിയല്ല. ഒരു കല്ല്, നല്ലൊരു സോളിഡ് ആയിട്ടുള്ള ഒരു കല്ല് കിടന്നത് പൂച്ച ചാടിയാൽ മതി. പൂച്ച ചാടി അലോയ്സിനകത്ത് കയറി ലോക്കായിട്ട് വീണ ചേട്ടന്മാരുണ്ട്. നമ്മൾ ആനന്ദേശ്വരത്ത് വെച്ചിട്ട് ഇവർ പതുക്കെ വരെയാണ്. നമ്മൾ ഇവിടെ വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ച് വരെയാണ്. അന്ന് ഞാൻ ഇവിടെ ഇല്ല. ഞാൻ തമിഴ്നാട് പഠിക്കുന്ന സമയത്ത് അവർ നമ്മളെ അനീഷിൻ്റെ വീട് എത്തുന്നതിന് മുമ്പ് ഒരു സ്ട്രെച്ച് ഉണ്ടല്ലോ ആനന്ദേശ്വരത്ത്, അവിടെ വെച്ച് ഇവർ പതുക്കെ വരെയാണ്. ഒരു പൂച്ച അവിടെ നിന്ന് ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൂച്ച അങ്ങ് പോകുമെന്ന് വിചാരിച്ചു. പൂച്ച പോയില്ല. ഫ്രണ്ട് അലോയ്സിനകത്ത് കയറി അവിടെ നിന്ന് കറങ്ങി ലോക്കായി. വണ്ടി എടുത്ത് ഒരടി. മുഖമൊന്നുമില്ല. പൂച്ച ചത്ത. പൂച്ച അത് കഴിഞ്ഞിട്ട് ചാടി ഡിസ്ക് പ്ലേറ്റിന്റെ ഇടയിൽ കൂടെ ഇതായി കാണും. പൂച്ചായിട്ട് ഇങ്ങനെ പൂച്ച കട്ടായി പോയി. ഫ്ലെക്സിബിൾ അല്ലേ, അതിങ്ങനെ വലിഞ്ഞങ്ങ് പോയി. തൊലി സെപ്പറേറ്റ്. ആലോചിക്കുമ്പോ പറഞ്ഞതേ ഉള്ളൂ. ആലോചിക്കുമ്പോഴത്തേക്ക് ഞാൻ വിളിച്ചപ്പോ എവിടെ കേട്ടോ പൂച്ച ചാടി, ഞാൻ കിടപ്പാണ്. പൂച്ച ചാടിയോ?
പക്ഷെ പട്ടിക്കാണെങ്കിൽ കുഴപ്പം വരൂലല്ലേ? പട്ടി ഇടിച്ച് തെറിപ്പിക്കുന്നു. പട്ടിയടിച്ച് ഞാൻ വീണിട്ടുണ്ട്. അവർക്ക് കുഴപ്പമില്ല. മോളിലേ പട്ടിക്ക് കുഴപ്പമില്ല, പട്ടി എണീറ്റ് പോകും. ബൈക്ക് അടിക്കാൻ അല്ല, ഞാൻ ഇവന്റെ വീടിന്റെ മോളിൽ ഇവന്റെ വീടിന് കയറി റൈറ്റിലോട്ട് തിരിഞ്ഞു. ഞാൻ അവിടെ നിന്ന് FC പൊളിച്ചടിക്കുമായിരുന്നു. അടുത്തെത്തിയത് ഈ പട്ടി സ്ലാബിൽ നിന്ന് ചാടിയത് റോഡിൽ. ഞാൻ ഇടിച്ചങ്ങ് തെറിപ്പിച്ചപ്പോൾ ഞാൻ വീണില്ല. എന്തോ ഭാഗത്തിന് ഞാൻ ആ ഓടയുടെ സൈഡ് വരെയൊക്കെ പോയിട്ട് ഞാൻ തിരിച്ച് റോഡിൽ തിരിഞ്ഞപ്പോൾ ഇത് കിടന്ന് വിളിയും ബഹളവും ഭയങ്കര ഇത് കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമം തോന്നി. ഞാൻ വിടുന്നില്ല. ഞാനിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയാണ്. പോയിട്ട് തിരിച്ചത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് ആൾക്കാരൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ നൈസാങ് സ്കൂട്ടായി. തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഈ പട്ടിയെ കാണാനില്ല. അങ്ങ് പോയിട്ട് ഇത് ഭയങ്കരമായിട്ട് ഒമിറ്റ് ചെയ്ത് ഇത് അതിനെ തന്നെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നു. അത് കണ്ടപ്പോഴത്തേക്ക് ഇതിനൊരു കുഴപ്പമില്ല. ഇടിച്ച് തെറിച്ച പട്ടി കാണിച്ചിട്ടേ ഒരു 2-3 പിടച്ചിലൊക്കെ പിടിച്ചിട്ട് അവിടെ നിന്നിട്ടേ ഡെഡായെന്ന് വിചാരിച്ച്. ഞാൻ പാവമില്ല. ഞാൻ അങ്ങ് വീട്ടിൽ പോയി അവനെ കൂട്ടുകാരനെ വിളിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ഇതിനെ കാണാനില്ല. ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോഴത്തേക്ക് നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ മുകളിൽ നാഗേന്ദ്രൻ്റെ അവിടെ കിടന്ന് അവിടെ ഇന്ന് ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ചത്തില്ല. എന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ സ്പീഡല്ല. കാറിടിച്ച് വീഴുന്ന പട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കാറിടിച്ച് വീഴും അപ്പം ഭയങ്കര പടച്ചു. പക്ഷെ എണീച്ച് പോകണം. അത് എന്നിട്ട് ഓടുമ്പോൾ അത് ഓക്കെ ഓടാ എന്താണോ എന്തോ അങ്ങനെ. ചിലപ്പോൾ നല്ല ഡ്യൂറബിലിറ്റി ഉള്ള നിമ്മലായോണ്ടായിരിക്കും. ഇല്ല, കുറച്ചു നേരം ശ്വാസം കൈ ഒടിഞ്ഞാലും അത് തന്നെ ശരിയാവുമല്ലോ. അത് എനിക്കത് ചിലത് സമയം എടുക്കോളിയോ. എനിക്ക് ജോയിന്റ് വല്ല പ്രശ്നം വരണമെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ എന്താണ് എന്തോ പട്ടി ഇത്രയും ഡ്യൂറബിൾ. അത് നല്ലൊരു വെറ്റിനറി ഡോക്ടറിനെ കൊണ്ടുവരാം. എക്സ്പേർട്ടിനെ കൊണ്ടുവരുന്നതായിരിക്കും. എക്സ്പേർട്ടിനെ കൊണ്ടുവരണം. ബൈക്ക് എക്സ്പേർട്ടിനെ കൊണ്ടുവരുന്ന പറഞ്ഞ് ബൈക്ക് എക്സ്പേർട്ടിനെ ഐ മീൻ ആ ഒരു ഫീൽഡിലുള്ള ആളെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എനിക്ക് എന്താ ചോദിക്കാനുള്ളത്, അവൻ തമിഴ്നാട്ടിലാണ് പഠിച്ചിട്ടുള്ളത്. അവിടുത്തെ കുറെ അനുഭവങ്ങളുണ്ട് അവൻ. അതെന്തെങ്കിലുമൊക്കെ പങ്കുവയ്ക്കാനുണ്ടോ? അവിടെ പോയപ്പോഴും റൈസ് അങ്ങനെയുള്ള കൊണ്ടായിരുന്നു. ഇല്ല, ഞാൻ അവിടെ ബൈക്ക് കൊണ്ടുപോകും പ്രാക്ടീസ് ചെയ്യാൻ. അവിടെ പെട്രോൾ പമ്പിൽ ചെല്ലുമ്പോഴത്തേക്കും മാപ്പിളെ തൂക്കില്ല പെട്രോളെ അടിക്കാതെ. ഞാൻ അവിടെ അവരിതൊന്നും കണ്ടിട്ടില്ല. ചെറിയ ഗ്രാമം പോലത്തെ ഒരു സ്ഥലമാണ്. ഇവിടെ അടുത്ത് തന്നെ ഇവിടെ നിന്ന് ഒരു 85-90 കിലോമീറ്ററേ ഉള്ളൂ. നാവൽക്കാട് എന്ന സ്ഥലത്തിന് പേര്. ഞാൻ ജെയിംസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അവിടെയാണ് പഠിച്ചത്. ഇപ്പോൾ കോളേജൊന്നും ഇല്ല, അവർ പൂട്ടിയിട്ട് പോയി. അവിടെ മരങ്ങൾ മാത്രമേ ഉള്ളൂ. ആ പൂട്ടി നന്നായി. ഒരു കൂറ കോളേജായിരുന്നു. തമിഴ്നാട്ടിലാരും പോകരുത്, പഠിക്കാനേ പോകരുത്. തുറന്ന് പറയുകയാണ്, അനുഭവം കൊണ്ട് പറയുകയാണ്. വലിയ കാറ്റ്. അഡ്മിഷൻ സമയത്ത് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കാൻ പറ്റൂല. ഭയങ്കര കാറ്റ്, മയില്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അത് ഈ അഡ്മിഷൻ സമയത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ മെയ് ജൂൺ ആ സമയത്ത് നമ്മൾ ചെന്നപ്പോ അമ്മ പറയണു, അയ്യോ എന്തൊരു ക്ലൈമറ്റ്, എന്തൊരു കാറ്റ്, മല, കുന്ന്. എനിക്ക് അവര് തന്നെ അപ്പൊ അവരോട് നല്ല അന്തരീക്ഷം, പഠിക്കാൻ പറ്റിയ അന്തരീക്ഷം, നീ ഇവിടെ തന്നെ പഠിക്കണം. പുക വേണ്ട, അവിടെ മറ്റേ തണുപ്പ് പോലെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ മേഘവും മറ്റേ ഈ ഇതൊക്കെ അടുത്തടുത്ത് കാണാൻ പറ്റും. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് കോളേജ് വമ്പൻ ക്യാമ്പസ്, അകത്ത് മറ്റേ 4 കെട്ടിൽ അക്വേറിയം, മറ്റേ മീന്, വലിയ കാർപ്പ്, സക്കർ, അങ്ങനെ കിടില മീനുകൾ. ഞാൻ വീണില്ല, ഞാൻ വീഴൂല. ഇതെല്ലാം കണ്ടപ്പോ കൊള്ളാന്ന് ഞാൻ പറഞ്ഞോളൂ. വീട്ടുകാർ പറയണു, എന്ത് വലിയ കോളേജ്, എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റിയ കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടുന്ന് സ്കൂളോ കണ്ടിട്ട് പോയ വീട്ടുകാരാണ്. അവിടെ ചെന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഫീസ് കേട്ടപ്പോഴത്തേക്ക് വീണ്ടും വീണ്. വയ്യ, വേണോ വേണ്ടേ എന്നായി. അന്ന് 1.5 ലക്ഷം രൂപയാണ് ഒരു വർഷത്തേക്ക് പറഞ്ഞത്. അത് കൂടുതലാണ്. അന്ന് നമുക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. എഞ്ചിനീയറിംഗ് പോകാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോയി. എനിക്ക് ചുമ്മാ സ്ഥലം കാണാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പോയതാണ്. എന്നെ ഒരു ഏജന്റാണ് കൊണ്ടുപോയി. ഏജന്റിനെ കൊടുത്ത് പിന്നീട് അങ്ങനെ ഇവിടെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ സെറ്റായി. 10,000 അഡ്വാൻസ് കൊടുത്തു. അഡ്മിഷൻ ബുക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ സീറ്റ് തീരും എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ ഇവിടെ സീറ്റ് തീരുമോ, ഈ കൂടെ കോളേജിലൊക്കെ ആര് വരെ ഇങ്ങനെ പറയും. ഉൾക്കാട്ടിലാണ്, 6 കിലോമീറ്റർ ബസ്സൊന്നുമില്ല, ഓട്ടോ പിടിച്ച് പോകണം. ഓട്ടോയ്ക്ക് തന്നെ 1,500 രൂപയായി. അവിടെ ചെന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റായി വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് വേണ്ട, എഞ്ചിനീയറിംഗ് വേണ്ട, ഞാൻ ഇവിടെ വല്ല പോളിയിൽ ഞാൻ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അപ്പവും പറഞ്ഞ്, നിനക്ക് വേണ്ടെങ്കിൽ വാ, ഞാൻ പോയി 10,000 രൂപ വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് 10,000 രൂപ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനും അപ്പൂപ്പനും കൂടെ ട്രെയിൻ പിടിച്ച് അവിടെ ചെന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് എത്തി. അപ്പൂപ്പൻ കണ്ടപ്പോൾ എന്തൊരു കോളേജ്, മക്കൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പഠിക്കാം ഇങ്ങനെ ഇരിക്കും. എന്തൊരു കോളേജ് മക്കളെ, ഇതാണോ നീ വേണ്ടെന്ന് പറഞ്ഞോ, എന്ത് പ്രകൃതി രമണീയമായ കോളേജ്
അത് മറ്റേ അവിടെ അവർ കുറെ കൃഷി അവർ ഈ ആകർഷിക്കാൻ വേണ്ടിയിട്ടേ ഒരു അരയന്നം 4-5 അരയന്നം മറ്റേ 3-4 ദിവസത്തേക്ക് മാത്രമായിരിക്കും. കേള് ഇതൊക്കെ കോളേജ് തുടങ്ങിയപ്പോൾ കഥകൾ വേറെ ഉണ്ട്. അവിടെ ചെന്ന് അരയന്നം വമ്പ സെറ്റപ്പ് മീന് ഒരു രക്ഷയില്ല. നീ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് കൊണ്ടേ വരുള്ളൂ. അന്ന് ഞാൻ മാക്സിമം കട്ട വീക്കാണ്. എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി പോയാൽ മതി എന്ന് പറഞ്ഞ സ്കീമായി. ലാസ്റ്റ് 10,000 രൂപ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്ന അവച്ചാച്ച എന്നെ അടുത്ത് പറഞ്ഞ് നീ ഇവിടെ പഠിച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ കാര്യം നോക്കാം. വീട്ടുകാരും പറഞ്ഞ അപ്പൊ നോക്കുകയും പിന്നെ നീ പാടി. അവര് എൻ്റെ അടുത്ത് ഒഴിഞ്ഞു, കൈ ഒഴിഞ്ഞ പോലെയായി. ലാസ്റ്റ് ഞാൻ ഗതികെട്ട് എൻ്റെ തുറഞ്ഞ് അവിടെ കയറിയേ പറ്റുള്ളൂ, നീ നന്നാവൂല, ഇവിടെ നിന്ന് വർക്ക്ഷോപ്പ് കയറി ഇറങ്ങും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അതാണ് ഇത്ര അവർക്ക് സീനെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ വർക്ക്ഷോപ്പിൽ പോയിരിക്കും. എവിടേക്കാണ് വർക്ക്ഷോപ്പിൽ ഇരിക്കുന്നു, എവിടെ പോയാലും വർഷം ഞാൻ ഇവരുടെയൊക്കെ കറങ്ങാനേ പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവർ എന്നെ പിടിച്ച് തമിഴ്നാട് ഉണ്ടാക്കിയത്. ഞാൻ വിട്ടില്ല. എന്നിട്ട് ലാസ്റ്റ് അവിടെ ചെന്ന് അഡ്മിഷനായി. ക്ലാസ് തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പോളിയിൽ നിന്ന് പേപ്പർ വന്നു, എനിക്ക് അഡ്മിഷൻ ആയെന്നും പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് എന്നെ തകർന്നു. അപ്പോൾ പറഞ്ഞ് എന്തായാലും അവിടെ ഫീസ് അടച്ചു 1 ലക്ഷം രൂപ ആദ്യം വീണ്ടും അടയ്ക്കേണ്ടി വന്നു. അതിന് 1 ലക്ഷം രൂപ കളയണ്ടെന്ന് പറഞ്ഞ് അവരെ വായിക്കണമെല്ലാം ഞാൻ കേൾക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ലാസ്റ്റ് അവിടെ തന്നെ പഠിച്ചു. ആ കോളേജിൽ എനിക്ക് ഫസ്റ്റ് ഒരു തുടങ്ങി ഹോസ്റ്റലാണ് കേട്ടോ. ഹോസ്റ്റലുണ്ടപ്പോൾ എന്ത് ഹോസ്റ്റൽ വീട് കണക്കുണ്ടല്ലോ പഠിക്കാൻ പറ്റിയ അന്തരീക്ഷം പറഞ്ഞാൽ കുറേ ഇതായി. അതൊക്കെ കണ്ട് പിന്നെ എനിക്കിൻ്റെ ഗതിയായിട്ട് ഞാൻ അവിടെ കയറിയതാണ്. എനിക്ക് ഫസ്റ്റ് സസ്പെൻഷൻ കിട്ടി കേട്ടോ. ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സെമ്മ് ഒരു 10 ദിവസത്തിനകത്ത് സസ്പെൻഷൻ കിട്ടി. സസ്പെൻഷൻ അത് കേൾക്കണം. അല്ലെ കേള് നീ അടിപിടി ഒക്കെ ആണെങ്കിൽ നമ്മൾ അന്തസ്സോടെ വീട്ടിൽ വന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ സസ്പെൻഷൻ കിട്ടി. വീട്ടിൽ വന്ന് എന്താ നീ വീട്ടിൽ വന്നാ ഹോസ്റ്റലിലേക്ക് അതെന്ത്? ഞാൻ പറഞ്ഞ സസ്പെൻഡ് ചെയ്താ എന്തിന്? ഉറങ്ങിയത്. ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങി 5 പേർക്ക് സസ്പെൻഷൻ. അളിയാ 5 പേർക്ക് സസ്പെൻഷൻ. അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ ജോളി, സസ്പെൻഷൻ കിട്ടിയപ്പോൾ ജോളി, സെറ്റ്. അവിടെ ചെന്ന് ട്രെയിനൊക്കെ ചെന്ന് ഇറങ്ങിയിട്ട് തമ്പാനൂർ എത്തിയപ്പോഴത്തേക്കാണ് നമ്മൾ ആലോചിച്ചത്, ഡേ വീട്ടിൽ ചെന്ന് എന്തൊരു പറയാൻ പോകണം. അത് ശരിയാണല്ലോ, ഉറങ്ങിയെന്ന് സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലിപ്പാവും. ഉറങ്ങിയതിന് സസ്പെൻഷൻ എങ്ങനെ പറയാം. അപ്പോൾ ഈ 2-3 പയ്യന്മാർ ട്രിവാൻഡ്രത്തുള്ള 2 പേരും ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി കായംകുളത്തുള്ള പയ്യന് പിന്നെ അവിടെയൊക്കെയാണ്. അപ്പം ഇതെങ്ങനെ പറയുമെന്നായിരുന്നു അവർക്ക് സംഭവം. സസ്പെൻഷൻ വിഷയമില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ വീട്ടിൽ 5 ദിവസം കഴിയുമ്പോഴത്തേക്ക് വീട്ടിൽ നാളെ വിളിച്ചുകൊണ്ട് വേണം പോകാൻ, സസ്പെൻഷൻ എന്തിനാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് അപ്പം വന്ന് സസ്പെൻഷൻ എന്തിനാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഉറങ്ങിയനാണെന്ന് പറഞ്ഞു. ഉറങ്ങിയതിന് സസ്പെൻഷനാ. എന്നിട്ട് അപ്പോൾ അങ്ങനെ തന്നെ പണ്ടേ വൈകിട്ട് ഉറക്കുള്ളൂ. നല്ല അപ്പൂപ്പൻ. ഞാൻ എന്റെ കൂടെ വന്നിട്ട് എന്നെ താറ്റ് പറയണം. ഇങ്ങനെ കട്ട സീനില് സംസാരിച്ചു. അപ്പം എന്റെ കൂടെ വന്ന എന്റെ അമ്മ അവിടെ ഇരിക്കണം. അവരെ സസ്പെൻഷന് ഞാൻ ഇരിക്കണം. അപ്പത്തേക്ക് ഞാൻ പറഞ്ഞു മിണ്ടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഫൈന് 5,000 ഫൈനും വേണമെന്നു. എടാ അവിടെ എന്താ പറയാ, അരയന്നത്തിന്റെ പൈസ ഈ ഇൻഷർട്ട് ചെയ്തില്ലെങ്കിൽ അപ്പം ഒരുത്തം വരും. ഇൻഷർട്ട് 100 രൂപ ഫൈൻ. ഞാൻ പറയാം എൻ്റെ പൈസയൊന്നുമില്ല, കുഴപ്പമില്ല നിന്റെ ഡ്യൂവിൽ കൊടുത്തോളാം, ഇതൊക്കെ മറ്റേ ബില്ലിൽ വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ലാസ്റ്റ് അങ്ങനെ കുറേ ഫൈനൊക്കെ ഞാൻ വാങ്ങിച്ചു അവിടെ നിന്ന്. ലാസ്റ്റ് ഫൈനൊക്കെ വാങ്ങിച്ച് ഫസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്ക് അവിടെ റാഗിങ് തുടങ്ങി. നമ്മൾ ഈ മലയാളീസാണ് നമുക്ക് എപ്പോഴും പണി. റാഗിങ് തുടങ്ങി കുറച്ച് ഫസ്റ്റ് ഇയർ തന്നെ അവിടെ റാഗിങ്. ഫസ്റ്റ് ഇയർ ആയപ്പം കൊല്ലത്തുള്ളവന്മാരെ കട്ട റാഗിങ് എല്ലാം കഴിഞ്ഞ് 2-3 ദിവസമൊക്കെ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഒളിച്ച് പോകാത്തൊക്കെയാണ് ഞാൻ പോകുന്നത്. യുവമാരെല്ലാവരും അകത്തുള്ള സമയം ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് അപ്പനകത്ത് വരുമ്പോൾ അങ്ങനെ. കാരണം നമുക്ക് കുറേ പേരെ കമ്പനി ഉണ്ടെങ്കിലും റാഗിങ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരുടെ മുമ്പിൽ റാഗ് ചെയ്യുമ്പോൾ നമുക്കൊരു കൊച്ചു ഇത് വരില്ലേ. മാക്സിമം ഞാൻ ഒതുങ്ങിപ്പോയാട്ടോ. അങ്ങനെ ഒരു ദിവസം എന്നെ പൊക്കി. പിന്നെ പേരെന്തൊരു അപ്പോൾ ട്രിവാൻഡ്രം എന്ന് കേട്ടപ്പോഴത്തേക്ക് അവന് ചെറിയൊരു ഇത് വന്ന്, അതായത് ചെറിയ അവന് മനസ്സിൽ വേണോ വേണ്ടേ, കാരണം കൊല്ലത്ത് നിന്ന് പോകണമെങ്കിൽ ട്രിവാൻഡ്രത്ത് തന്നെ പോകാൻ പറ്റുമോ, ആ ഒരു ഇത് എല്ലാവർക്കും ഉണ്ട്. അപ്പം അവൻ പോയി ട്രിവാൻഡ്രത്തുള്ളതിനെ വിളിച്ചോണ്ട് പേരൊക്കെ ചോദിച്ച് ഡാൻസ് കളി. ഞാൻ പറഞ്ഞു ഞാൻ തുണി കഴുകിക്കോട്ടെ, ഇപ്പം ഡാൻസ് കളിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഐസ് സ്കൂട്ടായി അങ്ങ് പോയി. അപ്പോൾ യവന്മാർ കുറേ പയ്യന്മാരെ നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ ചോദിച്ചാൽ സൈലൻ്റ് ആയിട്ടാണ് ഞാൻ അവിടെ നടക്കണത്, വലിയ പാവം പയ്യൻ എന്നുള്ള കുറിയൊക്കെ ഇട്ടൊക്കെ ഞാൻ പോകണം. ചെവിയിലെ വെക്കുന്നുണ്ടോ. അങ്ങനെ പോകുമ്പോഴത്തേക്ക് കുഴപ്പമില്ലല്ലോ. അങ്ങനെ അവിടെ ചെന്ന് ലാസ്റ്റ് ആയപ്പോൾ കട്ട സീനായി. അവിടെ അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ റായി. നമ്മളല്ല അങ്ങനെ ഇമാര് രാത്രി 3rd ഇയേഴ്സും 2nd ഇയേഴ്സും കൂടെ ജോയിൻ ചെയ്ത് നമ്മളെ റൂമൊക്കെ അടിച്ച് പൊട്ടിച്ചു. ഞാനൊക്കെ ശവം പോകാൻ കിടന്നു.
എല്ലാ ഡോറും അടിച്ച് പൊട്ടിച്ച്. യവന്മാർ കുറച്ച് സീനായ പയ്യന്മാർ എല്ലാവരും ഒരു റൂമിലായിരുന്നു. അവന്മാർ 10-15 പേരുണ്ടായിരുന്നു. യവന്മാർ ഡോറൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ വെച്ച് പൊട്ടിക്കാതിരിക്കുക. കൊളുത്തെല്ലാം പൊട്ടി, നീ തുറക്കായിരുന്നാൽ മതി. അങ്ങനെ എല്ലാം സീനായി. ലാസ്റ്റ് പിറ്റേ ദിവസം പോലീസ്, കട്ട സീൻ. ഞാനൊക്കെ മറ്റേ ചത്തണൊക്കെ ഇങ്ങനെ കിടന്ന് അവനിങ്ങനെ കണ്ണോടെ നോക്കും. അവന്മാർ ഡോറൊന്നും ചവിട്ടി തുറക്കുകയുള്ളൂ, അകത്തോട്ട് കയറിയില്ല. ലാസ്റ്റ് സീനായി. പിറ്റേ ദിവസം വമ്പ സീനായി. പോലീസൊക്കെ വന്ന് കേസായി. ഇത് അവർ പ്ലാനിങ് എന്ന് അറിയാമോ? കോളേജുകാർ തന്നെ പോലീസിനെ വിളിച്ചു വരുത്തിയിട്ട് അവരെന്നെ കേസും കൊടുത്തു. ഈ സീനിയേഴ്സിൻ്റെ എതിരെ കേസ് കൊടുത്തു. അതായത് അവരെ കോളേജിൽ റാഗിങ് ഇല്ല, റാഗിങ് ചെയ്താൽ ഇങ്ങനെയാണ് സീൻ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അവർ കേസ് കൊടുത്തത്. കേസ് കൊടുത്ത് പത്രത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കൂട്ടുകാരനെ ഇങ്ങനെ ബാത്റൂമിനകത്തിട്ട് എന്തോന്ന് പൂർണ്ണ നഗ്നയാക്കിയിട്ട് അങ്ങനെ എന്തൊക്കെ സീനാണ് വന്നത്. അപ്പം നമുക്ക് തമിഴ് അറിഞ്ഞോടില്ല, തമിഴ് പത്രങ്ങളെ കൊണ്ട് കൊടുത്തു കേട്ടോ. മാപ്പിള എന്നടാ വെച്ച് റാഗിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാർ, ഞാൻ റാഗിങ്ങാ പത്രത്തിലുള്ള പോട്ടർക്ക് പത്രത്തിലാ. അവന്മാർ തന്നെ പത്രം കൊണ്ടുവന്നിട്ട് വായിച്ച് കേൾപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ അടി ഇത് നമ്മളാരും അറിഞ്ഞില്ല, അവൻ പോലെ അറിഞ്ഞില്ല, അവൻ എന്നെ തടിക്കുകയാണ്. ഞാൻ അവന് ഒരു ബെഞ്ചിനാണ്. അവൻ പറയും ഞാനോ, അവൻ അങ്ങനെ കട്ട സീനായി. കുറേ പേരെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവർ ജാമ്യത്തിലൊക്കെ എന്തൊക്കെയോ സീൻ. അത് പിന്നെ ലാസ്റ്റ് ഞാൻ ഇവിടെ ചേട്ടാ ഇവിടെ കട്ട സീനാണ്, 2-3 രൂപ പറഞ്ഞു. ഇവന്മാർ ഞാൻ ഈ പറഞ്ഞു തീർന്ന പിറ്റേ ദിവസം അവരിവിടെ വന്നറാ. അവർ വന്നിട്ട് അവർ വെളിയിൽ നിൽക്കുന്നു. ഞാൻ കയറി വരാൻ പറഞ്ഞു. കയറി വന്നിട്ട് എടുത്ത് ചായയുടെ റാഗിയതാ. ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കണമായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു നിൽക്കണമാരുണ്ടെന്ന് തന്നെ. നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ യവനെ കാണാനില്ല. യവന്മാർ സ്കൂട്ടായി. യവന്മാർ നൈസ്. യവന്മാർക്ക് പേടി. വെളിയിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇപ്പം യവന്മാർ എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ നീ തിരുവനന്തപുരത്തുള്ള അല്ലേ, നീ ആളെ വിളി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ വിളിക്കാം, ഞാൻ ചുമ്മാ ഇങ്ങനെ ചാടിനെ വിളിച്ചാണ്. അവർക്ക് ടൂർ പോയി. യവന്മാരെ കുറച്ച് പേടി പോയി. വിഷ്ണു വിളിച്ചേക്കാം. അപ്പോൾ ഇവരെല്ലാവരും അവിടെ വന്ന് 2 പേര് വന്നുള്ളൂ. 2 പേര് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ 2 കൊടുക്കാനുള്ള സ്കീമിൽ തന്നെ വിളിച്ച് വരുത്തി, കിട്ടണേ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ലാസ്റ്റ് ഇവന്മാർ പറഞ്ഞു അവൻ്റെ ഇനി മുട്ടണ്ട. അതായത് അവൻ ആൾക്കാരൊക്കെ വെളിയിൽ നിന്ന് സ്കെച്ച് ഇടും. ഇതെല്ലാം കഴിഞ്ഞാൽ ഇവർ നമ്മളെല്ലാവരും നോട്ട് ചെയ്തിരുന്നു. നമ്മൾ വീക്കെൻഡ് നമുക്ക് പോവാം, നമുക്ക് വീട്ടിലോട്ട് പോകാം. ശനിയാഴ്ച ഞായറാഴ്ച ക്ലാസ് ഇല്ലല്ലേ. അപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ ട്രെയിൻ കയറി നേരെ തമ്പാനൂർ ഇറങ്ങി. തമ്പാനൂർ ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ സീനിയേഴ്സ് എല്ലാവരും കൂടെ അവിടെ നിൽക്കുന്നു. അളിയാ ഏടിയാണ്, നമുക്ക് സ്കൂട്ടാവാന്ന് പറഞ്ഞു. നമ്മൾ തമ്പാനൂരാണ്, നമ്മൾ ട്രിവാൻഡ്രംകാരാണ്. അപ്പോൾ കുറച്ച് പേന്മാർ ഒരു 6-7 പേരുണ്ട്. ബാക്കി 4-5 പേര് കൊല്ലം, കൊട്ടാരക്കര, കായംകുളത്തുള്ളവരാണ്. അപ്പോൾ യവന്മാരെല്ലാം കൊല്ലവും ആ ഭാഗത്തുള്ളവന്മാർ, തിരുവനന്തപുരം ആരുമില്ല. അപ്പോഴത്തേക്ക് ലാസ്റ്റ് നീയൊക്കെ നമുക്കെതിരെ എന്തൊരു കേസ് കൊടുക്കൂ എന്നാണ്. സംസാരമായി, ഉന്തും തള്ളിയായി, അടിയായി. അടിയെന്ന് പറഞ്ഞാൽ തമ്പാനൂർ പഴയ മറ്റേ സ്റ്റാൻഡ് അറിയാലും, പഴയ സ്റ്റാൻഡ് അറിയാലും, അവിടെ ഓട്ടോ ഒക്കെ തന്നെ ഒതുക്കിയിട്ടുണ്ട്. അവിടെ അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലടി. നമ്മളതിനെ അങ്ങോട്ട് കൊടുത്തു കേട്ടോ. ഇവന്മാരെല്ലാം നമ്മൾ അടി കിട്ടിയപ്പോഴത്തേക്ക് തന്നെ അടി തുടങ്ങിയത് അവന്മാരാണെങ്കിലും കിട്ടിയ മൊത്തം അവന്മാർക്കാണ്. എങ്ങനെയെന്നറിയാമോ? ഓട്ടക്കാരൊന്ന് വെച്ച് എന്ത് പ്രശ്നം? ഞാൻ പറഞ്ഞു ചേട്ടാ നമ്മൾ തിരുവനന്തപുരംകാരെ അടിക്കാൻ കൊല്ലത്തുന്ന ആൾക്കാരൊന്നും ആണാ എവിടെ അവന്മാർ ഇടി. എൻ്റെ അളിയാ ഓട്ടക്കകത്ത് കയറ്റി ഇടിച്ച്. അവിടെ KSRTC ബസ് ഒതുക്കിയിട്ടേക്ക് അതിനകത്തിട്ട് ഇടിയെന്ന് പറഞ്ഞാൽ ഓട്ടക്കാരെന്നെ ലാസ്റ്റ് ഇടിച്ച് പോലീസ് വന്നപ്പോൾ ഞാൻ ഓടി. നമ്മൾ 4 പേര് ഓടി. നമ്മളെ കൂടെ 2 പേരെ പിടിച്ചിട്ട് എന്തുവാടാ അത് അടിയായിട്ട് നോയിക്കൊണ്ടിരുന്നത്. അത് ആരടി? അത് ഓട്ടക്കാരെല്ലാവരും കൂടെ അവരെ പിടിച്ചടിച്ച് ഉണ്ടല്ലേ അളിയാ. അടിയെന്നൊക്കെ പറഞ്ഞതിന് വിഷയടി. പിറ്റേ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ്, തിങ്കളാഴ്ച നമ്മൾ കയറിയില്ല, ചൊവ്വാഴ്ച കോളേജ് ചെന്നപ്പോൾ അടി കിട്ടിയമാരുടെ അമ്മയും അച്ഛന്മാരെല്ലാം വന്നിരിക്കണം. അത് തിരുവനന്തപുരത്തുള്ള പയ്യന്മാർ ഗുണ്ടകളെ വെച്ച് എൻ്റെ മക്കളെ അടുപ്പിച്ച് നമുക്കെതിരെ ഗ്യാസ്. അത് നമുക്കറിഞ്ഞൂടാ ആര് എന്ത് എന്ന് നമുക്കറിഞ്ഞൂടാ. അത് അപ്പോൾ അത് നമ്മളോട് എങ്കിൽ അവിടെ സ്റ്റേഷനിൽ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ അത് സ്റ്റേഷനൊന്നും വിളിച്ചില്ല. നമ്മൾ പറഞ്ഞാൽ അത് ഇവർ ഓട്ടക്കാർ സംസാരം അടിയായതാണ്, ഓട്ടക്കാർ തമ്മിൽ അടിയായതാണ്, നമ്മളായിട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും അവന്മാർക്ക് വേവ്. നമ്മൾ ഇടിയും കിട്ടി. തിരുവനന്തപുരത്തുള്ളവർ അവർ സീനിയേഴ്സിന് ഇടി കിട്ടുന്ന സീനായി. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇനി ഹോസ്റ്റലിൽ നിന്ന് കഴിഞ്ഞാൽ അവന്മാർ നമ്മളെ ഉരുട്ടും, വേണ്ട എന്നിങ്ങനെ പറഞ്ഞ്. അങ്ങനെ നമ്മൾ പോയി വന്നു തുടങ്ങി. ബൈക്കിൽ പോവും. ഇവിടെ നിന്ന് കോളേജിൽ പോയിട്ട് തിരിച്ച് ബൈക്ക് ഓടിച്ച് വരും. ബൈക്ക് ഓടിച്ച് ലാസ്റ്റ് കളിയാൽ വയ്യ. രാവിലെ 6 മണിക്ക് ഇറങ്ങും. 1.5 മണിക്കൂർ എത്തും നമ്മൾ. വേറെ റോഡിൽ ആൾക്കാരൊന്നുമില്ലല്ലേ. തിരിച്ച് വരുമ്പോഴത്തേക്ക് ഉറക്കം വരുന്നു, അങ്ങനെ കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. മറ്റേ എൻ്റെ കൂട്ടുകാരില്ലേ കായംകുളം, അവരും ഞാനും പിന്നെ വേറെ 2 ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ 4 പേരും കൂടെ പോയി വന്നോണ്ടിരുന്നു. കായംകുളത്തുള്ള ഇവിടെ നിൽക്കുമായിരുന്നു. അവൻ എൻ്റെ വീട്ടിൽ നിൽക്കുമായിരുന്നു.
അങ്ങനെ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ഇത് ലെറ്റർ കൈ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഒരു ബസ് സർവീസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളൊരു 5 പേർക്ക് വേണ്ടിയിട്ട് ഒരു ടൂറിസ്റ്റ് ബസ് നമുക്ക് വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്തു. ജെയിംസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. എടാ ഞാൻ നോക്കിയേട്ടാ, ശരിക്കും പറഞ്ഞ ഒരു അരയന്ന സെറ്റപ്പ് ആണ് കോളേജ്. ഇത് എനിക്കൊരു ഐഡിയ കിട്ടി, ഇത് പൂട്ടിക്കിടക്കയില്ലേ, ഇത് ട്രാക്ക് അവിടെ തുടങ്ങും. അവിടെ ഇപ്പൊ മരങ്ങൾ മാത്രമേ റിസോർട്ടെല്ലാം ആക്കി കാണും. നല്ല ഭംഗിയുള്ള കോളേജ്. ആരെങ്കിലും ചെന്ന് കണ്ടു തൊട്ട് പോലും മലയാണ്, കോളേജിന്റെ സൈഡിൽ ക്ലാസ്സിനകത്ത് കയറി കുരങ്ങന്മാര്. അല്ല മറ്റേ ഈ നാഗർകോവിൽ ആ സ്ഥലത്തോട്ട് പോകുമ്പോ തന്നെ സൈഡൊക്കെ കാണാൻ മലകൾ. അതൊക്കെ കണ്ടാണ് വീട്ടുകാർ തകർന്നത്. ഇപ്പൊ എന്റെ നെഞ്ചും തകർന്നു. ബാക്കിൽ മല. അത് തന്നെ എന്റെ ഡിപ്പാർട്ട്മെന്റ് എന്റെ ബാക്കിലാണ്. അവിടെ ആരും പോവരുതെന്നും കൂടെ. കോളേജില്ല അവിടെ പോകണ്ട. റിസോർട്ട് ആയിരിക്കും അവിടെ. ഇല്ല കോളേജ് ഇല്ലടാ. ഒരു 5 ലക്ഷം രൂപയെങ്കിലും വേണം ഇനി ആ മരങ്ങൾ വെട്ടി മാറ്റേ. ഈ കോളേജിനകത്തൂടെ ഒക്കെ മരം മുറിച്ചെന്ന് അത്ര സീൻ അവിടെ. അവര് ഉപേക്ഷിച്ചിട്ട് പോയി കാണും. അവര് ഉപേക്ഷിച്ചു. കാരണം ഇനിയിപ്പോ മലയാളീസ് ഒന്നും അവിടെ പോകില്ലെന്ന് അവർക്കറിയാം. കാരണം പിന്നെ ആയപ്പോഴത്തേക്കേ കുറഞ്ഞു തുടങ്ങി. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ മലയാളീസ്. ഫോൺ നമ്പർ ഒക്കെ തന്നിട്ടുണ്ട്, വിളിച്ചു നോക്കണോ? പിന്നെ ഇവിടെ ഒരുപാട് എഞ്ചിനീയറിംഗ് ഇതായപ്പോഴേ സീറ്റ് ഒരുപാടായപ്പോഴേ അങ്ങോട്ട് പോകും. അല്ല, ഈ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഉപയോഗമില്ലെന്ന് പിള്ളേർക്ക് മനസ്സിലായി. അതാണ് കൂടുതൽ അങ്ങോട്ട് പോവാത്തത്. ഇപ്പൊ എഞ്ചിനീയറിംഗ് എന്റെ കൂടെ പഠിച്ചവരൊക്കെ ഇപ്പൊ ബാങ്ക് മാനേജറാണ്, ഈ എഞ്ചിനീയറിംഗ് പഠിച്ചവരാണ്. അല്ല ഇപ്പൊ എഞ്ചിനീയറിംഗ് ഭയങ്കര സ്കോപ്പാണ്. ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ഉള്ളത് IT ഫീൽഡിലൊക്കെ. ഇനിയിപ്പോ IT ഫീൽഡിൽ വർക്കറ്റ് ഹോം എന്നായിരിക്കും, വീട്ടിൽ നിന്ന് പഠിക്കാം. അങ്ങനെ ഒരു കാലഘട്ടം വരുന്നറിയാ. പിന്നെ 3rd ഇയർ ആയപ്പോഴത്തേക്ക് നമ്മൾ 4th ഇയറിന് ഇടിച്ച്. അതൊക്കെ നമുക്ക് പ്ലസ് പോയിന്റ് ആയിരുന്നു. ആ ഒരു സീനിയറായി. പിന്നെ പഠിക്കാൻ പറ്റൂല അവിടെ. ഇവിടെ സാറുമാര് എൻ്റെ അടുത്ത് ചുമ്മാ ഇരിക്കുമ്പോൾ കൂടുതലും തമിഴാണ്. തമിഴിൽ തന്നെ പറയും, നമുക്കൊന്നും മനസ്സിലാവില്ല. കുറേ പേര് വന്നിട്ട് ഇംഗ്ലീഷ് എല്ലാം ആ ബുക്കിലുള്ള തന്നെ അവർ വായിക്കും. വായിച്ചിട്ട് പ്രോബ്ലമാറ്റിക്കൊക്കെ അവർ കലിപ്പായിട്ട് പഠിപ്പിക്കും. പക്ഷെ എനിക്കറിഞ്ഞൂടാ, ഞാൻ എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. തമിഴ് കൂടുതലും തമിഴ് തന്നെ. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അവിടെ ആർക്കും അറിഞ്ഞൂടാ. അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച് ഇറങ്ങി ഞാൻ തന്നെ അവിടുത്തെ സാറ്. എൻ്റെ കൂടെ പഠിച്ചവനെ ലാസ്റ്റ് ഞാൻ സപ്ലൈ ചെയ്യാൻ പോയപ്പോഴത്തേക്ക് അവിടെ ഞാൻ ഡേ ഇനി വാ മാപ്പിള ഇപ്പൊ സാറടാ അവനടുത്ത് പറഞ്ഞു. ഞാൻ ക്ലാസ്സിനകത്ത് ഇதை പറ്റി ഇവിടെ പഠിച്ചല്ലേ. ഞാൻ വേണമെങ്കിൽ വാ, ഞാൻ 2 വർഷം തന്നെയാണ് പോയാട്ടോ. അതിന് ശേഷം ഞാൻ പറഞ്ഞു ഡേ ഇനി വാന്ന് പറയുമ്പോഴത്തേ പിള്ളേരെല്ലാം എന്നെ നോക്കണം. അപ്പോഴത്തേക്ക് ആ ഓടി വന്നിട്ട് മാപ്പിളേ ഞാൻ ഇപ്പം ഇങ്ങനെ സാറാ. ഞാൻ പറഞ്ഞേ നീ സാറാ ഇവിടെ പറഞ്ഞു. ഓ സാറ്. ഞാൻ പറഞ്ഞു അവസ്ഥയാണല്ലേ, എൻ്റെ അവസ്ഥ ഏതാണ് സപ്ലൈ ചെയ്താൽ ഞാൻ അവൻ ഇനി സാറ്. ഞാൻ പറഞ്ഞു അടിയാ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അതേ മാപ്പിള 2 വർഷം കൂടെ തരാൻ ഈ കോളേജ് നിർത്തും. അതേപോലെ നിർത്തിയാട്ടോ കോളേജ്. പക്ഷെ അവൻ നല്ലൊരു പയ്യനാണ്, അവൻ എന്നെ കുറേ സപ്പോർട്ട് ചെയ്തു. അവിടെ തമിഴന്മാർക്ക്, നമ്മളെ ക്ലാസ്സിലുള്ള തമിഴന്മാർക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര കാര്യമായിരുന്നു. ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് ഈ അടിയൊക്കെ ആയപ്പോഴത്തേക്ക് അവന്മാർ അവിടെ ഇറങ്ങില്ല. തമിഴ്നാട്ടിലുള്ളവന്മാർ മലയാളീസിനെ അടിക്കണമെന്ന് അങ്ങനെ ഇറങ്ങിയൊന്നുമില്ല. അവർക്ക് അത്യാവശ്യം കുറച്ച് ക്വാളിറ്റിയുള്ള കുറേ പയ്യന്മാരുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ല പയ്യന്മാരായിരുന്നു. അവന്മാരെല്ലാവരും കൂടെ അടിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് യവന്മാരാണ് അവന്മാരടിച്ചത്. കാരണം അത്രയ്ക്ക് നല്ല ഒരു സപ്പോർട്ട് ചെയ്ത് നമ്മളൊക്കെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പും കാണിച്ച് നടക്കണ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടായിരിക്കും അവന്മാർക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ലാസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് പറഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റ് കയറി കളിച്ച് മറ്റേ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ, ആണുങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റാണ് അവിടെ കയറി നീയൊക്കെ ഷോ അടിച്ച് നിന്നെ റെഡിയാക്കുക. ലാസ്റ്റ് കിട്ടി. നമ്മൾ അടിക്കാൻ കണ്ടപ്പോഴത്തേക്ക് സീനിയേഴ്സ് എല്ലാം അവിടെ വന്ന് അവന്മാരെ ഇടിയും തുടങ്ങി. പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ എനിക്ക് സീൻ പറ്റിയെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ എന്നെ ഇങ്ങനെ എടുത്ത് നേരെ കൊണ്ടുപോയി അവർ ഈ 4 പേരില്ലേ അവിടെ എടുത്തിട്ട് എന്നിട്ട് ഞങ്ങൾ മിണ്ടായിരിക്കുന്നു. ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് സാറും അവിടെ ഫുള്ള് ഭയങ്കര സീനായി. അവിടെ അടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര സീനിൽ അടി. ആദ്യമായിട്ടാണ് ആ കോളേജ് അത്രയും വലിയ അടി കിടക്കണം. പാൽക്കടി മൊത്തം ആൾക്കാർ എല്ലാം അടിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വെയിറ്റിംഗ് ചെയ്തപ്പോഴത്തേക്ക് ഒരു സീനിയർ എടുത്തുകൊണ്ട് നിന്നെ തിരുവനന്തപുരത്തിട്ട് റെഡിയാക്കുമെന്ന് പറഞ്ഞു. അമ്മ വരാൻ പറഞ്ഞു. ഓടിക്കൊണ്ടുവന്നു. അപ്പോൾ സാറ് ഇവിടെ നിൽക്കുക. ഞാൻ സാറിൻ്റെ തോളിലും ഈ കമ്പിയിൽ പിടിച്ച് ഒരൊറ്റ ചവിട്ട് കിട്ടി. അതിലാണ് എനിക്ക് സീനായത്. അതെനിക്ക് സീനായി. എൻ്റെ തോന്നുന്നു 15,000 ഫൈന്, ഒരാഴ്ച സസ്പെൻഷൻ. അങ്ങനെ ഞാൻ വീട്ടിൽ പോയിട്ട് 15,000 ദിവസം പറഞ്ഞില്ല കേട്ടോ. ഇവിടെ 15,000 ശേഷമാണ് എടുത്ത് പറഞ്ഞാൽ അടി ഉണ്ടാക്കിയമാർക്ക് 5,000 ഫൈൻ, എനിക്ക് 15,000 ഫൈൻ. അതുകൊണ്ടായിരിക്കണം ലാസ്റ്റ് കലിപ്പായി. ഞാൻ പറഞ്ഞു എനിക്ക് അടയ്ക്കാൻ പറ്റൂല, ടി സി തരാൻ പറഞ്ഞു. അങ്ങനെ അമ്മയും അനിയനൊക്കെ വന്ന് മുട്ട സീനായി. ഞാൻ ടി സി ആവാം, എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല, 3rd ഇയറാണ്. പറഞ്ഞ് എന്തായാലും ഇത്രയും വരെ എത്തി, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പഠിക്കണില്ല എന്നങ്ങ് പറഞ്ഞിട്ട് കലിപ്പായി. അപ്പോൾ അവിടെ ഒരു കൗൺസിലിംഗ് ചെയ്യണ ഒരു സ്ത്രീയുണ്ട്. അപ്പോൾ അവർ വെച്ചാൽ മലയാളത്തിലൊക്കെ വന്ന് നൈസായിട്ട് മോനെ അങ്ങനെയൊന്നും പറയരുത്. അവർ മറ്റേ ഈ ഇതാണ് ഭയങ്കര ബ്രെയിൻ വാഷാണ്. വന്നിരുന്ന് കുറേ കാര്യങ്ങൾ എൻ്റെ ഇങ്ങനെ പറയണം. ഞാൻ പറഞ്ഞു ഇതൊക്കെ എന്തിനാ എൻ്റെ അടുത്ത് പറയണം, നിങ്ങൾ പോയി നിങ്ങളെ പ്രിൻസിപ്പളിൽ പോയി പറയാൻ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ്
അവർ സംസാരിച്ച് 5,000 രൂപ ഫൈനാക്കി തന്നു. ഞാൻ അടച്ചില്ല, ഞാൻ പയ്യന്മാർ എല്ലാവരും കൂടെ. കാരണം ഇത് നമ്മളെ കൂടെ ഇന്നമാർ കുറേ പേർ ഓടിക്കളഞ്ഞു. അവന്മാരെ കൊണ്ട് അടപ്പിച്ച് അല്ലല്ല, അവന്മാർ എല്ലാവരും ഓടിക്കളഞ്ഞപ്പോഴത്തേക്ക് ഇത് എന്ന് വെച്ചാൽ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അവിടെ. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിനെ കയറി അടിച്ചു എന്നുള്ളൊരു സീനായപ്പോഴത്തേക്ക് ലാസ്റ്റ് നമ്മളെ പയ്യന്മാരെല്ലാം അവിടെ തന്നെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് സെക്കൻഡ് ഇയറും നമ്മളെ ജൂനിയേഴ്സ് എല്ലാം കൂടെ പിരിച്ച് എല്ലാവരും കൂടെ ഫൈനും അടച്ച്. പിന്നെ നമ്മളായിരുന്നു അവിടുത്തെ ഡോൺ. പിന്നെ മറ്റേമാര് മറ്റേ കൊല്ലത്തുള്ളമാരും അവന്മാരെല്ലാവരും കൂടെ വന്നാലും തള്ളല്ലിയാ നീ തള്ളൊന്നും സംസാരിക്കരുത്. ഇവ അവിടെ കുറെ നേരം കൊണ്ട് ഞാൻ ഇതൊക്കെ ആലോചിക്കുകയാണ്. തോളിൽ ചവിട്ടി ഇരിക്കുന്നത് ചില കുറെ കാര്യങ്ങൾ ചില മനസ്സിൽ കൂടെ സിനിമയില് നീ ഏതാണ് സിനിമ താഴെ ഇല്ലളിയാ സീനൊന്നുമില്ല. നീ വേണമെങ്കിൽ അന്ന് കണ്ണൻ്റെ ഗ്യാസ് ഞാൻ ഫോൺ വിളിച്ച് തന്ന ഓർമ്മയുണ്ടല്ലോ, അതുപോലെ വേണമെങ്കിൽ ഞാൻ ഫോൺ വിളിച്ച് ഇപ്പം തരാം, നീ ചോദിച്ചിട്ട്. അങ്ങനെ കുറേ സീനായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് സപ്ലൈ ഉണ്ടായിരുന്നു. എൻ്റെ റേസ് അവിടെ നിന്ന് ഇറങ്ങി. സപ്ലൈ ഒന്നുമില്ല, എല്ലാം ക്ലിയർ ചെയ്തു. പരീക്ഷ എങ്ങനെ ലാസ്റ്റ്? പരീക്ഷ ഞാൻ പോയി എഴുതി. എവിടെ പോയി എഴുതി? വീട്ടിൽ പോയിരുന്നു എഴുതി. അല്ലടാ, ഇപ്പോഴും ഞാൻ ഒരു ഇത് കേട്ട്, ഇപ്പം ഈ തമിഴ്നാട്ടിലെ എക്സാംസ് ഒക്കെ വീട്ടിൽ എന്തോ ടെലഗ്രാം ഗ്രൂപ്പിൽ വന്നിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സ്കീമുണ്ട്. നിനക്കറിയാമോ? നിനക്കറിയാമോ? ഞാൻ എഴുതിയിട്ടില്ലല്ലോ. അല്ല, ഞാൻ കേട്ടത്. നീ കേട്ടില്ല അങ്ങനെ ഒരു? നീ എവിടെയാണ് കേട്ടാ കേട്ടത്? ആരോ പറഞ്ഞു, നമ്മുടെ ഒരു ഫ്രണ്ട് കൂട്ടത്തിൽ അറിയാന്നുള്ളൊരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു, എടാ ഇത് ഈസിയാണ്, നമുക്ക് സപ്ലൈ ഒന്നും കിട്ടത്തില്ല, ഭയങ്കര ഈസിയാണ് കാര്യം. ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ 1 മണിക്കൂർ മുന്നേ തന്നെ ഒരു ആൻസർ പേപ്പർ ഒക്കെ അയച്ചു കൊടുക്കുക. ആൻസർ അല്ല, ക്വസ്റ്റ്യൻ പേപ്പർ ഇടും. ക്വസ്റ്റ്യൻ പേപ്പർ ഇടും. അപ്പം വീട്ടിൽ ഇരുന്ന് തന്നെ എഴുതി ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്ത് അയച്ചു കൊടുക്കണം. എന്നിട്ട് അത് പോസ്റ്റും കൂടെ ചെയ്യണം. നൈസ് ഐഡിയ. അത് പക്ഷേ എന്നുവെച്ചാൽ നമ്മൾ പിന്നെ എന്തിനാണ് വെറുതെ പഠിക്കാൻ എന്നൊക്കെ ആലോചിച്ച്. അല്ല, അത് പാടുള്ള ഒരു ടെസ്റ്റ് ചെയ്യണ ഒരു സംഭവമാണ്. നല്ല പാടായിരിക്കും അത് എഴുതാൻ. കോവിഡ് കാലഘട്ടത്തിൽ അങ്ങനെ കോവിഡ് അല്ലേ, അപ്പൊ പിന്നെ അതിന്റേതായ രീതിയിൽ പ്രോട്ടോകോളാ കാണൂലേ. ഫോട്ടോ സെറ്റ് എടുത്ത് വെച്ചാ പോരേടാ. അല്ല, അത് എങ്കിൽ ചീറ്റിങ്. PDF അയച്ചു കൊടുത്താ പോരെ? PDF അല്ല, അത് എഴുതി തന്നെ അയക്കണം. അതൊക്കെ മോശമല്ലേ? അല്ല, അത് അങ്ങനെ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. എടാ ഇവനെടാ റാഗിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് ഓർമ്മ വന്നത്. പണ്ട് നമ്മളവിടെ കോളേജിൽ കയറിയപ്പോൾ റാഗിങ് ഉണ്ടായിരുന്നു. റാഗിങ് എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ സീനിയേഴ്സൊക്കെ വന്നിട്ടാണെങ്കിൽ എല്ലാ പയ്യന്മാരെയൊക്കെ പിടിച്ചിരുത്തിയിട്ട് ഡ്രസ്സ് ഊരാൻ പറഞ്ഞു. ആണെങ്കിൽ ഇവന്മാർ ഒരറ്റത്ത് ഇങ്ങനെ വരെയായിരുന്നു. ഇതേക്ക് ഒമ്മരൊക്കെ കരച്ചില്, വിളി, ബോളം, ഊരണില്ല, ഭയങ്കര. എൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഡ്രസ്സൊക്കെ ഒരു കൈ പിടിച്ച് ചട്ടിയിലേക്ക്. അപ്പോഴാണെങ്കിൽ അപ്പൊ ഒരു സീനിയർ അപ്പോഴത്തേക്ക് അവിടെ ഒരു സീനിയർ പറഞ്ഞു, എവൻ ഇത് പോരെ, എവൻ അത് ഊരിക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കാനുള്ള ബോധം നിനക്ക് വേണം. എവൻ മറ്റു നല്ല കുട്ടിയോട് കുറിയൊക്കെ ഇട്ടുപോയപ്പോ ഞാൻ എന്റെ കാര്യം ആലോചിക്കായിരുന്നു. ഡ്രസ്സ് ഊരിടാ. അല്ലെ, ഞാൻ ചേട്ടന്മാരെന്താ വരാത്തെ ഇനി എന്തെങ്കിലും ഊരുള്ളൂ, ഒരു ഇല വെച്ചോട്ടെ ചേട്ടാ. എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഒരു കുളിപ്പില്ലായിരുന്നടാ. അതോടെ ഡാൻസ് കളിക്കാം. പക്ഷെ നമ്മള് അങ്ങനത്തെ റായങ്ങല്ലേ, അവിടെ ഫുള്ള് മറ്റേ തെറി വിളിയും ബഹളമൊക്കെ ആയിരുന്നു. അത് നമുക്ക് കേട്ടിരിക്കാൻ പറ്റൂല. എവനെ തെറി വിളിച്ചാൽ അവനെ മനസ്സിലാവൂല. ഹിന്ദിയിലല്ലേ അവന്മാര് ഹിന്ദിയിൽ തെറി വിളിക്കുമ്പോ എന്താ പറഞ്ഞ മനസ്സിലായില്ല. ഇംഗ്ലീഷ് അവന്മാർക്കാണ് ഇംഗ്ലീഷ് അറിഞ്ഞും കൂടാ. തമിഴത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങ് പോകും. ഒരു പ്രശ്നം അല്ലേ നിങ്ങൾക്ക് എന്തൊരു പ്രശ്നം കേരളത്തിൽ എന്നെ ആരാ ഒരു പ്രാവശ്യം ബട്ടൺസ് ഇടാന്നാ കണ്ടേ. ഇവിടെ ഒരു ബട്ടൺസ് വന്ന് ബട്ടൺസ് ഇടാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്റെ ഒരു ദിവസം പേര് ചോദിച്ചു ഒരാൾ. അത് ഓവർടേക്ക് ചെയ്ത് പോയി വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതാണ് എന്റെ വീട്. ശരി, തുണ്ടത്തിൽ വെച്ചിട്ട് ഓവർടേക്ക് ചെയ്ത് അവൻ ഒരു ബൈക്ക് സ്കൂട്ടറിൽ പോവായിരുന്നു. ഞാൻ ബൈക്കിൽ ഓവർടേക്ക് എന്നെ പിടിച്ചെടുത്തിട്ട് എന്ത് ഷോ ഓവർടേക്ക് ചെയ്ത് പോണം തീർത്തോളം. ഞാൻ പറഞ്ഞു അതാണ് എന്റെ വീട്. ശരി, ആ വളവിന്റെ അവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോയപ്പോ ശ്രീരാജാണ്. ഞാൻ അവിടെ പോയിരുന്നല്ലേ സെന്റ് തോമസിൽ അഡ്മിഷൻ. ശ്രീരാജായിരുന്നു. ശ്രീരാജിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ശ്രീരാജ് എങ്ങനെയാണ് എന്ന് വെച്ചാൽ സെൽഫ് ഫൈനാൻസിങ് കോളേജ് ഇത്തിരി സ്ട്രിക്റ്റ് ഒക്കെ ഉണ്ടാ? ശ്രീരാജ് ഒരു എക്സ്പ്രഷൻ, ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ, അതിൽ ഞാൻ വീണ്. പക്ഷെ നിങ്ങൾ കുറച്ച് സീൻ ഇല്ലായിരുന്നു, ഭയങ്കര ശ്യാംനാഥൊക്കെ വരണം, നീ കാണണം. ഒരു ദിവസം എന്ന് വെച്ചാൽ ശനിയാഴ്ച മാത്രം കളർ ഡ്രസ് ഇടാന്ന് പറഞ്ഞു. ഈ പെൺപിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെച്ചാൽ കളർ ഡ്രസ്സൊക്കെ അവർക്ക് ഇട്ടുകൊണ്ട് വരാനും നമുക്കും ഇഷ്ടമാണ്. അപ്പോഴ് ഇടയ്ക്ക് വെച്ച് ശ്യാംനാഥ് ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് ഒരു ടീഷർട്ട്
ഒരു കൈലി പിന്നെ ഒരു സ്ലിപ്പർ എഞ്ചിനീയറിംഗ് കോളേജിൽ അതോടുകൂടി അത് നിർത്തി. അവനാണ്ട നമ്മുടെ ക്ലാസ്സിലെ പെൺപിള്ളേരൊക്കെ എന്ത് പള്ളുവിളിയായിരുന്നു അവന്. വലിയ ഫ്രോക്കും മറ്റേ ഡ്രസ്സൊക്കെ ഇട്ട് വരാൻ ഒന്ന് ഷോ കാണിക്കാൻ പറ്റുന്ന ഒരു ദിവസം അതായിരുന്നു. അവന് ഷോ കാണിച്ചു വീട്ടിൽ ഒടുക്കത്തെ ഷോ. അമ്മ മറന്നു എല്ലാരും ഇത് പോയത് ഒരു പ്രൊഫഷണൽ കോളേജ് അല്ലേ, ഒരു ചെറിയൊരു മര്യാദ ലുങ്കിയായിരുന്നാടാ. ഓ അങ്ങനത്തെ എന്തോ ഒരു കയ്യിൽ. അവൻ ഫൈനൽ ഇയറിലും അങ്ങനത്തെ ഒരു സാധനം ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ട്. അന്നാണ് അവൻ മുടി വളർത്തിയിരുന്നു, നല്ല ഇത്ര മുടി ഉണ്ട് ഇതുപോലെ വെളിച്ചപ്പാട് വരെ മുടി വളർത്തി കയ്യിലും വെച്ചിട്ടുണ്ടാവും. ശ്യാം ഇവിടെ ഇല്ലടാ, ഉണ്ടാവേ. നാട്ടിയുണ്ട്. അയ്യോ എന്തായാലും കൊള്ളാം. അപ്പൊ അങ്ങനെ കോളേജ് കഴിഞ്ഞ് നാട്ടിൽ എത്തി. പിന്നെ കുറച്ചാള് ബാംഗ്ലൂര് ഒരു സാറിന്റെ മറ്റേ കാൻഡൂർ ഓട്ടോടെക്കിൽ ഞാൻ കുറച്ചാള് വർക്ക് ചെയ്തു. അവിടെ ഒരു ജർമ്മൻ കാർസിന്റെ. പിന്നെ നിനക്ക് കൊച്ചിന് പണ്ടേ പണി അറിയാന്നുള്ളതുകൊണ്ട് ജോലിക്ക് വലിയ പ്രശ്നം വന്നില്ലല്ലേടാ? ഇല്ല, എനിക്ക് ഈ ഒരു ഫീൽഡ് വലിയ താല്പര്യമായിരുന്നു. പിന്നെ ഈ കാറ് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു സംശയം, നീ മെക്കാനിക്കൽ പഠിച്ചത് എന്തെങ്കിലും നിനക്ക്? ഒരു ഇതുമില്ല. അപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് എന്ന് വെച്ചാൽ അറിയാം, നമ്മൾ ഈ അതായത് പ്രാക്ടിക്കൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യമില്ല. അതായത് ഇപ്പം നമ്മൾ ഈ തിയറി പേപ്പർ കുറേ ഉണ്ട്. തിയറി പേപ്പറിൽ കുറച്ച് കാര്യങ്ങൾ ഇതിൽ അറിയാം. അതായത് ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ് അത്. അതായത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഈ വണ്ടികളുടെ പാർട്സ്, പിസ്റ്റനെ കുറിച്ച്, പിസ്റ്റൻ എത്ര റിങ്സ് വരും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് തിയറി ആയിട്ട് പഠിച്ച ഒരാൾക്ക് ഇപ്പോൾ ഇത് എന്താണെന്ന് അറിഞ്ഞുകൂടാ അവർക്ക്. ഇപ്പം പിസ്റ്റൻ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇത് പിസ്റ്റനാണോ എന്ന് അവൻ ഇതാണെന്ന് നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ മാത്രമേ അവൻ അറിയാവൂ. ഇതായിരുന്നു പിസ്റ്റൺ എന്നേ ഉള്ളൂ. ഇപ്പം ഇത് പ്രാക്ടിക്കലും രണ്ടും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ അവന് ഇതിൻ്റെ പിസ്റ്റൺ റിങ്, ഇതിൻ്റെ ഈ റിങ്ങാണ് അന്ന് പഠിച്ച എന്നൊരു ഐഡിയ വരണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ തമിഴ്നാട് പ്രാക്ടിക്കലില്ല. ആകെപ്പാടെ തെർമൽ എഞ്ചിനീയറിങ് അങ്ങനെ കുറേ ലാബുകളുണ്ട്. പിന്നെ ഫസ്റ്റ് ഇയർ എല്ലാവർക്കും മറ്റേ വെൽഡിങ്ങും അതൊക്കെ ഉള്ളൂ. അത് തന്നെയാണ് ആകെപ്പാടെ ചെയ്യാൻ പറ്റിയൊരു ലാബ്. ഞാൻ അത് മാത്രമേ ഉള്ളെന്നൊക്കെ പറഞ്ഞാണ് സത്യം പറഞ്ഞ എഞ്ചിനീയറിങ് കയറിയത്. അവിടെ ചെന്ന് എഞ്ചിൻ വണ്ടി പൊളിക്കാം, അതൊക്കെയാണ് എൻ്റെ മൈൻഡ്. വണ്ടി പോയിട്ട് അവിടെ ഒന്നും ഇല്ലായിരുന്നു. അവിടെ എഞ്ചിൻ പോലും ഇല്ല. അതായത് ഒരു എഞ്ചിൻ, അതായത് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ആകുമ്പോഴത്തേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയർ ഒരു എഞ്ചിനെങ്കിലും കാണിക്കുമല്ലോ, ഇതാണ് എഞ്ചിൻ, പിസ്റ്റൻ ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ ഇൻറ്റീരിയർ പാർട്സ് കാണിക്കുക, അതൊന്നും ഇല്ല അവിടെ. ലാസ്റ്റ് നമ്മളൊരു പ്രോജക്റ്റ് ചെയ്ത് നമ്മളെ എഞ്ചിൻ ഇപ്പോഴും അവിടെ കാണും. ഒരു എയർ എഞ്ചിൻ, അതായത് എയർ വെച്ച് ന്യൂമാറ്റിക് എഞ്ചിൻ എന്ന് പറയും, എയർ വെച്ച് വർക്ക് ചെയ്യിപ്പിച്ചുള്ള ഒരു എഞ്ചിനാണ് നമ്മൾ ചെയ്ത പ്രോജക്റ്റ്. അത് അവർ ലാസ്റ്റ് നമ്മൾ ഈ 2 വർഷം കഴിഞ്ഞിട്ട് പോയപ്പോഴത്തേക്ക് പിള്ളേരെ കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ. അത് മാത്രമേ ഉള്ളൂ നമ്മളവിടെ പോയപ്പോൾ കണ്ടത്, വേറെ ഒന്നുമില്ല. നമ്മളെ പ്രോജക്റ്റ് നല്ലൊരു പ്രോജക്റ്റ് ആയിരുന്നു. അത് ട്രോണ തന്നെയാണ് ചെയ്തത്. അടിപൊളി. ഈ നിനക്ക് ഈ വാലന്റീനോ റോസി എന്ന് എങ്ങനെയാണ് പേര്? വിഷ്ണുവിനെ എല്ലാരും റോസി എന്നാണ് വിളിക്കണത്. എന്തുകൊണ്ടാണ്? എനിക്ക് ആ 46 നമ്പർ ഭയങ്കര ഒരു ക്രേസ് ആയിരുന്നു. അതായത് ഞാൻ ഈ പണ്ട് മോട്ടോ GP റേസൊക്കെ പണ്ട് ചുമ്മാ നോക്കുമ്പോഴത്തേക്ക് ബൈക്കുകൾ പോകുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്രേസ് അല്ലേ. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ അടിച്ച്, കേബിളില്ല, വലിയച്ഛൻ്റെ വീട്ടിൽ പോകുമ്പോൾ കേബിളുള്ളൂ. അവിടെ ചെന്ന് അവർ 10 സ്പോർട്സ് ഇങ്ങനെ ഇടയ്ക്കിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോകും. ആ ഒരു ബൈക്ക് പോകുമ്പോഴത്തേക്ക് ഞാൻ അന്നത്തെ ഒരു നല്ലൊരു റൈഡറായിരുന്നു. അതായത് 9 times ആണ് ചാമ്പ്യൻ ആയിട്ട്. 46 ഫസ്റ്റ് പോണ നമ്പരല്ല, ക്യാമറ എപ്പോഴേ കാണിക്കുള്ളൂ. 46 ആണ് ഞാൻ. 46, 93, 1 അതൊക്കെയാണ്. കാരണം ആദ്യത്തെ ആ നമ്പർ അതായിരുന്നു. അപ്പം ഞാൻ 46 മഞ്ഞ, ഭയങ്കര ഫങ്കി ആയിട്ടുള്ള പച്ച മഞ്ഞ, അങ്ങനെ ആ ഒരു അങ്ങനെ ആ നമ്പറിനോട് ഭയങ്കര ക്രൈസായിരുന്നു. അങ്ങനെ ഈ പുള്ളി ആരാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റേ അന്ന് നമ്മളെ ഈ കഫേയിലൊക്കെ പോയിരുന്നു ചുമ്മാ അടിച്ചു നോക്കി. അപ്പോഴത്തേക്ക് ആൾ ഒരു വലിയൊരു റൈഡറാണ്, മോട്ടോ GP റേസും കാര്യങ്ങൾ കൊച്ചിലോട്ടെ ഈ ഒരു ഫീൽഡാണ്. അങ്ങനെ 46നോട് ഭയങ്കര ഒരു പ്രേമം. അങ്ങനെയാണ് ഞാൻ 2011 +1 പഠിക്കുന്ന സമയത്ത് അമ്മയടുത്ത് പറഞ്ഞു, അമ്മ അവിടെ ചേണ്ടയിൽ ബൈക്കിരിക്കുന്നു, വണ്ടിയുടെ നമ്പർ 46 എനിക്ക് ആ വണ്ടി വേണം എന്നൊക്കെ പറഞ്ഞു. നീ +1 നിനക്ക് ബൈക്കാ എന്ന് പറഞ്ഞ് എടുത്തു തരില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വർക്ക്ഷോപ്പിൽ ഡെയിലി പോകും. അപ്പോൾ ഈ വണ്ടി അവിടെ ഡെയിലി വരും. ആ ചേട്ടാ അവിടെ ഇതുപോലെ പയ്യമാരല്ലേ, അപ്പോൾ എല്ലാവരും ഒരു സമയമാകുമ്പോൾ എല്ലാവരും വർക്ക്ഷോപ്പിൽ തമ്പടിച്ച് നിൽക്കും. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു, ഈ വണ്ടി കാണുന്നു. അന്നൊന്നും ഫോണൊന്നുമില്ല ഫോട്ടോ എടുക്കാനൊന്നും. അങ്ങനെ അമ്മയടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ +1 ജയിക്കണമെങ്കിൽ എനിക്ക് വണ്ടി വേണം എന്നൊക്കെ പറഞ്ഞ് ആ +1 ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഞാൻ പട്ടിണി കിടന്നാലും വണ്ടി എടുക്കുമെന്ന് പറഞ്ഞ് ലാസ്റ്റ് കഴിക്കാതെ വീട്ടിൽ കിടക്കും. ആ മോളിലാണ് വീട്. അപ്പോൾ താഴെ അമ്മാമ്മ വീടുണ്ട്. അപ്പം ഞാൻ മോളിൽ ഇങ്ങനെ വിശക്കുമ്പോൾ നൈസ് അമ്മാമ്മ വീട്ടിൽ പോയി എല്ലാം കഴിച്ചിട്ട് നേരെ വന്ന് വീണ്ടും വന്ന് കിടക്കും. ഇത് മറ്റേ ഇന്ത്യൻ പ്രണയ കഥയിലാണ്. അമ്മ നോക്കുമ്പോൾ ഇവ ഒന്നും കഴിക്കണമില്ല, വിഷമം, മുഖമൊക്കെ ഒരുമാതിരി. അങ്ങനെ അച്ഛനെ വിളിച്ച അച്ഛൻ അന്ന് ഗൾഫിൽ പോയ സമയത്ത് അവന് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര പ്രശ്നം.
ഒന്നും കഴിക്കണമൊന്നുമില്ല, പഠിക്കാനൊന്നും പോകണില്ല, അവൻ തോക്കുമെന്നാണ് തോന്നുന്നത്, എങ്ങനെയെങ്കിലും കുറച്ച് പൈസ അറേഞ്ച് ചെയ്ത് താ, ഞാൻ എടുത്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അമ്മ എന്തൊക്കെയോ സെറ്റ് ചെയ്ത് 35,000 രൂപ ഒപ്പിച്ച് തന്നു. 35,000 രൂപ ഒപ്പിച്ച് തന്നപ്പോഴത്തേക്ക് അമ്മയ്ക്ക് അറിഞ്ഞൂടല്ല ഞാൻ പോയി കഴിക്കണം. അപ്പോൾ പിന്നെ ആരും പറയാനൊന്നും നിന്നില്ല. ഞാൻ നൈസാ പോയി ഫുഡെല്ലാം കഴിച്ചിട്ട് വന്ന് കിടക്കും. വീണ്ടും നിരാഹാരം പോലെ ഇങ്ങനെ കാണിച്ച് ഷോയെ കാണിച്ചപ്പോൾ അമ്മ സീൻ. അപ്പം നൈസ് എൻ്റെ തുറന്ന് നീ ഒരു കാര്യം ചെയ്യും, ഒരു 5,000 രൂപ അഡ്വാൻസ് കൊടുക്കും. 5,000 അഡ്വാൻസാ? ഞാൻ അപ്പം തന്നെ നേരെ ഓടിച്ച് പൈസ മാറ്റി നേരെ വർഷം വെച്ച് തന്നിട്ട് തമ്പൂന്ന് ചേട്ടനുണ്ട്, ചേട്ടൻ ചേട്ടാ എനിക്ക് ഇങ്ങനെ വണ്ടി എടുക്കാൻ പൈസ തന്നാ അപ്പോൾ പിന്നെ പോവാം എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ നേരെ പോയി ചേട്ടൻ്റെ വീട്ടിൽ ചെന്ന് 5,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് പറഞ്ഞ് ചേട്ടാ ഒരാഴ്ചക്കകത്ത് ഞാൻ പൈസ സെറ്റ് ചെയ്യേണ്ടി വരും, എനിക്ക് തന്നെ തരണം. അങ്ങേര് വണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന വണ്ടിയല്ല. ഞാൻ എല്ലാ ദിവസവും ചേട്ടാ എനിക്ക് വണ്ടി അതേ ഉള്ളൂ ആ സമയത്ത് എനിക്ക്. അപ്പം ലാസ്റ്റ് അവിടെ ചെന്ന് ഒരാഴ്ച കൂടെ കഴിഞ്ഞപ്പോൾ അമ്മ ബാക്കി പൈസ കൊണ്ട് അറേഞ്ച് ചെയ്ത് തന്നു. ഞാൻ വണ്ടി അങ്ങ് എടുത്തു. അങ്ങനെ ആ ഒരു വണ്ടിയുടെ നമ്പരും 46 ആണ് വണ്ടി നമ്പർ. അപ്പം ആ ഒരു നമ്പറിൽ ഇങ്ങനെ അറിഞ്ഞാൽ കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ സ്റ്റൺസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും ആസ് നോണാസ് എന്ന് പറഞ്ഞൊരു നെയിം ഇടുമല്ലോ, അതായത് ഓരോ നെയിം ഇടുമല്ലോ. അങ്ങനെ ഞാൻ ജസ്റ്റ് ROSSI റോസി എന്നും പറഞ്ഞിട്ട് നമ്മളെ ഈ എല്ലാ സ്റ്റൺസ് ചെയ്യണ ഒരു ഫോട്ടോയിൽ താഴെ ഒരു കണ്ണം വൈപ്പർ അതല്ലേ അതുപോലെ ഞാൻ ഒരു നെയിം ഇട്ടതാണ്. പിന്നെ ആ നെയിം പിന്നെ എൻ്റെ ആ ഒരു ഫീൽഡുമായിട്ട് ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്യാൻ തുടങ്ങി. അതായത് റേസിലോട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം ഇവൻ്റെ നമ്പർ 46 ഞാൻ ഇങ്ങനെ അറിയപ്പെടുന്നു. അങ്ങനെയാണ് ആ ഒരു പേരിലോട്ട്, എനിക്ക് ആ പേരിലോട്ട് ഭയങ്കര ഇതായി. പിന്നെ അങ്ങനെയാണ് അത്യാവശ്യം കുറച്ച് പേരൊക്കെ അങ്ങനെ അറിയുള്ളൂ. ആരുടെ ചോദിച്ചാലോ റോസി, നമ്മൾ റോസകളി അങ്ങനെ അറിയുള്ളൂ. ഞാൻ ഇതുപോലെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു റൈഡറെ പരിചയപ്പെട്ടായിരുന്നു, കോട്ടയത്തെ കണ്ടുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കണ്ട് പരിചയപ്പെട്ടപ്പോഴത്തേക്കും എനിക്കൊരു റൈഡറിനെ അറിയാം പറഞ്ഞു വന്നപ്പോഴത്തേക്കും റോസി അറിയാമോ? 46. അവങ്ങനെ വാലന്റീനോ റോസി. ഞാൻ പറഞ്ഞു എന്റെ വീടിന്റെ അടുത്താണ്. അങ്കവാലിയിലെ അമ്മ ആരെന്താ പറഞ്ഞു? എന്റെ വീടിന്റെ അവരാണെങ്കിൽ കുറച്ചു നേരം ഇങ്ങനെ നോക്കിയേട്ടാ എന്തോ വശപശ കൊണ്ടോ എന്ത് നല്ല ചെറുപ്പക്കാരെ. ഡൽഹിയിലാണോ വീട്? ഇറ്റലിക്കാരനായിരുന്നല്ലേ? അയ്യോ പിന്നെ അവിടെ നിന്ന് പിന്നെ കൺഫ്യൂഷൻ ആയി. പിന്നെ അവരുടെ സംസാരിച്ച് നോക്കുമ്പോ ഈ റോസി ഇത് നമ്മള് സാധാരണ റോസി. അയ്യോ ഇവിടെ വിഷ്ണു ഈ RX ഇല്ലേ, RXന് കുറെ ആൾക്കാരുണ്ട്, ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പൊ ഈ RXനെ കുറെ ആൾക്കാർ ചീത്ത വിളിക്കും, കാര്യം ഭയങ്കര സൗണ്ടാണ്. ഇടഞ്ഞായിരിക്കും പോണത്, പക്ഷെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവൻ 100-ലാണ് പോണേന്ന്. ഇടയ്ക്കിടയ്ക്ക് പടക്കം പടക്കും. അങ്ങനെ അതിനൊരു ഭയങ്കര ഫാൻസ് ഗ്രൂപ്പ് ഉണ്ടല്ലേ, 2 സ്ട്രോക്കിനുണ്ട്. പിന്നെ ഇടയ്ക്കൊരു ഇതുണ്ടായിരുന്നു, 15 വർഷം കഴിഞ്ഞ വണ്ടികളെല്ലാം കണ്ടം ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞൊരു ഗവൺമെന്റിന്റെ ഒരു സംഭവം വരണുണ്ടായിരുന്നു. ഇല്ല, അത് കണ്ടം ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പഴക്കം ചെന്ന വണ്ടിക്ക് ഒരു ഗ്രീൻ ടാക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഇനി കൊണ്ടുവരും. അതായത് ഇത്ര വർഷം കഴിഞ്ഞ വണ്ടിക്ക് ഇത്രയും രൂപ അടയ്ക്കേണ്ടി വരും എന്നുള്ളൊരു ടാക്സ് വരും. പിന്നെ വിൻറ്റേജ് വണ്ടിക്കൊക്കെ ഒരു നമ്പർ പ്ലേറ്റും വരുന്നുണ്ട്, VA അങ്ങനെ എന്തോ ഒരു, എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ, ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവർ കണ്ടം ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അതായത് ഒട്ടും ഓടിക്കാൻ പറ്റാത്ത വണ്ടികൾ മാത്രമേ അവർ അതിന് സ്ക്രാപ്പിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ എന്താ പറയുക, ഈ രാജകുടുംബത്തിലൊക്കെ ഇപ്പോഴും വിൻറ്റേജ് 60-70 വർഷം പഴക്കമുള്ള വണ്ടികൾ ഇപ്പോഴും ഉണ്ട്. അത് കണ്ടം ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തായാലും ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ ഒരു വിൻറ്റേജ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇതിന് ലിമിറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇത്ര സമയങ്ങളിൽ ഇവിടെ സിറ്റി ഏരിയകളിൽ ഇങ്ങനെയുള്ള വണ്ടികൾ ഇറക്കാൻ പാടില്ല. ചിലപ്പോൾ അങ്ങനെ ഡീസൽ വണ്ടിയൊക്കെ അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഗവൺമെൻറ് എല്ലാ വണ്ടിയും അവർ കണ്ടം ചെയ്യേണ്ടി വരും. KSRTC ഉൾപ്പെടെ മിക്ക വണ്ടികളും അവരാണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. ഉണ്ട്, എല്ലാ പാർട്സും കിട്ടും. ഉണ്ട്, ലോക്കലും ഉണ്ട്. അത്യാവശ്യം നല്ല സാധനങ്ങൾ, ജെന്യൂൻ സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട്. ക്ലച്ച് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. എല്ലാ ജെന്യൂൻ പാർട്സ് എല്ലാം അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഈ RD എന്നൊരു വണ്ടിയുണ്ട് 83 രാജ്ദൂത് 80, അതിൻ്റെ പാർട്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പലരും അത് മേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് നല്ല ഡിമാൻഡുണ്ട്. വണ്ടിക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് 5 ലക്ഷം രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ധോണി കുറെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ട്. തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്ത് നിന്ന് ഒരു വണ്ടി ധോണി മേടിച്ചിട്ട് പോയി. RDക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഞാൻ RD എടുക്കാനാണ് ഞാൻ അന്ന് എറണാകുളത്ത് നിന്ന് പറഞ്ഞില്ലേ, നിന്നെ വിളിച്ചില്ലേ, മെനിങ്ങാന്ന് വണ്ടി ഉണ്ടല്ലേ. മെനിങ്ങാന്ന് ഞാൻ ഒരു വണ്ടിയും കൊണ്ട് സുസുക്കി അല്ലളിയാ, ഞാൻ നിങ്ങൾ എൻ്റെ വീടിൻ്റെ അവിടെ വെച്ച് എന്നെ കണ്ടില്ലേ, അത് ഞാൻ RDയിലാണ് വന്നത്. ആ വണ്ടി എടുക്കാനാണ് ഞാൻ ചാലക്കുടി പോയത്. ചാലക്കുടി നമ്മുടെ വിശ്വാന്റെ വണ്ടി, അമ്പാടിയിലെ ചേട്ടൻ.
ആ വണ്ടിയാണ്. RD-ക്കൊക്കെ എത്രയാവോടാ റേറ്റ്? അല്ലെ 5 ലക്ഷം ഇപ്പം 5, 6, 7, 8, 9 ആ റേഞ്ചിലോട്ടായി ഇപ്പം. RX 100-ന് സ്റ്റാർട്ടിങ് 50-60, 135-ന് 5 സ്പീഡിനൊക്കെ ആണെങ്കിൽ 1 ലക്ഷം രൂപ അടുപ്പിച്ചുണ്ട്. റേറ്റ് ഉണ്ട്. RD എത്ര മൈലേജ് അറിയാമോ? 12 ആ റേഞ്ചൊക്കെ ഉള്ളൂ. പക്ഷെ വണ്ടി ഒരു ലെജൻഡാണ്, ഒരു രക്ഷയില്ല. അതിപ്പോഴത്തെ അന്നത്തെ സൂപ്പർ ബൈക്ക് എന്ന് വേണം പറയാൻ. അങ്ങനെ അന്ന് അതിനെ വല്ല ആരും ഇല്ല. ഇപ്പോഴും കുറവാണ്. അത്യാവശ്യം പോർട്ടൊക്കെ ഡ്രാഗ് റേസിനൊക്കെ ബാംഗ്ലൂർ ഇപ്പോഴും യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. സൂപ്പർ ബൈക്കിനെയൊക്കെ അടിച്ച് കളയവർ, അത്രയ്ക്ക് പെർഫോമൻസ് ചെയ്ത്. പണ്ടത്തെ ബൈക്കുകൾക്കാണ് ഇപ്പോഴത്തെ ബൈക്കാണ് ഡ്യൂറബിലിറ്റി കൂടുതൽ? ഡ്യൂറബിലിറ്റി ഇപ്പോഴത്തേനാണ് അങ്ങനെ പറയാൻ പറ്റില്ല. അതിപ്പം നമ്മൾ യൂസ് ചെയ്യും പോലെയൊക്കെ ഇരിക്കും. അങ്ങനെയാണ് പഴയ വണ്ടി. ഇപ്പം എൻ്റെ വണ്ടി ഞാൻ ഇപ്പോൾ ഒരു റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നോക്കും പോലെ ഇരിക്കും. ഒരു 5 വർഷവും ഞാൻ ഒരേ കണക്ക് ക്ലീൻ ചെയ്ത് പ്രോപ്പറായിട്ട് കൊണ്ടു നടക്കുകയാണെങ്കിൽ എനിക്കത് 5 വർഷം ഒരേ കണക്ക് ഇരിക്കും. അത് നമ്മൾ നോക്കും പോലെ ഇരിക്കും. അതങ്ങനെ പറയാൻ പറ്റുള്ളൂ. ബീച്ച് ഏരിയയിലുള്ള വണ്ടി ഇപ്പോൾ പഴയ വണ്ടിയായാലും പുതിയ വണ്ടിയായാലും ബീച്ച് ഏരിയ കൊണ്ടുപോയി കഴിഞ്ഞാൽ പോയി 1 മാസം കഴിയുമ്പോഴത്തേക്ക് ഫുൾ റെസ്റ്റ് കയറും. അതാണ് പ്രശ്നം. എൻ്റെ ചേട്ടനൊരു RX 135 ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം എൻ്റെ തന്നിട്ട് അങ്ങനെ ഗൾഫിൽ പോയി. അപ്പം ഞാനത് ഷോ കാണിക്കാൻ വേണ്ടി പണ്ട് ട്യൂഷൻ പോകുമ്പോഴേ കൊണ്ടുപോയിരുന്നേ. പിന്നെ ഞാനൊരു കൂട്ടുകാരനും കൂടി ഒരു തേരിയിൽ കൊടുത്ത് നോക്കിയപ്പോൾ ഞാനും അവനും താഴെ ഇരിക്കണം, വണ്ടി മുമ്പിലൊക്കെ എല്ലാവരും സ്കൂളൊക്കെ വിട്ടിരിക്കണം, എല്ലാവരും ഞാൻ നോക്കി. എന്നിട്ട് ഇത് വച്ചിട്ട് പിന്നെ സ്റ്റാർട്ട് ആവണില്ല. ഭയങ്കര പവറാണ്, കൊണ്ട് പൊങ്ങോടാ വണ്ടി. അതായത് റെവല്യൂഷൻ കുറവാണ്. അത് 2 സ്ട്രോക്ക് 4 സ്ട്രോക്ക് തമ്മിൽ താരതമ്യം ചെയ്യുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്ക് അറിയാം, എഞ്ചിനീയറിംഗ് പഠിച്ചല്ലേ, അറിയാം. അയ്യോ എടാ, ഇപ്പോ കറന്റ്ലി ഉള്ളതില് നമുക്ക് സൂപ്പർ ബൈക്സ് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ബ്രാൻഡ് ഏതാണ്ടാ കേരളത്തില്? കവാസാക്കി ഷോറൂം ഉള്ളത് കൊണ്ട്. പിന്നെ BMW ഉണ്ട് കേരളത്തിൽ. BMW കവാസാക്കിയാണ് അത്യാവശ്യം നല്ലൊരു. ഡുക്കാട്ടി. കാർത്തിക്കിന് ഒരു വണ്ടി എടുക്കണമെങ്കിൽ, സൂപ്പർ ബൈക്ക് ഇനി എടുക്കാൻ പോകണം, നീ ഏതായിരിക്കും സജസ്റ്റ് ചെയ്യാം? ഞാൻ കവാസാക്കി ആയിരിക്കും. കവാസാക്കിയുടെ 600cc ഉണ്ട്, 1000 ഉണ്ട്. 1000 ഒക്കെ എടുത്ത് എങ്ങനെ ഇവിടെ ഓടിക്കോടാ? സ്ഥലം ഹൈവേ കിടക്കില്ല. നീ 600cc എടുത്താ അല്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞേ ഉള്ളൂ. അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഡെയിലി യൂസ് ഒക്കെ അത്യാവശ്യം ചെയ്യാൻ പറ്റും. 1000 കൊണ്ട് ഡെയിലി യൂസ് നടക്കൂല, പാടാണ്, ചൂടാവും എഞ്ചിനൊക്കെ. അത് നോക്കണ്ടല്ലേ. അത് ഇപ്പൊ ഹീറ്റ് കുറവാണ്, കവാസാക്കി അത്യാവശ്യം ഹീറ്റ് കുറവാണ്. പിന്നെ ട്രൈംഫ് ഉണ്ട്, ട്രൈംഫിന്റെ ടൈഗർ കൊള്ളാം. പിന്നെ സ്ട്രീറ്റ് ട്രബിൾ കൊള്ളാം, അത്യാവശ്യം ഡെയിലി യൂസിന് അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. യമഹയ്ക്ക് ഇവിടെ ഷോറൂം ഇല്ലല്ലോ, ബാംഗ്ലൂരുണ്ട്. യമഹ എടുക്കുകയാണെങ്കിൽ നീ ഒരു R6 എടുക്കും. നല്ല ബൈക്കാണ്. പക്ഷെ അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു R6 അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കറക്റ്റായിട്ട് പ്രൊഡക്ഷൻ അല്ല, അവർ റേസിന് വേണ്ടിയിട്ട് മാത്രമേ അവർ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ എന്തോ ഒരു ഇതിപ്പോ വന്ന് എനിക്ക് തോന്നുന്നു സെക്കൻഡ്സ് കിട്ടും. പുതിയ മോഡൽ വണ്ടിയുടെ സെക്കൻഡ്സ് എല്ലാം കിട്ടുകയാണെങ്കിൽ എടുക്കാം. എടാ, നമ്മൾ ഈ നോർമൽ റോഡിൽ ഓടിക്കുന്ന പോലെ അല്ലല്ലേ ട്രാക്കിൽ ഓടിക്കുമ്പോൾ ഉള്ള ഫീല്? അല്ലല്ലേ, നമ്മൾ ട്രാക്കിൽ ഫുൾ ഗിയർ യൂസ് ചെയ്യേണ്ടി വരൂല. നമ്മൾ റേസ് ഓട്ടോക്രോസ് ആണ് ഉദ്ദേശിച്ചത്. മോട്ടോക്രോസിൽ സെക്കൻഡ് തേർഡ് വരെ പോകുള്ളൂ. ലെങ്ത് ട്രാക്ക് ഇല്ലല്ലേ. റാലി റേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടെറൈൻ കാണും. അതായത് കുറച്ച് ഒബ്സ്റ്റക്കിൾ പോലെയൊക്കെ കാണും. അതായത് എങ്ങനെ പോയാലും എത്ര കിലോമീറ്റേഴ്സാണ്, ആ കിലോമീറ്റേഴ്സിൽ നമുക്ക് എല്ലാ ഗിയർ മാറാൻ വരും. റാലി റേസ് നീ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കാണ്. ഇപ്പം ഇത് വരുന്നുണ്ട്, MRF റാലി എന്നും പറഞ്ഞ് വരുന്നുണ്ട്. അതിൽ എല്ലാ അത്യാവശ്യം ഗിയർ മാറാനുള്ള ട്രിവാൻഡ്രത്ത് ഒരു 3-4 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. കുറവാണ് ട്രിവാൻഡ്രത്ത്, ബാക്കി എല്ലായിടത്തും മിക്കവരും ഓടിക്കുന്നുണ്ട്. MRF റാലി എന്ന് പറഞ്ഞു. അതിൽ എല്ലാ ഗിയർ, ഇത് നമ്മളെ മോട്ടോക്രോസ് ട്രാക്കിൽ ഒരു 2-3 ഗിയർ മാക്സിമം 3 അപൂർവമാണ്. സെക്കൻഡ് തന്നെയാണ് അത്യാവശ്യം എല്ലാവരും ഓടി. സെക്കൻഡ് തേർഡ് അപ്പം തന്നെ ഗിയർ മാറണം. അടുത്ത ടേൺ എടുത്തുമ്പോഴത്തേക്ക് ഡൗൺ ചെയ്ത് കൈ കൊടുത്ത് വീണ്ടും അടുത്ത ടേൺ വരും. അപ്പോഴത്തേക്ക് അത്രയും ഗിയർ മാറാൻ പറ്റില്ലല്ലോ, 2 ഗിയറിന്റെ ആവശ്യം വരുള്ളൂ. വണ്ടി ഫുൾ അതായത് അത് നമുക്ക് റോഡ് യൂസിന് പറ്റൂല ആ വണ്ടി. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് ഫുൾ ത്രോഡിൽ എപ്പോഴും ഫുൾ ത്രോഡിലെ വണ്ടീൻ്റെ മാക്സിമം പവർ കാണിക്കുള്ളൂ. ഇത് നിങ്ങൾ ട്രാക്കിൽ മാത്രമല്ല ഈ വണ്ടി ട്രാക്കിൽ മാത്രമേ ഇറക്കാൻ പറ്റൂ. എന്നിട്ട് ഡീഅസംബിൾ ചെയ്ത് നേരെ കൊണ്ടുപോകും. അതായത് നമുക്കൊരു കാരവാൻ പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കയറ്റി വെക്കുക, കൊണ്ടുപോകുക. വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. നമുക്ക് അതാണ് ഇവിടെ ഇല്ലാത്തത്. ഇവിടെ നിന്ന് എറണാകുളം വരെ എനിക്കൊന്ന് ഇവിടെ നിന്ന് വേറെ ആരും ഇല്ല ഇത്രയും ലെങ്ത് പോയി റേസ് ഇറങ്ങുന്നത്. പിന്നെ നമ്മളെ കൂടെ
വിനോജ് എന്നൊരു പയ്യുണ്ട്, ബീച്ച് ഏരിയയിലുള്ളതാണ്. ഇപ്പം ലാസ്റ്റ് ഞാനും അവനും കൂടെയാണ് പോയത്, ഷെയർ ഇട്ട് ദോസ്തൊക്കെ പിടിച്ചാണ് പോയത്. എടാ അവിടെ പോയി ജയിക്കുന്നതിന് എത്ര ആയിരിക്കും പ്രൈസ് മണിയൊക്കെ? അത് ഞാൻ ഓടിക്കുന്ന ക്ലാസ്സിൽ ഒരു 10K വരുള്ളൂ. 7, 8 മാക്സിമം. ഫസ്റ്റ് പ്രൈസ് 8 അല്ലെങ്കിൽ 9, 6 വരുള്ളൂ. സെക്കൻഡ് ഫസ്റ്റിന് എത്ര വരും? 10 രൂപയ്ക്കകത്ത്. 10,000, അതായത് 10 to 8, 8, 10 ഇത്ര വരുള്ളൂ. പിന്നെ 6, 5, 3 അങ്ങനെ വരുള്ളൂ. ചെയിനിന് ചിലവുണ്ടല്ലോ. എനിക്ക് നോവൈസിന് 2 ക്ലാസ് ഉണ്ട്. ആ 2 ക്ലാസ് 2 ഫസ്റ്റ് അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 29 കിട്ടും. അങ്ങനെ കൂടെ ഒരു ഇതിലുണ്ട്. പിന്നെ നമ്മൾ ഓരോ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. വണ്ടി കറണ്ടിന് അപ്ഡേഷൻ വരും. ഇപ്പം പുറത്തുള്ള വണ്ടിയുടെ യൂണിറ്റൊക്കെ ഇപ്പം എല്ലാ വണ്ടിക്കും വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ വണ്ടി ഇപ്പോഴും നോർമലാണ് ഇരിക്കുന്നത്. ഇനി അടുത്ത അപ്ഡേഷൻ അതാണ്. അതിന് എങ്ങനെ പോയാലും 10-80,000 രൂപ വണ്ടി ഫുൾ എഞ്ചിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് അടുത്ത ലെവലിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ഹെവി ലെവലിലോട്ട് മാറണമെങ്കിൽ വണ്ടി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന് കുറച്ച് ചിലവുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതും കൂടെ നമ്മൾ ഒരു വഴി കണ്ടെത്തി വെച്ചേക്കണം. അല്ല, എനിക്ക് തോന്നുന്നു ഇത് കൂടുതലും ഈ എന്തെങ്കിലും എക്സ്ട്രാ ഒരു വർക്ക്, അല്ല അവർക്ക് വർക്ക് ചെയ്തിട്ട് ഇതൊരു പാഷനായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആണ് നല്ലത്. ഇതൊക്കെ ഉണ്ടല്ലോടാ ഭയങ്കര കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ വരണമെന്നാണ് എനിക്ക് ആഗ്രഹം. കാരണം നമ്മളിതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഇതൊക്കെ കാണാൻ ഭയങ്കര രസമല്ലേ. നമ്മൾ ആസ് എൻ എന്തൂസിയസ്റ്റിലേക്ക് ഇതൊക്കെ കാണാൻ പോലും കിട്ടാറില്ല. പിന്നെ എങ്ങനെയാണ് അതൊക്കെ എൻജോയ് ചെയ്യുന്നത്? അല്ല, ഇത് റേസ് എങ്ങനെയും കൊണ്ടുവരുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, നോക്കുന്നുണ്ട്. ഒരു ട്രാക്ക് അല്ലെങ്കിൽ അക്കാഡമി കണക്ക് ഒരു സ്ഥലത്തിൻ്റെ ദിവസം ഞാൻ പറഞ്ഞില്ല, അതും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അക്കാഡമി കണക്ക് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കും പ്രാക്ടീസ് ചെയ്യാം. കുറേ പേർക്ക് ഇതൊരു ഐഡിയ കിട്ടും. എന്താണ് ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്നുള്ള ഒരു പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ എന്റർടൈനിങ് ഫാക്ടർ പോലെ തന്നെ ഇതൊരു സ്പോർട്സ് എന്നാണ്. ആ ഒരു ഇതിലാണ് അവരെല്ലാവരും കാണുന്നത്. അപ്പം ഇവിടെ എല്ലാവരും അവന് പെട്രോൾ അടിക്കാൻ കൂടുതലുള്ളതുകൊണ്ട് അവൻ ചെത്ത് പോകണം എന്ന് പറഞ്ഞല്ലേ നടക്കുന്നൊക്കെയുണ്ട്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, എടാ ഇതൊരു RX100 ഉള്ളൊരു ചേട്ടൻ, നമ്മുടെ വിനായകനില്ലേ വിനായകനെ കണക്കിരിക്കും അണ്ണനെ കാണാനായിട്ട്. എന്നും രാവിലെ സ്കൂളിൽ ബസ് കയറാൻ നിൽക്കുമ്പോൾ ഈ അണ്ണനാണെങ്കിൽ ബൈക്കിൽ RX100 സൗണ്ട് അറിയാമല്ലോ. നീ ഉദ്ദേശിച്ച മറ്റേ പൊക്കമുള്ള വർഷാപ്പിട്ട് അങ്ങനെയാണ് ശ്രീകാന്ത്. അങ്ങനെ വർഷാപ്പിലുണ്ട് ഞാൻ പോകണം. പണ്ട് ചെക്കാല നമുക്കൊരു വർഷാപ്പ് ഉണ്ടായിരുന്നു, ബ്ലൂ സ്റ്റാർ മോട്ടോഴ്സ്. പുള്ളിയുടെ വർക്ക്ഷോപ്പിന്റെ ദിവസമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വിനായകനെ പോലെയാണ് ആശയം. പോകുമ്പോഴത്തേക്കുണ്ടല്ല വീൽ ചെയ്തേ പോകും. വീലല്ലടാ ഭയങ്കര സൗണ്ടാണ്. അപ്പൊ അവിടെ ഇരിക്കണ അമ്മച്ചിമാരെല്ലാം എന്ന് പറയും, അവൻ രാവിലെ ഇറങ്ങുന്നുണ്ട് ബൈക്ക് കൊണ്ട്, ഇങ്ങനെ ഉള്ളവരാണ് ആക്സിഡന്റ് ഒക്കെ കാരണം. മോളിൽ താമസിച്ചിരുന്ന അപ്പൊ വണ്ടി ഇറങ്ങിയിട്ട് നമ്മളിവിടെ ഞാൻ ശ്രീലക്ഷ്മി കൂടി ഇവിടെയാണ് ബസ് കയറാൻ നിൽക്കണം. പണ്ടൊരു പോകണം എന്നും പറഞ്ഞ് ഈ ചെല്ലം ഒറ്റ കിടക്കല്ലേടാ, ഒരു പോക്കാണ്. അങ്ങനെയാണ് ഞാൻ സ്കൂളിലൊക്കെ ഓരോ സമയം ഓരോ വണ്ടിയിൽ എന്നെ കൊണ്ട് ചെമ്പന്തിലല്ലേ പഠിച്ചത്. അപ്പൊ ചടകന്റെ ചെമ്പ അങ്ങനെ 2 പെണ്ണുങ്ങളെയും കാണാം എന്നെ കൊണ്ട് ഓരോ ദിവസം ഓരോ ബൈക്കിലാണ്. അവിടുത്തെ സീരിയസിന് ചൊറിയും ഡെയിലി ഓരോ വണ്ടിയിൽ വരെ. കൊള്ളാം എന്തായാലും. എടാ ഞാനുണ്ടല്ല ഒരു റേസ്, എനിക്ക് റേസിങ്ങിനെ കുറിച്ച് ഭയങ്കര നോളജ് ഒന്നുമില്ല. അപ്പം ഈ ലിറ്റിയാണ് ഒരു ദിവസം കാണിച്ചിട്ടുണ്ടോ, നീ ഒരു സംഭവം കണ്ടിട്ടുണ്ടോ ഈ ഞാൻ ഇങ്ങനെ റേസിന്റെ കാര്യം സംസാരിച്ചപ്പം ഈ ഐൽ ഓഫ് മാൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഐൽ ഓഫ് മാൻ TT എന്ന് പറഞ്ഞിട്ട് എടുത്തൊരു സാധനം കാണിച്ചു തന്നാളിയാ. എടാ വിനു, ബുള്ളറ്റ് പോവല്ലടാ. അതിന്റെ സൗണ്ട് വേണമെങ്കിൽ ഇതാണെങ്കിൽ അതില് ഒന്നെങ്ങാനും മറ്റേ ഇതായാലോ ഇടിച്ചു കഴിഞ്ഞാലും പിന്നെ നോക്കണ്ട, പിന്നെ പപ്പടം തവിട് പൊടിയാണ്. അറിഞ്ഞൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐൽ ഓഫ് മാൻ TT റേസ് എന്ന് പറഞ്ഞ ദിവസം സെർച്ച് ചെയ്ത് നോക്കിയാൽ അടിച്ചാലും മതി. ഈ ഐൽ ഓഫ് മാനിൽ തന്നെ ജയിക്കുന്ന പേര് എനിക്ക് അറിഞ്ഞൂടെ, ഒരു ഫാമിലി ഉണ്ട്. അവരുടെ പാരമ്പര്യമായിട്ട് ചെയ്യണമുണ്ട്. അവന്റെ അച്ഛൻ അതിൽ മരിച്ചിട്ടുണ്ട്, അവന്റെ അമ്മാവൻ അതിൽ മരിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ബ്രദറും മരിച്ചു. ഇപ്പൊ അതിന്റെ യങ്ങസ്റ്റ് പയ്യനാണ് ഇപ്പൊ ഓടിക്കുന്നത്. അവന്മാർക്ക് അതിൽ മരിക്കുന്ന എന്തോ ഒരു അച്ചീവ്മെന്റ് ഒരു തലമുറയിൽ ഒരാളെങ്കിലും മരിച്ചില്ലെങ്കിൽ അവരുടെ ടോപ്പായിട്ട് നിൽക്കുന്ന. പക്ഷെ അത് ഭയങ്കര ഡേഞ്ചർ. അത് ഓടിക്കണമെങ്കിൽ എത്രയോ ഫിസിക്കലി എന്തൊക്കെയോ. നീ ഓടിക്കളിയാ എന്റെ അളിയാ വാലന്റീന റോസി പോയിട്ട് പോലും പറ്റൂല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വെക്കളഞ്ഞ് റോസിയോടെ പോയപ്പോഴത്തേക്ക് അവസാനം ചുമ്മാ ട്രെയിലൊക്കെ അടിച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്ന പുള്ളിയെ കൊണ്ട് പറ്റൂല എന്നുള്ളതായിരിക്കണം. കാരണം അത്രയും ഡേഞ്ചറാണത്. അത്രയ്ക്ക് ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഈ കർവ് പോലെയൊക്കെയാണ് റോഡ് കിടക്കുന്നത്. സാധാ റോഡാണ് അത് ട്രാക്ക് അല്ലത്, അത് അവിടുത്തെ റോഡാണ്. ആ റോഡിൽ അവർ 260, 299 അടിച്ച്
പോകുന്നതേ മഴയത്തൊക്കെ 299 പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവൻ പതുക്കെ പോയി കഴിഞ്ഞാൽ ബാക്കി വേണം ഇടിച്ച് തെറിപ്പിക്കും. അതാണ് റിയാക്ഷൻ ടൈം ഒക്കെ കിട്ടണം. അത് നീ ആ വീഡിയോ കാണുന്ന ആ 299 വന്നിട്ട് വണ്ടിയൊക്കെ ഷെയ്ക്ക് ആയിട്ട് അതിനെ ബാലൻസ് ചെയ്തൊക്കെ വളയ്ക്കുന്നതൊക്കെ എങ്ങനെയാണോ എന്തോടാ എനിക്കറിഞ്ഞൂടാ എന്ന് മാത്രമേ കേൾക്കാവൂ. ആനുവൽ ആയിട്ട് നടക്കുന്ന എന്തെങ്കിലും ഒരു ഗ്രാൻഡ് റേസ് ഇവന്റ് നമ്മൾ ട്രിവാൻഡ്രത്ത് വരണം. ഞാൻ പറയാം കൊച്ചിൻ കാർണിവൽ. നേരത്തെ നീ കണ്ട റേസ് ഞാൻ ഗൂഗിൾ ചെയ്തോണ്ടിരുന്നപ്പോ കൊച്ചിൻ കാർണിവൽ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ആ റേസിന് അതൊരു റേസാണ്. അതായത് പണ്ടൊക്കെ നമ്മുടെ ഈ ഇവിടുത്തെ ഭീമാപള്ളി റേസ് നടത്തുന്നുണ്ടായിരുന്നു. ക്രിസ്മസ് സമയത്ത് പുതുകുറിച്ചി റേസ് എന്ന് പറഞ്ഞ റേസ് നടത്തുന്നുണ്ടായിരുന്നു. നമ്മളെ മരിച്ചുപോയ മണികണ്ഠൻ ചേട്ടൻ, മാമ്പൻ ചേട്ടൻ രണ്ടുപേരും മരിച്ചുപോയി. രണ്ടുപേരും ഒരാൾ ആക്സിഡന്റിൽ ഒരാൾ സൂയിസൈഡ് ചെയ്തു. അപ്പോൾ അവരായിരുന്നു ട്രിവാൻഡ്രത്തെ ഏറ്റവും നല്ല റൈഡേഴ്സ്. അതായത് അത്യാവശ്യം പേര് കേട്ട റൈഡേഴ്സ് അവരാണ്. അതായത് എങ്ങനെ പോയാലും ആ സമയത്ത് ഞാൻ ഇവരുടെ റേസൊക്കെയാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. ഇവർ ഓടിക്കാൻ പോകുമ്പോൾ കൊല്ലത്തൊക്കെ ഞാൻ പോവും, റേസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോവും. അപ്പോഴത്തേക്ക് ഇവരൊക്കെ ഒരു വൻ സംഭവമാണ്. അന്നത്തെ ഇവരെ ഒരു 26 അവരുടെ ആ ഏജൊക്കെ അതൊക്കെ ആയിരിക്കും. ആ ഏജിലൊക്കെ കൊതുവിനടിക്കും എത്തി അടിക്കേണ്ട ആവശ്യമുണ്ടോ. അപ്പോൾ അവരൊക്കെയാണ് ഞാൻ കുറേയൊക്കെ കണ്ടത്. പിന്നെ എൻ്റെ മെക്കാനിക്ക്, എൻ്റെ വണ്ടി പണിയുന്ന ഒരു ചേട്ടനുണ്ട്, ജിതിൻ പൊടിയൻ എന്ന് പറയുന്നത്. ഒരു നമ്മളെ പൊടിയൻ ചേട്ടനില്ലേ, അങ്ങനെ അറിയാം, അവൻ്റെ വണ്ടി അവിടെ പണി ചെയ്തിട്ടുള്ള. അപ്പോൾ അവരൊക്കെയാണ് എന്നെ ഇപ്പോഴും റേസിന് കൊണ്ടുപോകുമ്പോൾ എൻ്റെ മെയിൻ മെക്കാനിക്ക് അവരാണ്. ഞാൻ പോലും അല്ല എൻ്റെ വണ്ടി പണിയുന്നത്, ചേട്ടനാണ് വണ്ടി പണിയുന്നത്. കാരണം ഞാൻ അന്ന് തൊട്ടേ എൻ്റെ യമഹ കൊണ്ടു കൊടുത്തതും പുള്ളിയിലാണ്. പുള്ളി അത്യാവശ്യം 2-3 കുറേ റേസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ റേസ് പിന്നെ ഈ ഉള്ളൂർ ഭാഗങ്ങളിൽ, ഉള്ളൂരാണ് അത്യാവശ്യം റൈഡേഴ്സ് ഉള്ളത്. ഇവരെല്ലാം ഉള്ളൂർ ബേസ്ഡ് ആയിരുന്നു. സ്വർണ്ണൻ എന്ന് പറയും, സ്വർണ്ണപ്പല്ലുള്ള ചേട്ടനുണ്ട്, പിന്നെ ചക്കച്ചി എന്നൊരു ചേട്ടനുണ്ട്, പിന്നെ ഈ ചേട്ടൻ നമ്മുടെ അരുൺ ചക്കച്ചി എന്ന് പറയും, നമ്മളങ്ങനെ അറിയപ്പെടുന്നത്. പിന്നെ ഈ പൊടിയും ചേട്ടൻ. ഇവരൊക്കെ അന്ന് 3-4 വണ്ടിയൊക്കെ ഒരേ കണക്കൊക്കെ സെറ്റ് ചെയ്ത് റേസിന് പോകും. അപ്പം നമ്മളും ഇതിൻ്റെ പോയി ഇവരെല്ലാവരും റേസ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാനൊക്കെ പോയിട്ട് അന്ന് ഞാൻ ആദ്യമായിട്ട് അവിടെ റേസ് ചുമ്മാ പോയി ഇറങ്ങി. മറ്റേ ചെളിയിൽ, മറ്റേ വൈപ്പിൻ റേസ് എന്ന് തന്നെ അറിയപ്പെടുന്നത്, വൈപ്പിൽ, പുതുവൈപ്പിൽ. ആ റേസൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇറങ്ങി, എഞ്ചിൻ ചെയിനൊക്കെ കുരുങ്ങി നിന്ന് സംഭവം കൊള്ള. ആദ്യമായിട്ട് ഇറങ്ങിയ റേസാണ്, കൊള്ള അടിപൊളി, വേറെ ലെവല്, ചെളിയൊക്കെ അടിച്ച് കയറി. അന്ന് എനിക്ക് അത്ര +2 പഠിക്കുന്ന സമയമാണ്. ഞാൻ റേസിന് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. അപ്പോഴത്തേക്ക് കൊള്ളാം. അങ്ങനെ അവരുടെ വണ്ടി, ഒരു ചേട്ടൻ്റെ വണ്ടി, സ്വർണ്ണം എന്ന് പറഞ്ഞാൽ വണ്ടി ഷെയർ ചെയ്ത് വണ്ടിയൊക്കെ നമ്മൾ പണി ചെയ്ത് എവിടെയെങ്കിലൊക്കെ ആ കുളത്തൊക്കെ പോയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പോലീസൊക്കെ വന്ന് ഇറങ്ങി ഓടി എസ്കേപ്പൊക്കെ ആയിട്ടുണ്ട്. അതിന് ശേഷം എനിക്ക് ഇതിനോട്ട് ഭയങ്കരമായിട്ട് ഇതായി പ്രൈസായി. തമിഴ്നാട്ടിൽ നിന്ന് ഒരു 5000 രൂപയ്ക്ക് നമുക്ക് എമ കിട്ടി. അതിനെ കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ റേസ് വണ്ടിയൊക്കെ ആക്കി. പിന്നെ ആ ചേട്ടനാണ് എൻ്റെ വണ്ടിയെല്ലാം പണിയാണ്. ഇപ്പോഴും 2016 തൊട്ട് ഇപ്പം ഞാൻ പോയ എല്ലാ റേസിനും ഈ ചേട്ടൻ എൻ്റെ കൂടെ വരും മെക്കാനിക്കായിട്ട്. പുള്ളിയാണ് എൻ്റെ വണ്ടി അസംബിൾ ചെയ്യണത്, ഡിസംബിൾ ചെയ്യണത്, എല്ലാ മെക്കാനിക്കൽ വർക്ക് എല്ലാം പുള്ളിയാണ് ചെയ്യണത്. പൈസയൊന്നും എൻ്റെ ഒന്നും മേടിക്കത്തില്ല, ഞാൻ വണ്ടിയുടെ പാർട്സ് മാത്രമേ കൊടുക്കുകയുള്ളൂ. പുള്ളി എല്ലാം, അതായത് ഒരു റേസറിന് ഒരു മെക്കാനിക്ക് അത്യാവശ്യമാണ്. ഞാൻ ഇപ്പം ആക്സിഡൻ്റ് ആയിരുന്നാൽ പോലും എൻ്റെ വണ്ടി ഇപ്പോൾ ചരിഞ്ഞ് വീണ് ചിലപ്പോൾ എനിക്ക് ആ സമയത്ത് വണ്ടി എടുത്ത് പണിയാനുള്ള ഒന്നാമത് എനിക്ക് വലിയ സ്റ്റാമിന കുറവാണ്. അപ്പം ഞാൻ റേസൊക്കെ ഓടിയിട്ട് വന്ന് അങ്ങ് ഇരിക്കുകയായിരുന്നു തന്നെ. പിന്നെ അയ്യോ ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ പുള്ളിയാണ് എൻ്റെ വണ്ടിയെല്ലാം മെക്കാനിക് സൈഡ് എല്ലാം നോക്കണം. അപ്പം ഒരു മെക്കാനിക്ക് ഇതിൻ്റെ കൂടെ മസ്റ്റാണ്. അപ്പോൾ അവരുടെ സപ്പോർട്ട് ഉണ്ടല്ലോ, എനിക്ക് അത്യാവശ്യം എല്ലാ രീതിയിലും എന്നെ നല്ല രീതിയിൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും റേസ് ഓടിക്കുന്നത്. ആ സമയത്ത് ഈ റേസ് കാണാൻ വന്ന അവരൊക്കെ ഇറങ്ങാൻ പറ്റിയത് എന്ന് വെച്ചാൽ ഇറങ്ങാൻ ഇതൊരു കഴിവ്, ഇതൊരു അത്യാവശ്യം പാഷൻ മാത്രം പോയി ഓടിക്കാൻ വേണ്ടിയിട്ടൊരു മെൻറ്റാലിറ്റിയും കൂടി ഇതിന് വേണം. എനിക്ക് ഓടിച്ചാൽ കൊള്ളാം എന്നുള്ള നോക്കി അത്യാവശ്യം ഓടിച്ച് സ്വന്തമായിട്ട് എവിടെ സ്ഥലം കണ്ടെത്തി, എല്ലായിടവും ഞാൻ സ്ഥലം കണ്ടെത്തി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. കുറേ നാൾ എനിക്ക് സ്ഥലങ്ങളില്ല, ട്രാക്കിൽ പോകുന്നു, അവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു, അവിടെ തന്നെ റേസ് പറയാൻ. അങ്ങനെ എനിക്ക് കുറച്ചുകൂടെ അപ്ഡേറ്റ് ആവത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രാക്ടീസ് സ്പോട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ലാസ്റ്റിലത്തെ സ്പോട്ടിൽ കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്തപ്പോഴത്തേക്ക് കുറേ വ്യത്യാസങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതിൽ പ്രാക്ടീസ് ഇല്ലാതെ ഈ റേസും കൊണ്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ട്രാക്കിൻ്റെ കാര്യങ്ങളിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഈ ട്രാക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ റൈഡേഴ്സിനെ എനിക്ക് കൊണ്ടുവരാൻ പറ്റും, എനിക്ക് കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്യാനും പറ്റും. പുതിയതായിട്ട് പഠിക്കാൻ ആരെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് അതിന് വേണ്ടിയിട്ട് കുറെ ആൾക്കാർ നോക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ഒരു അക്കാഡമി തുടങ്ങാൻ വേണ്ടിയിട്ടും കൂടെ ഇങ്ങനെ ആഗ്രഹമുള്ളവർക്ക് പ്രോപ്പർ ഒരു ട്രാക്കിൽ തന്നെ ചെയ്യുന്നതാണ്. കാരണം അറിയാം, ഞാനൊക്കെ ഓടിക്കുന്ന സമയത്ത് എനിക്ക് പറഞ്ഞു തരാൻ ആളില്ല, മനസ്സിലായ. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോഴത്തെ നമ്മൾ എല്ലാം മാറി. ഇപ്പോഴത്തെ ഞാൻ ഇപ്പോൾ റൈഡർ ആണെങ്കിൽ എനിക്ക് പറഞ്ഞോണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എന്നെക്കാട്ടി അവൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവൻ കയറി വരും
എന്നോ എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ആർക്കായാലും ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഇങ്ങനെ ചേട്ടാ ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഞാൻ പറയും ഇങ്ങനെയാണ് കാര്യങ്ങൾ, നിനക്ക് അത് ഞാൻ ഈ എല്ലാ കാര്യം പറയും, പൈസയുടെ കാര്യം എല്ലാം പറയുമ്പോഴത്തേക്കൊക്കെ എല്ലാവരും ബാക്ക് വലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായോ? ഇപ്പോൾ പൈസ ഉള്ളൊരു പയ്യൻ എൻ്റെ അടുത്ത് ചേട്ടാ എനിക്ക് പൈസ എല്ലാം ഉണ്ട്, എനിക്ക് അവൻ്റെ ട്രാക്കുണ്ട്, എന്നെ പഠിപ്പിച്ചെന്നാൽ മതി, ഞാൻ ഉറപ്പായിട്ട് പോയി പഠിപ്പിച്ച് കൊടുത്തിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്ന വഴി എനിക്കറിയാം, ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്താണ് വന്നത്. അപ്പോഴത്തേക്ക് അതുപോലെ അവന് ഇതെല്ലാ സംഭവങ്ങളും ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് അവന് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു ഇതുമില്ല. അവൻ കയറി വരാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതെന്ന് പറഞ്ഞേ ഇരിക്കത്തുള്ളൂ. പിന്നെ ഒന്ന് വഴി തിരിച്ചു വിടട്ടാ. ഓ എടാ നീ ഇന്നാള് കണ്ണന്റെ എപ്പിസോഡ് കണ്ടപ്പോഴേ വല്ലാത്ത വഴിതിരിവായി പോയടാ, വല്ലാത്ത ഒരു സെക്കൻഡ് വഴിതിരിക്കണതിന് മുമ്പ് എടാ ഇല്ല, അത് നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ് എടാ. ഇത് ഈ ഒരു കാര്യത്തിന് ഞാൻ നിന്റെ അടുത്ത് അന്ന് ഞാൻ ഫുൾ സപ്പോർട്ടായിരിക്കും. എന്ത് ഇതുണ്ടെങ്കിലും ഈ സംഭവം നീ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ പോപ്പുലറൈസ് ചെയ്ത് തരണമായിരുന്നു ഞാൻ. ഓക്കെ, അങ്ങനെയുള്ള ഒരു സപ്പോർട്ട്. വേറൊരു കാര്യം വേണ്ടി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടിട്ട് ആരെങ്കിലും ഈ ഒരു റേസ് കണ്ടക്ട് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഇതിലോട്ട് സ്ഥലമുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇത് ഓർഗനൈസ് ചെയ്യാനേ ഉള്ളൂ. ഒരു റേസ് കൊണ്ടുവരണം എന്നായിരുന്നു എൻ്റെ വല്ലാത്തൊരു ആഗ്രഹമാണ്. ആ സമയത്താണ് അവർ ഡയട്രിക്സ് എന്ന് പറഞ്ഞ റേസ് കോളേജുകാർ കൊണ്ടുവന്നത്. അങ്ങനെ അവർ എന്നെ വിളിച്ച് ചേട്ടാ ഇങ്ങനെയാണ് അവർ ഈ റേസ് ട്രാക്ക് ഇട്ടില്ലേ, അവർക്ക് എന്നെ അറിയാം, ഒഫീഷ്യലി എന്നെ അറിയാം, അവിടെ പോയിട്ട് പരിചയപ്പെട്ടവരാണ്. അപ്പോൾ അവരോട് ഇങ്ങനെ ഒരു പയ്യ അവിടെ ഉണ്ട്. അങ്ങനെ അവർ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെയാണ് അവർ ഒരു ഡോക്യുമെൻ്ററി കണക്ക് ഒരു ഇതൊക്കെ ചെയ്തത് ഒരു റേസിനെ കുറിച്ച്. അപ്പോൾ അവർ കോളേജ് ആയതുകൊണ്ട് അവരുടെ അമ്മയുടെ എന്തോ സപ്പോർട്ടിലാണ് ആ ഗ്രീൻഫീൽഡ് സ്ഥലം കിട്ടിയത്. നമുക്ക് ആ സ്ഥലം തന്നെ കിട്ടിയാലും നമുക്ക് റേസ് കണ്ടക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അത്യാവശ്യം നമ്മുടെ കഴക്കൂട്ടത്ത് സെൻ്ററാണ്, മനസ്സിലായ. അത്യാവശ്യം ഗ്രീൻഫീൽഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ റേസ് നടത്താൻ പറ്റുകയാണെങ്കിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ചെയ്യാം. സ്ഥലമുണ്ട്, ട്രിവാൻഡ്രത്ത് സ്ഥലമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട്. ഇനി നീ വഴി തിരിച്ചോ? ഫ്ലോ പോയി. എടാ അതല്ല, ഇവ കണ്ണന്റെ എപ്പിസോഡ് ഇവിടെ ഇരുന്നാണ് കണ്ട, നമ്മള് പോഡ്കാസ്റ്റ് ചെയ്തോണ്ടിരുന്നപ്പോ ഇവിടെ ഇപ്പോഴും എന്റെ ഇത് തരിക്കുന്നു, തള്ളാണ് എന്തോന്ന് 8ാം ക്ലാസ്സിൽ. പിന്നെ ഇത് ആൾട്ടോ ഓട്ടിച്ച കഥ. ആൾട്ടോ ഓടിച്ച് അവൻ മറ്റേ 60 പോയിരുന്നു. സ്കൂളിൽ ആപ്പാടെ വണ്ടി 30 വരെ പോകും. അവൻ 60 കയറ്റി. ഞാൻ ഇങ്ങനെ അതല്ല എന്നെ ഫസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ബാനോട്ടൊക്കെ അടിച്ച് ഒരു പോക്കുന്നു. തള്ളടാ അത് കണ്ണാ, എന്താടാ അത്? ഇതില് നിങ്ങൾ ടാഗ് ചെയ്യണം. കണ്ണ ഇപ്പൊ എന്താണെന്ന് അറിഞ്ഞൂടെ, ചെറുതായിട്ട് തള്ളി തുടങ്ങിയിരിക്കുന്നത്. അവന് ഈ ഇടയായിട്ട് ഇപ്പൊ കൂടുതലായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. എറണാകുളം പോയതിനു ശേഷമാണ് തള്ളിന്റെ അവന്റെ കൂടെ കാരണം നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാലേടാ, ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ണൻ വേറെ കണ്ണനാണ്. ആണ് നമ്മുടെ കൂടെ ഇരിക്കുമ്പോ അവിടെ ഇരിക്കുമ്പോ ഒരു രീതിയിലാണ് കണ്ണന്റെ. അല്ല അവൻ എന്തോ 2-3 വേർഡ് എപ്പോഴും പറയും, ലൈക്ക് മറ്റേ ഇതുണ്ട്. ആക്ച്വലി നിന്റെ ആണല്ലേ മറ്റേ ഇത് മറ്റേ എന്തോന്നും മച്ചാനത് പോരളിയെന്ന് പറയുന്നത്. അതുപോലെ ഒരു വീഡിയോ അവന്റെ ഇറങ്ങണം. ആക്ച്വലി ഒരു 40 ലൈക്ക് പറഞ്ഞു. പിന്നെ ഒരു സോഡ നാരങ്ങുള്ളവന്റെ. അല്ല ഞാൻ പറഞ്ഞു, മച്ചാനത് പോരളിയാണ് ഞാൻ ഉദ്ദേശിച്ചാണ്, മനസ്സിലായി. അല്ല കണ്ണൻ ചെറിയ തള്ളാണ് കേട്ടോ അതിന്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കണ്ണാ നീ സത്യം പറഞ്ഞാടാ കണ്ണാ, ആവശ്യമില്ല തള്ളി പയ്യന്മാർ ട്രോൾ വാങ്ങിയത് ഇതിനാണ്. അല്ല ഇത് മിക്കവാറും കണ്ണൻ നോട്ട് ചെയ്തിട്ട് ഇതാരും ഇട്ടത് നോക്കും ദാസൻ. ഓണത്തിന് വരണുണ്ട് കേട്ടോ. അല്ലല്ല കണ്ണന് ഓണത്തിന് വരികയാണെങ്കിൽ കണ്ണനടുത്ത് നമുക്ക് ചോദിക്കാം, അളിയ നീ എന്തിനു തള്ളിയത്, നീ ഒന്ന്. അപ്പോൾ തള്ളല്ല ഉടനെ കാര്യമാണ്, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വേണമെങ്കിൽ മറ്റേ അങ്ങനെ വിളിക്കാം ഞാൻ പറയും. അഥവാ അന്ന് 8ാം ക്ലാസ്സിൽ ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്ന് പറഞ്ഞപ്പോഴേ അവൻ നമ്മളോട് തർക്കിച്ചാണ്. അവൻ സമ്മതിക്കില്ല. നോക്കിയിട്ടാണ് ഗെയിം കണ്ടുപിടിച്ച വർഷം കൊടുത്തത്. അല്ലല്ല അവൻ അത് 60 തള്ളുണ്ടായിരുന്നു. പിന്നെ 1.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി പണിയത്, അത് ചെറിയ തള്ളായിരുന്നു. ഞാൻ ചോദിച്ചു എങ്കിൽ വേറെ വണ്ടി എടുത്താൽ പോരുന്നു. അല്ല അത് നൈസ് പോയിന്റ് ആയിരുന്നു. എനിക്ക് പിന്നെ നീ R3 വല്ല എടുക്കാത്തത്, അന്ന് R3 ഫെമിലിയർ അല്ലായിരുന്നു. ഇപ്പം R3ക്ക് ഭയങ്കര ഡിമാൻഡ് ആയി. ആ വണ്ടി എടുത്താൽ എന്നാലും 1 ലക്ഷം രൂപയ്ക്ക് വണ്ടി എടുത്ത് നേരെ കൊണ്ട് ഓൾട്രേഷൻ ചെയ്യാൻ അത് മോശമായി. 101 കിലോമീറ്റർ ഓടി എനിക്കറിയാം.
മിക്കവാറും അവനെ മുണ്ട് വരച്ചടിക്കും ഓണത്തിന് വരെ എനിക്ക് അടിക്കണം. നീ കോമ്പറ്റീഷൻ വെക്കണമെങ്കിലേ അവനെ ഓപ്പോസിറ്റ് ടീമിൽ വെച്ച നല്ലൊരു നിക്കർ ഇട്ടോണ്ട് വരാം. നിന്റെ മുണ്ടല്ല, അവന്റെ മുണ്ട് വരച്ച് നിന്റെ തലയിൽ കയറിയിട്ട് തോമ അടിക്കൂല, ആട് തോമ. പിന്നെ എന്തായാലും നമ്മളിപ്പം പറഞ്ഞു തന്നതിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, ഒന്ന് ബൈക്കിൽ ഡിപ്പെൻഡ് ചെയ്തല്ല ഇരിക്കുന്ന കാര്യങ്ങൾ, അത് ഓടിക്കുന്ന ആളും ഓവർ കോൺഫിഡൻസ് കാണിക്കുമ്പോഴാണ് ഈ ആക്സിഡൻറ്റുകൾ വരുന്നത്. ബൈക്ക് അറിഞ്ഞ് റോഡ് അറിഞ്ഞ് നിയമം അറിഞ്ഞ് നമ്മുടെ റോഡ് അറിയണം, നമ്മുടെ റോഡിൽ ഓടിക്കുന്ന ആൾക്കാരെ അറിയണം, നിയമങ്ങൾ അറിഞ്ഞ് ഓടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും ആക്സിഡന്റ് വരില്ല. ഓപ്പോസിറ്റ് വരുന്ന ആളുടെ തെറ്റുകളുണ്ട്, ആക്സിഡന്റ് വരാം, അത് സ്വാഭാവികമാണ്. പക്ഷേ ബൈക്ക് ഓടിക്കുന്ന ഒരാൾ എന്തായാലും ശ്രദ്ധിച്ച് ഓടിക്കുക, മാക്സിമം നോക്കി കണ്ട് ഓടിക്കുക. പിന്നെ നല്ല പൊളിച്ചു പോകുമ്പോഴേ തിരിച്ചു ഒരു പൊളിച്ചു പോകണ്ട, തീർന്നു അല്ലേ. ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോ അതുപോലെ ഒരാൾ ഇങ്ങോട്ട് വന്നാൽ മതി. സ്പീഡ് എടുക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഗിയറുകൾ യൂസ് ചെയ്യുക. അല്ലാതെ ഇവിടെ റോഡിൽ അധികം സ്പീഡ് എടുക്കാതിരിക്കുക. എടാ സ്പീഡ് ലിമിറ്റിന് അകത്തുള്ള സ്പീഡ് ഇവിടത്തെ ലിമിറ്റ് ആണെങ്കിലും ഈ റോഡ് ക്രോസ് ചെയ്യുന്നവരെ ഈ മേലോട്ട് നോക്കിയിട്ടാണ് ചില സമയം ചില അപൂർവന്മാരൊക്കെ ഉണ്ട്. എടാ ഇവിടെ നിന്ന് വണ്ടി വരെ ആയിരിക്കും, അങ്ങോട്ട് നോക്കിയിട്ടായിരിക്കും ക്രോസ് ചെയ്യുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ. അപൂർവന്മാരല്ല, എല്ലാ ഏജിലുള്ളവരും അങ്ങനെ ചിലവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോടിക്കുക, മാക്സിമം ഗിയേഴ്സ് ഒക്കെ ഇട്ട് ഓടിക്കുക, അതാണ് നല്ലത്. ലോങ് പോണവരെ അത്യാവശ്യം എല്ലാവരും ഇപ്പം ഗിയേഴ്സ് ഒക്കെ ഇട്ട് തന്നെയാണ് ഓടിക്കുന്നത്. ഗിയേഴ്സ് ഇടാം, ആ ഗിയർ, ഓ സൂപ്പർ, വെല്ലടിച്ചു കൊടുക്കും. പിന്നെ വീഡിയോ ആണ്. പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റേസുകൾ വരിക, ഒരുപാട് വരണം. അതെനിക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ്. വിഷ്ണു, നീ ഇറങ്ങുകയാണെങ്കിൽ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫുൾ സപ്പോർട്ട് അതിന് കൂടെ കാണും. നമ്മളത് വ്ളോഗും ആക്കുന്നതായിരിക്കും ക്വിസ്. ഈ തൃശ്ശൂരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് കുറെ നാളുകൊണ്ടേ ഉള്ള ഒരു ഹിസ്റ്ററി ഇല്ല, പണ്ടോട്ടേ ഉള്ളതാണ്. കാരണം അവിടെ ജിന്നെന്ന് റൈഡർ അറിയാം, ഞാൻ കണ്ടായിരുന്നു. പുള്ളി ആ ഒരു രീതിയിലാണ് വന്നത്. പുള്ളി ഇപ്പോഴും അറിയപ്പെടുന്നത് ആ ഒരു ഇത് തന്നെയാണ്. അപ്പോൾ തൃശ്ശൂരുകാർക്ക് അതൊരു അഭിമാനമാണ് അവർക്ക്, മനസ്സിലായ. ഇത്രയും വലിയ ഒരു മനുഷ്യൻ ഇപ്പോഴും കൊച്ചു പയ്യന്മാരുടെ 18 to 26 ആ ഏജിലുള്ളവരുടെ ഇപ്പോഴും റേസ് ചെയ്ത് വിന്നിങ് ആണ് പുള്ളി. ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പോടി എപ്പോഴും കാണും. അപ്പം പുള്ളി അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവിടെ എത്തിയത്. ഇപ്പം TVS ആണ് പുള്ളിയുടെ സ്പോൺസർ. അത്യാവശ്യം നല്ല റൈഡറാണ്. TVS മിക്കവര് സ്പോൺസർ ചെയ്യും അല്ലേ? ഇവിടെ TVS മാത്രമേ ഉള്ളൂ സ്പോൺസർ. അതായത് അതായത് ഇപ്പം ഹീറോ പോലും ഇല്ല. ഹീറോ ഇപ്പം ഈ ഡക്കാറിന്റെ ഒരു റേസിന് വേണ്ടിയിട്ട്, ഡക്കാർ ഇതിന് വേണ്ടി റാലിക്ക് വേണ്ടിയിട്ട് ബജാജ് പണ്ട് ഗോസ്റ്റ് റൈഡേഴ്സിന് ഇപ്പോഴും അവര് തന്നെയാണ് സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. അവര് ഒഫീഷ്യലി ഷൂട്ടിങ്, അതായത് പിക്സ് അങ്ങനെയുള്ള എല്ലാം. എനിക്ക് മറ്റേ ലോക്ക്ഡൗൺ സമയത്ത് എന്നെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവര് മികിലേടനൊക്കെ നല്ല കമ്പനി, പരസ്യങ്ങളൊക്കെ ചെയ്യണ. അതിന് അവരുടെ പരസ്യം അഡ്വർടൈസ്മെന്റ് ഫുള്ള് അവരെയാണ്. അതിൽ എന്നെ ഷൂട്ടിന് 125 ഡൊമിനോർ 250 എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ 2 ഷൂട്ടിന് ഞാൻ പോയി. അത് നല്ലൊരു ഇതാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു BMW എന്തോ അവർ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ഫോട്ടോസ് അഡ്വർടൈസ്മെന്റ്. അവർ നല്ല കിടിലാണ്, ഒരു രക്ഷയില്ലാത്ത പ്രൊഡക്ഷനാണ്, GRC പ്രൊഡക്ഷൻ. ഇപ്പം തൃശ്ശൂരുകാർ ജിന്നൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് വിഷ്ണു തന്ന് ഇവിടെ ഇരുന്ന് പറയണം. അതാണ് നമ്മൾ സ്വപ്നം കാണുന്ന റോസി ഒത്തിരി പേരുടെ കിട്ടുക ജഗതി ശ്രീമാർ എന്നൊക്കെ പറയും പോലെ. കുഴപ്പമില്ലല്ലേ? അപ്പൊ പൊല്ലാനിയുള്ള ശ്രീകാന്ത് കരിയം വിനു എന്ന് പറയാം. എന്നെ വിളിക്കേണ്ട ആവശ്യം നിനക്കല്ലേ സ്ഥലം പേര്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത ഇപ്പം ഈ സ്റ്റൺസ് ഒന്നും ഇല്ല. അപ്പം നമുക്ക് ഷോ ഇല്ല, എക്സ്ട്രീമേഴ്സ് നമ്മളെ ടീമാണ്. അപ്പോൾ അവർക്ക് ഷോയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമ്മളും ഇതുപോലെ എന്താ പറയുക, ഓഫ് റോഡ്സിൻ്റെ ഒരു ഇതിലോട്ട് വരെയാണ്. ഇപ്പോൾ ഗ്യാങ് ഓഫ് XRZ എന്ന് പറഞ്ഞ ടീം തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ഇതാണ് ടീമിലെ കുറേ മെമ്പേഴ്സ് പറഞ്ഞ എക്സ്പൾസ് എടുത്ത് അവരിപ്പോൾ ഓഫ് റോഡിലോട്ട് ഇങ്ങനെ റാലി ആയിരിക്കും അവർ ഉദ്ദേശം. റാലിയിലോട്ട് വരാൻ വേണ്ടിയിട്ട് കുറേ പേര് ഇപ്പം എല്ലാവരും ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ നോക്കുന്നുണ്ട്. ഇപ്പം റാലി, റേസിങ് അങ്ങനെയുള്ള എല്ലാ ഫീൽഡിലെല്ലാം വരാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കുന്നുണ്ട്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് അവർക്ക് വേണ്ടിയിട്ട് വണ്ടിയാണ് അല്ലേ ഒരുപാട് ഉപയോഗിക്കണം. പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരുപാട് ഇതെന്തോന്ന് വണ്ടി എന്നൊക്കെ വന്നപ്പോഴാണ് കുറച്ചും കൂടി റേസിലോട്ട് വന്നപ്പോൾ ഇമ്പൾസ് ഇല്ല. ഇമ്പൾസ് ഭയങ്കര വിലയാണ് ഇപ്പം. ഇമ്പൾസ് കുറച്ചുകൂടെ കുഞ്ഞു വണ്ടിയാണ്. നമ്മളെ 150cc ആണ്. ഭയങ്കര സുഖമാണ് വണ്ടി. എൻ്റെ വണ്ടി ആയാലും നീ ഓടിച്ചിട്ടുണ്ടെന്നോ, ആരെങ്കിലും ഓടിച്ചിട്ടുണ്ടായിരിക്കും. ഭയങ്കര സുഖമാണ് വണ്ടി. ഇപ്പോൾ ഉടഞ്ഞിറങ്ങും, എഞ്ചിൻ പണി വേണ്ടി കയറ്റിയൊക്കെയാണ്. അത് ഉടഞ്ഞിറങ്ങും. വണ്ടി നല്ല രസമാണ്, ഒരു രക്ഷയില്ലാത്ത വണ്ടി. നമുക്ക് എവിടെ വേണോ എല്ലാ ടെറൈനിലും ഓടിക്കാം. ഭയങ്കര സുഖമാണ്. റോഡിൽ വന്ന സ്പീഡിൽ നമുക്ക് ചരലിറങ്ങിയാലും അത്രയും നല്ല സസ്പെൻഷനാണ് ആ വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നല്ല ട്രാവലുമാണ്.
ഭയങ്കര സുഖമാണ്, വണ്ടി നടുവേനൊന്നും വരത്തില്ല. യവൻ വന്നിട്ട് പോണേന്നൊക്കെ അച്ഛൻ അറിയായിരിക്കും ഇവിടെ, കാരണം വണ്ടി ഇവിടെ കൊണ്ടുവച്ചിട്ടേ ഒരു വലിയൊരു വളയം കാണും ഇവിടെ, എന്തായാലും ഒരു വളയ്ക്കാൻ പോയത് ബാക്ക് ടയർ മാത്രം ഡ്രിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് പോണത്. അച്ഛൻ പറഞ്ഞു ഇന്നലെ രാത്രി വിഷ്ണുത്ത് വന്നിരുന്നല്ലേ. നമുക്ക് ഇവിടെ റോഡ് വെട്ടി ട്രാക്ക് അടിക്കാം. ഓ അത് ഞാനല്ല, അത് അവിടെ ചോദിച്ചാൽ മതി. ഇതൊരു ട്രാക്കിനുള്ള ഇവിടെ അത്യാവശ്യം എന്നും ഓടിച്ച് വരികയാണെങ്കിൽ ബൈക്കിന് അത്യാവശ്യം ബാലൻസ് ഒക്കെ കിട്ടും. ഹാൻഡിൽ ബാലൻസ് കിട്ടാൻ പറ്റിയൊരു റൂട്ടാണ്. അയ്യോ എന്തായാലും കൊള്ളാം. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ അവനു? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മളെ ഓഡിയൻസ് നിന്നെ ഫോക്കസ് ചെയ്യുന്ന ക്യാമറ അതാണ്. ഓഡിയൻസിൻ്റെ അടുത്ത് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, റൈഡ് ചെയ്യുമ്പോഴത്തേക്ക് പബ്ലിക് റോഡിലൊന്നും കിടന്ന് ഷോ ഒന്നും കാണിക്കാതെ മാക്സിമം പ്രൈവറ്റ് റോഡിൽ ചെയ്യാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് അങ്ങനെയാണ്. കാരണം ഇവർ ഇങ്ങനെ ചെയ്യുന്ന കാരണം നമ്മളെപ്പോലുള്ള പാവം റൈഡേഴ്സിന് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റേസിന് പോകുമ്പോഴത്തേക്കോ നീയൊക്കെ ചാവാൻ പോകണല്ലേ എന്നുള്ള, ബാക്കിയുള്ളവരെ കൊല്ലിക്കൂലേ എന്നൊരു ടോക്കിങ്സ്. ഇപ്പം ഈ റോഡിൽ ഈ നമ്മൾ ചെയ്യുമ്പോഴേ ഈ ശത്രുക്കളെ പോലെ പെരുമാറൂലേ? ഇപ്പം എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊന്ന് തട്ടിയാലാ, ചെറുതായിട്ട് ഓവർടേക്ക് ചെയ്താലാ, ഈ പള്ളുവിളി കാര്യങ്ങൾ, അതൊക്കെ ഭയങ്കര ബോറാണ്. അല്ല, അത് ചില സമയത്ത് വിളിച്ചു പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം എനിക്ക് പറ്റിയിട്ടുണ്ട്, അങ്ങനെ പല സാഹചര്യങ്ങളിൽ എനിക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ നോർമലായിട്ട് ഇപ്പം ഒരു 60-70 സ്പീഡിൽ പോകണമെങ്കിൽ ടപ്പിന് അവർ എന്തെങ്കിലും ഒരു ഫോൾട്ട് അവർ കാണിച്ചിട്ട് അവർ നമ്മുടെ അടുത്താണ് ചോദിക്കുന്നത് എന്താടാന്ന്. അപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതാവുന്നത്. KSRTC അധികം ഒന്നും പറയാൻ പോകരുത്, അടി ഉണ്ടാക്കാൻ പോകരുത്. ഇങ്ങനെ കാണിച്ചാൽ മതി. അതാണ് ഒരുമാതിരി ശത്രുക്കളില്ലേടാ അവരെ പോലെയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട് കോളേജ് പഠിച്ച അരവിന്ദ് എന്ന് പറയണ, അവൻ്റെ കൂടെ പോകുമ്പോ പള്ളു വിളിച്ചോണ്ടാണ്. അല്ല, പണ്ടൊക്കെ അങ്ങനെയാണ്. പണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഓവർടേക്ക് ചെയ്ത് പോയി എന്തെങ്കിലും ഷോ കാണിച്ചിട്ട് ലാസ്റ്റ് ഓവർടേക്ക് ചെയ്തിട്ട് നൈസ് ചെയ്ത് കാണിച്ചിട്ട് താറ്റയും കാണിച്ചിട്ട് ഒറ്റ പോകാൻ. പിന്നെ നമ്മള് പിടികൊടുക്കരുത്, പിന്നെ അങ്ങ് പൊക്കോണം. അവൻ തിരിച്ചു കാണിച്ചാൽ പോയി. അപ്പുറത്ത് നിന്ന് റെഡ് ലൈറ്റ് സൈഡിൽ വന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഒരുപാട് അപകടങ്ങൾ വരും എന്ന് പറഞ്ഞ ഈ റേസ് അല്ല ഇങ്ങനെ ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് ഈ സ്റ്റൺസിന്റെ പ്രോഗ്രാം ഈ ഇവന്റ് കിട്ടിയിട്ട് കുറെ വർഷങ്ങളായി. അതായത് ലാസ്റ്റ് എനിക്ക് തോന്നുന്നു എയർപോർട്ടിൽ ഗ്രീൻഫീൽഡിലാണ് നമ്മളെ ലാസ്റ്റ് ഷോ ചെയ്തത്. അതായത് അത്യാവശ്യം നല്ലൊരു ഷോ ആയിരുന്നത്. അതിനുശേഷം നമ്മൾ ഷോ ചെയ്തിട്ടില്ല. അതിനുശേഷം ഇതുപോലെ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ വന്നു. ഈ വണ്ടി റോഡിലിട്ട് ഷോ കാണിക്കണം. അപ്പോൾ അവരുടെ വിചാരം എന്താ പറയുമ്പോൾ റോഡിൽ കിടന്ന് കാണിക്കുന്നവന്മാരായിരിക്കും ഇവിടെയും കിടന്ന് കാണിക്കണം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമുക്ക് പെർമിഷൻ ഒന്നും കിട്ടാതായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്പോട്ടാണ്. ഈ സ്പോട്ടിനെ അവർ മിസ്യൂസ് ചെയ്യുക. റീൽസ് ഇപ്പം എല്ലാവരും പറഞ്ഞത് തന്നെയാണ്. റീൽസിന് വേണ്ടിയിട്ടും ബാക്കിയുള്ള ഞാനും റോഡിൽ ചെയ്തിട്ടില്ല എന്ന്, ഞാൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. കാരണം വേറെ ഗതിയില്ലാത്തതുകൊണ്ട് ചെയ്തതാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഇഷ്ടംപോലെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതാണ് ഞാൻ ഇപ്പം ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ 2-3 വർഷമായി നിർത്തി വെച്ചേക്കാണ്. എല്ലാത്തിനും സ്പീഡ് കൊള്ളാം, പക്ഷെ ഒരു കോഷൻ വേണം. വേണം. റോഡിൽ കിടന്ന് കാണിക്കുന്നതിന് ലിമിറ്റ് ഉണ്ട്. പിന്നെ അറിഞ്ഞിരിക്കണോടാ, ബൈക്ക് ഇപ്പം പുതിയതായിട്ട് കിട്ടുകയാണ്, ഒരു കിഡിലൻ ബൈക്ക് കിട്ടുകയാണ്, 200 cc കിട്ടുകയാണ്, എടുത്തു വെച്ചങ്ങ് പൊളക്കാൻ നോക്കണം. ആദ്യം ബൈക്ക് അല്ല, അങ്ങനെയുള്ളടത്തൊക്കെ എനിക്ക് പറയാനില്ല. അങ്ങനെ സ്പീഡ് ഓട്ടിക്കണം എന്ന് ആഗ്രഹമുള്ളടത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ കാരി ട്രാക്കിൽ പോവുക, അവരുടെ വണ്ടി കാണിക്കുക. അവിടെ അവർക്ക് എന്ത് വേണോ ചെയ്യാം, എത്ര സ്പീഡിൽ വേണോ ഓടിക്കാം. കാണിക്കുമ്പോഴും എല്ലാ ഗിയേഴ്സ് കാണും. അപ്പൊ അവൻ അങ്ങനെ ചെയ്യണ ഒരുത്തനും വന്ന് ഇവിടെ റോഡിൽ കിടന്ന് ഷോ കാണിക്കാൻ നിൽക്കത്തില്ല. മനസ്സിലായോ? ഈ ചില ക്ലോസ് റോഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാന്നുള്ള കുറേ പേരുണ്ട്. ക്ലോസ് റോഡാണ്, അതായത് നമുക്ക് നോക്കുമ്പം അത് മെയിൻ റോഡായിരിക്കും, പക്ഷേ 2 എൻഡും ക്ലോസ്ഡ് ആയിരിക്കും. ആ റോഡിൽ ചെയ്യണവർ ഇപ്പോഴും ഉണ്ട്. അത് ഫുൾ പ്രിക്കോഷൻസ് അവർ എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത്. 2 സൈഡും ആൾക്കാരും ഉണ്ട്, 2 സൈഡ് വണ്ടി വരുന്നത് നോക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ. അതിനെ ഇനി എതിർക്കാൻ വന്നാലും എനിക്ക് വിഷയമുള്ള കാര്യമല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എത്ര ആക്സിഡന്റ് ഏറ്റവും കൂടുതൽ പയ്യന്മാര് മരിക്കണത് ബൈക്ക് ആക്സിഡന്റ്. ഈ കൊറോണ സമയത്ത് കുറച്ച് കുറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ആർക്കും വെളിയിറങ്ങാൻ പറ്റൂലല്ലോ. പക്ഷേ ഇപ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് ഭയങ്കര ചെക്കിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വീണ്ടും നടക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം സ്പീഡിൽ ഓടിക്കാനൊക്കെ ഇഷ്ടമാണെടാ. ഞാനായാലും ഇപ്പോൾ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും വളവെത്തുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ പക്ക സ്ലോ. കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ ഇവിടുത്തെ റോഡാണെടാ, മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്കും ചരലിറങ്ങി റോഡിലോട്ട് കിടക്കും, മണല്. അപ്പോൾ നമ്മൾ എത്ര എക്സ്പീരിയൻസ് റൈഡർ ആണെങ്കിൽ പോലും ഒരു വളവി വന്ന് കിടത്തുകയാണ്, ഈ ചരൽ കിടക്കുകയാണെങ്കിൽ നമ്മുടെ റോഡും കൂടെ ഒരു ഫാക്ടറാണ് കേട്ടോ. നമുക്ക് ഈ ആക്സിഡന്റ് ഉണ്ടാണ് നമ്മളെ റോഡിൽ ഒരു പ്രശ്നമാണ്. റോഡ് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. എനിക്കും പല സീൻസിലും എനിക്കും പറ്റിയിട്ടുണ്ട്. എനിക്കൊരു ആക്സിഡന്റ് പറ്റിയത് ചുമ്മാ പോയ ഒരു ടേൺ എടുത്തേ ഉള്ളൂ, എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി പോയി. അത് റോഡിലെ ചരൽ കിടക്കുന്നത് രാത്രി ആകുമ്പോൾ കണ്ടുകൂടാ. അങ്ങനെ പറ്റിയ റോഡ് ഒരു ഫാക്ടറാണ്. ഈ ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഈ ഗട്ടറിൽ നിന്ന് ചാടി നമ്മൾ ഈ NH വരുന്ന ചില സമയത്ത് ചില കുഴികൾ കാണാൻ പോലും പറ്റൂല. നമ്മൾ 70-80 വന്നിട്ട് അതിൽ ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കൺട്രോൾ പോയി വീണ് ആക്സിഡൻ്റ് ആയി പരിക്ക് പറ്റിയ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതും റോഡും ഒരു ഫാക്ടറാണ് ഇതിൻ്റെ ഇതിൽ.
എനിക്കതേ പറയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ റേസിംഗ് എപ്പിസോഡ് ഇവിടെ എത്തിയിരിക്കുകയാണ്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോടാ? നീ കൈയൊക്കെ പൊക്കിയിരിക്കണേ നോക്കി. ഇന്നത്തെ കോഡ് റോസി 46. നല്ല കോഡല്ലേ? VR46. അല്ലെങ്കിൽ വേണ്ട, റോസി വേണ്ട, VR46 അടിച്ചാൽ മതി. ഫുൾ ഫോം വാലന്റീനോ റോസി 46. VR46 എന്ന കോഡ്. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക, ആരെങ്കിലുമൊക്കെ ഒന്ന് റിപ്ലൈ തരും. ഇല്ലെങ്കിൽ നിങ്ങളുടെ റേസിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, ഫീൽ ഫ്രീ ടു ടെൽ അസ്. പിന്നെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ചേക്കണേ. റൈറ്റ് സേഫ്. ബൈക്കർമാർക്ക് ചീത്ത പേരുണ്ടായി കൊടുക്കുക. ഇല്ല ഒരിക്കലും ഉണ്ടാക്കരുത്. ദയവ് ചെയ്ത് ബാക്കിയുള്ളവരെ ബഹുമാനിക്കുക. അയ്യോടാ, ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി. നമ്മുടെ കേരളത്തിലെ ഈ റൈഡിങ് യൂട്യൂബേഴ്സിനെ കുറിച്ചൊന്നും നമ്മളൊന്നും മെൻഷൻ പോലും ചെയ്തില്ല. അവർ വരുമ്പോഴത്തേക്കും മെൻഷൻ ചെയ്യാം. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മുടെ മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് സൂര്യ, ഞാൻ അഖിൽദാസ്, ഞാൻ ശ്രീകാന്ത്, ഞാൻ വിനു, ഞാൻ ഗസ്റ്റ് വിഷ്ണുജിത്ത്. signing out.